ഹായ് ഫ്രണ്ട്സ്, ഈ വീഡിയോയിൽ നമ്മൾ നോക്കുന്നത് സാമൂഹ്യശാസ്ത്രമാണ്. SCERT ടെക്സ്റ്റ് ബുക്കിൽ നിന്നുള്ള സാമൂഹ്യശാസ്ത്രം. ഇത് ക്ലാസ് 5ആണ്. ഈ ക്ലാസ് 5-ലെ സാമൂഹ്യശാസ്ത്രത്തിലെ എല്ലാ പാഠഭാഗവും നമുക്ക് ഈ ഒരു വീഡിയോയിൽ നോക്കാം. ഇപ്പോൾ പുതിയ ട്രെൻഡ് അനുസരിച്ച് വരുന്ന വിവരണാത്മക ചോദ്യങ്ങൾക്ക് ഒരുപാട് ഉപകാരപ്പെടുന്ന ഒരു ഭാഗമാണ് ഈ SCERT ടെക്സ്റ്റ് ബുക്കിലെ ഭാഗങ്ങൾ. അപ്പോൾ നമുക്ക് ഈ ഒരു വീഡിയോയിൽ ഈ 5ാം ക്ലാസ്സിലെ മുഴുവൻ പാഠഭാഗങ്ങളും നോക്കാം. ഓക്കെ, ഇത് 5ാം ക്ലാസ്സിലെ ടെക്സ്റ്റ് ബുക്കാണ്. ആദ്യത്തെ ഭാഗം ചരിത്രത്തിലേക്ക് എന്ന ഭാഗമാണ്. ചരിത്രത്തിലേക്ക് ഇതിലെ ഇമ്പോർട്ടൻ്റ് പോയിന്റ്സ് ഏതെല്ലാം നോക്കാം. എഴുതപ്പെട്ട രേഖകളുള്ള കാലം ചരിത്രകാലം എന്നറിയപ്പെടുന്നു. എഴുതപ്പെട്ട വിവരങ്ങളുള്ള കാലമാണ് ചരിത്രകാലം എന്ന പേരിൽ അറിയപ്പെടുന്നത്. കാലം കണക്കാക്കാം. അന്നോ ഡൊമിനി. എന്താണ് അന്നോ ഡൊമിനി? AD എന്നതിൻ്റെ ഫുൾ ഫോമാണ് അന്നോ ഡൊമിനി. ലാറ്റിൻ ഭാഷയിലുള്ള ഈ പദത്തിൻ്റെ അർത്ഥം ഇൻ ദ ഇയർ ഓഫ് അവർ ലോഡ്സ് ബർത്ത്. ഇൻ ദ ഇയർ ഓഫ് അവർ ലോഡ്സ് ബർത്ത് എന്നാണ് അന്നോ ഡൊമിനി എന്ന ലാറ്റിൻ വാക്കിൻ്റെ അർത്ഥം. യേശുക്രിസ്തുവിൻ്റെ ജനന വർഷത്തിൽ എന്നാണ് ഇത് സൂചിപ്പിക്കുന്നത്. അന്നോ ഡൊമിനി ഇൻ ദ ഇയർ ഓഫ് അവർ ലോഡ്സ് ബർത്ത്. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയത് 1947-ലാണ്. കേരള സംസ്ഥാനം നിലവിൽ വന്നത് 1956-ലാണ്. 1930-ൽ ഗാന്ധിജി ഉപ്പ് സത്യാഗ്രഹം നടത്തി. ഇന്ന് ലോകത്ത് പൊതുവായ കാലഗണനയ്ക്ക് ഉപയോഗിക്കുന്നത് ക്രിസ്തു വർഷമാണ്. യേശു ക്രിസ്തുവിൻ്റെ ജനനത്തെ അടിസ്ഥാനമാക്കി കാലത്തെ AD, BC എന്നിങ്ങനെ വിഭജിച്ചിരിക്കുന്നു. ക്രിസ്തു ജനിച്ചതിന് ശേഷമുള്ള കാലം AD അഥവാ അന്നോ ഡൊമിനി എന്നും ക്രിസ്തു ജനിക്കുന്നതിന് മുമ്പുള്ള കാലം BC അഥവാ ബിഫോർ ക്രൈസ്റ്റ് എന്നും അറിയപ്പെടുന്നു. ഈ കാലഗണന ഇപ്പോൾ യഥാക്രമം CE കോമൺ ഈറ അതല്ലെങ്കിൽ BCE ബിഫോർ കോമൺ ഈറ എന്നും ഉപയോഗിക്കാറുണ്ട്. അപ്പോൾ ക്രിസ്തു ജനിച്ചതിന് ശേഷമുള്ള കാലഘട്ടം AD അഥവാ അന്നോ ഡൊമിനി എന്നും ക്രിസ്തു ജനിക്കുന്നതിന് മുമ്പുള്ള കാലഘട്ടം ബിഫോർ ക്രൈസ്റ്റ് എന്നും അറിയപ്പെടുന്നു. AD ഇപ്പോൾ കോമൺ ഈറ എന്നും BC ഇപ്പോൾ ബിഫോർ കോമൺ ഈറ എന്നും അറിയപ്പെടാറുണ്ട്. ഈ ഒരു പിക്ചർ നോക്കിക്കഴിഞ്ഞാൽ BCയും AD നമുക്ക് മനസ്സിലാവും. BC 1 മുതൽ 500 വരെ ഇങ്ങോട്ട് പോകുന്നു. 500 വരെയല്ല, മറ്റ് വർഷങ്ങളിലേക്ക് അങ്ങനെ പോകുന്നു. ഇവിടെ 1 മുതൽ തുടർന്നുകൊണ്ടിരിക്കുന്നു. AD. നൂറ്റാണ്ട് കണക്കാക്കാം. നമ്മളേത് നൂറ്റാണ്ടിലാണ് ജീവിക്കുന്നത്? 21-ാം നൂറ്റാണ്ടിൽ. 21-ാം നൂറ്റാണ്ട് ആരംഭിച്ചത് എന്ന് മുതലാണ്? ഒരു നൂറ്റാണ്ട് എന്നത് 100 വർഷമാണ്. 100 വർഷത്തിനാണ് ഒരു നൂറ്റാണ്ട് എന്ന് പറയുന്നത്. ഉദാഹരണത്തിന് AD 1 മുതൽ 100 വരെയുള്ളത് 1-ാം നൂറ്റാണ്ടാണ്. AD 901 മുതൽ 2000 വരെയുള്ളത് 20-ാം നൂറ്റാണ്ടാണ്. അപ്പോൾ 20-ാം നൂറ്റാണ്ട് എന്ന് പറയുന്നത് 1-1-1901 മുതൽ 31-12-2000 വരെയാണ് 20-ാം നൂറ്റാണ്ട്. 1-1-2001 മുതൽ 21-ാം നൂറ്റാണ്ട് ആരംഭിച്ചു. 2100 വരെ 21-ാം നൂറ്റാണ്ടാണ്. മനുഷ്യർ കാലങ്ങളായി ആർജിച്ച പുരോഗതിയുടെ രേഖപ്പെടുത്തലാണ് ചരിത്രം. എഴുതപ്പെട്ട രേഖകളുള്ള കാലം ചരിത്രകാലമെന്നും അതിനു മുമ്പുള്ള കാലം ചരിത്രാതീത കാലമെന്നും അറിയപ്പെടുന്നു. എഴുതപ്പെട്ട രേഖകളുള്ള കാലം ചരിത്രകാലമെന്നും അതിനു മുമ്പുള്ള കാലം ചരിത്രാതീത കാലമെന്നും അറിയപ്പെടുന്നു. 1-ാം പാഠം കഴിഞ്ഞു. 2-ാം പാഠത്തിലേക്ക് കടന്നു. കല്ലിൽ നിന്ന് ലോഹത്തിലേക്ക്. 2-ാം പാഠം കല്ലിൽ നിന്ന് ലോഹത്തിലേക്ക് എന്നാണ്. ഇതിൽ ചെറുതായിട്ട് പറയുന്ന കാര്യങ്ങൾ തുടർന്ന് വരുന്നുള്ള ക്ലാസ്സുകളിൽ വിശദമായിട്ട് കൊടുത്തിട്ടുണ്ട്. മനുഷ്യർക്ക് ആനയുടേതുപോലെ വലിയ ശരീരമോ പുലിയുടേതുപോലെ കൂർത്ത നഖങ്ങളോ കാട്ടുപോത്തിൻ്റെ കരുത്തോ ഇല്ല. അതിനാൽ ആഹാരം സമ്പാദിക്കാനും മൃഗങ്ങളിൽ നിന്ന് രക്ഷ നേടാനും ആദിമ മനുഷ്യന് ഉപകരണങ്ങളും ആയുധങ്ങളും ആവശ്യമായിരുന്നു. ഇതിനായി ആദിമ മനുഷ്യർ ഉപയോഗിച്ചിരുന്നത് കല്ല് അഥവാ ശിലയായിരുന്നു. ആദിമ മനുഷ്യരുടെ ജീവിതത്തെ സ്വാധീനിച്ച ഒരു പ്രധാന വസ്തു ശിലയായിരുന്നു. അതിനാൽ ഈ കാലഘട്ടം ശിലായുഗം എന്നറിയപ്പെടുന്നു. ശിലായുഗം. ആദ്യം നമ്മൾ നോക്കുന്നത് പ്രാചീന ശിലായുഗമാണ്. പാലിയോലിത്തിക് ഏജ്. പ്രാചീന ശിലായുഗം പാലിയോലിത്തിക് ഏജ് ആണ്. മൃഗങ്ങളെ വേട്ടയാടാൻ, മൃഗങ്ങളിൽ നിന്ന് രക്ഷ നേടാൻ, കാട്ടുകിഴങ്ങുകൾ കുഴിച്ചെടുക്കാൻ, ഇതിനെല്ലാമാണ് ശിലായുധങ്ങൾ ഉപയോഗിച്ചിരുന്നത്. ആയുധങ്ങളും ഉപകരണങ്ങളുമായി പരുക്കൻ കല്ലുകൾ ഉപയോഗിച്ചിരുന്ന ഈ കാലഘട്ടത്തെ പ്രാചീന ശിലായുഗം എന്ന് വിളിക്കുന്നു.
ഗുഹകളിലായിരുന്നു അക്കാലത്തെ മനുഷ്യരുടെ താമസം. കാട്ടിൽ നിന്ന് കിട്ടുന്ന കിഴങ്ങുകളും പഴങ്ങളും വേട്ടയാടി കിട്ടുന്ന മൃഗങ്ങളുടെ മാംസവും അവർ ഭക്ഷണമായി ഉപയോഗിച്ചു. അക്കാലത്താണ് മനുഷ്യർ തീ ഉപയോഗിക്കാൻ തുടങ്ങിയത്. അപ്പോൾ പാലിയോത്തിലിക് ഏജ് അഥവാ പ്രാചീന ശിലായുഗത്തിലാണ് മനുഷ്യൻ തീ ഉപയോഗിക്കാൻ തുടങ്ങിയത്. ഇനി അടുത്ത് നവീന ശിലായുഗം, നിയോലിത്തിക് ഏജ്. നവീന ശിലായുഗം, നിയോലിത്തിക് ഏജ് എന്നിവയിൽ അറിയപ്പെടുന്നു. ഇതെല്ലാമാണ് നവീന ശിലായുധങ്ങൾ. കൂടുതൽ മൂർച്ചയുള്ളവയാണ്, മിനുസപ്പെടുത്തിയവയാണ്. ഇതെല്ലാം അതിൻ്റെ പ്രത്യേകതയാണ്. ഇത്തരം സവിശേഷതകളുള്ള ഉപകരണങ്ങളും ആയുധങ്ങളും ഉപയോഗിച്ച കാലഘട്ടത്തെ നവീന ശിലായുഗം എന്ന് വിളിക്കുന്നു. നവീന ശിലായുഗത്തിലാകട്ടെ മനുഷ്യജീവിതത്തിൽ സമൂലമായ മാറ്റങ്ങൾ ഉണ്ടായി. ഇതാണ് നവീന ശിലായുഗത്തിലെ മനുഷ്യൻ്റെ ജീവിതം ചിത്രകാരൻ്റെ ഭാവനയിൽ. കൃഷി ചെയ്തു, വാസസ്ഥലങ്ങളുണ്ടാക്കി, മൃഗങ്ങളെ ഇണക്കി വളർത്തി. അടുത്തത് വെങ്കലയുഗം, ബ്രോൺസ് ഏജ്. വെങ്കലയുഗം അഥവാ ബ്രോൺസ് ഏജ്. പിൽക്കാലത്ത് ശിലായുധങ്ങളോടൊപ്പം ചെമ്പ് അഥവാ താമ്രം എന്നുള്ളതുകൊണ്ട് താമ്രയുഗം എന്നൊരു പേര് കൂടി ഇതിനുണ്ട്. ചെമ്പ് കൊണ്ടുള്ള ഉപകരണങ്ങളും മനുഷ്യർ ഉപയോഗിച്ചു തുടങ്ങി. കല്ലിനെ അപേക്ഷിച്ച് കൂടുതൽ മൂർച്ചപ്പെടുത്താവുന്നതും രൂപമാറ്റം വരുത്താവുന്നതും സൗകര്യപ്രദമായി ഉപയോഗിക്കാൻ കഴിയുന്നതുമായിരുന്നു ചെമ്പ്. കല്ലുകൊണ്ടും ചെമ്പ് കൊണ്ടുമുള്ള ഉപകരണങ്ങളും ആയുധങ്ങളും ഉപയോഗിച്ചിരുന്ന കാലഘട്ടമാണ് താമ്രശിലായുഗം, ചാൽക്കോലിത്തിക് ഏജ് എന്നും അറിയപ്പെടുന്നു. തുടർന്ന് ഈയം കണ്ടെത്തുകയും ഈയവും ചെമ്പും ഉരുക്കി ചേർത്ത് വെങ്കലം അഥവാ ഓട് എന്ന ലോഹസങ്കരം നിർമ്മിക്കുകയും ചെയ്തു. അപ്പോൾ ഈയവും ചെമ്പും ഉരുക്കി ചേർത്തിട്ടാണ് ഓട് അഥവാ വെങ്കലം എന്ന ലോഹസങ്കരം നിർമ്മിക്കുന്നത്. മനുഷ്യൻ ആദ്യമായി നിർമ്മിച്ച ലോഹസങ്കരം വെങ്കലം അഥവാ ഓടാണ്. വെങ്കലം ചെമ്പിനേക്കാൾ കടുപ്പമുള്ളതായിരുന്നു. ആയുധങ്ങളും ഉപകരണങ്ങളും ഉണ്ടാക്കാൻ വെങ്കലം ഉപയോഗിച്ച കാലം വെങ്കലയുഗം എന്നറിയപ്പെടുന്നു. ആ കാലത്തെ ഒരു പ്രത്യേകതയായിരുന്നു അധികമായി ഉൽപ്പാദിപ്പിച്ച ഭക്ഷ്യവസ്തുക്കൾ സംഭരിക്കാൻ തുടങ്ങി. കാർഷിക വിഭവങ്ങൾ കൈമാറ്റം ചെയ്യാനുള്ള പൊതുസ്ഥലങ്ങൾ രൂപം കൊണ്ടു. പുതിയ കാർഷികോപകരണങ്ങളുടെ നിർമ്മാണവും ഉപയോഗവും വർദ്ധിച്ചു. അക്കാലത്തെ പ്രധാനപ്പെട്ട തൊഴിൽ മേഖലകൾ ഇഷ്ടിക നിർമ്മാണം, തുണി നെയ്ത്ത് ഇവയെല്ലാമായിരുന്നു. ഉൽപ്പന്നങ്ങൾ കൈമാറ്റം ചെയ്തുള്ള രീതിയായിരുന്നു അന്നുണ്ടായിരുന്നത്. മെസോപ്പൊട്ടോമിയൻ സംസ്കാരം. യൂഫ്രട്ടീസ്, ടൈഗ്രിസ് നദീതടങ്ങളിലാണ് മെസോപ്പൊട്ടോമിയൻ സംസ്കാരം നിലനിന്നിരുന്നത്. രണ്ട് നദികൾക്കിടയിലുള്ള പ്രദേശം എന്നാണ് മെസോപ്പൊട്ടോമിയ എന്ന വാക്കിൻ്റെ അർത്ഥം. രണ്ട് നദികൾക്കിടയിലുള്ള പ്രദേശം. യൂഫ്രട്ടീസ്, ടൈഗ്രീസ് നദീതടങ്ങളിലാണ് മെസോപ്പൊട്ടോമിയൻ സംസ്കാരം നിലനിന്നിരുന്നത്. ഈ പ്രദേശം ഉൾപ്പെടുന്നതാണ് ഇന്നത്തെ ഇറാഖ്. ക്യൂണിഫോം ലിപി മെസോപ്പൊട്ടോമിയയിലാണ് രൂപം കൊണ്ടത്. ഈ സംസ്കാരത്തിൻ്റെ ശേഷിപ്പുകളാണ് സിഗുറാത്തുകൾ. അപ്പോൾ ക്യൂണിഫോം ലിപി രൂപം കൊണ്ടത് മെസോപ്പൊട്ടോമിയയിലാണ്. ഈ സംസ്കാരത്തിൻ്റെ ശേഷിപ്പുകളാണ് സിഗുറാത്തുകൾ. ഇനി ക്യൂണിഫോം ലിപി എന്താണെന്ന് നോക്കാം. പുരാതനമായ എഴുത്ത് ലിപികളിൽ ഒന്നാണ് ക്യൂണിഫോം ലിപി. സുമേറിയയിലാണ് ഇത് ആരംഭിച്ചത്. ആപ്പിൻ്റെ രൂപത്തിലുള്ള അഥവാ വെഡ്ജ് ഷേപ്ഡ് ചിത്രലിപിയാണിത്. എഴുത്തുപ്രതലം കളിമൺ പാളികളായിരുന്നു. ക്യൂണിഫോം ലിപി സുമേറിയയിലാണ് ഇത് ആരംഭിച്ചത്. ആപ്പിൻ്റെ രൂപത്തിലുള്ള അഥവാ വെഡ്ജ് ഷേപ്ഡ് ചിത്രലിപിയായിരുന്നത്. എഴുത്തുപ്രതലം കളിമൺ പാളികളായിരുന്നു. ഇതാണ് ക്യൂണിഫോം ലിപി. സിഗറാത്തുകൾ എന്ന് നോക്കാം. സിഗറാത്തുകൾ ദേവാലയ സമുച്ചയങ്ങളാണ്. ഇതിൻ്റെ പുറംഭാഗം ചുട്ടെടുത്ത ഇഷ്ടികൾ കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്. 25ഓളം സിഗറാത്തുകൾ ഈ പ്രദേശങ്ങളിൽ നിർമ്മിക്കപ്പെട്ടതായി കണ്ടെത്തിയിട്ടുണ്ട്. ഇവയിൽ ഉർ എന്ന നഗരത്തിലെ സിഗറാത്ത് ഇന്നും സംരക്ഷിക്കപ്പെടുന്നു. അപ്പോൾ സിഗറാത്തുകൾ ദേവാലയ സമുച്ചയങ്ങളാണ്. ഇതിൻ്റെ പുറംഭാഗം ചുട്ടെടുത്ത ഇഷ്ടികൾ കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്. 25ഓളം സിഗറാത്തുകൾ ഈ പ്രദേശങ്ങളിൽ നിർമ്മിക്കപ്പെട്ടതായി കണ്ടെത്തിയിട്ടുണ്ട്. ഇവയിൽ ഉർ എന്ന നഗരത്തിലെ സിഗറാത്ത് ഇന്നും സംരക്ഷിക്കപ്പെടുന്നു. അടുത്തത് ഈജിപ്ഷ്യൻ സംസ്കാരമാണ്. ഈജിപ്ഷ്യൻ സംസ്കാരം. നൈൽ നദീതടങ്ങളിലാണ് ഈജിപ്ഷ്യൻ സംസ്കാരം വളർന്നു വന്നത്. ഈജിപ്തിനെ നൈലിൻ്റെ ദാനം എന്ന് വിശേഷിപ്പിക്കുന്നു. ഹൈറോഗ്ലിഫിക്സ് ലിപി ഈജിപ്തിലാണ് രൂപം കൊണ്ടത്. അപ്പോൾ ഹൈറോഗ്ലിഫിക്സ് ഈ ലിപി ഈജിപ്തിലാണ് രൂപം കൊണ്ടത്. എന്നാൽ
ക്യൂണിഫോം ലിപി ഇത് മെസോപ്പൊട്ടേമിയയിലാണ് രൂപം കൊണ്ടത്. മെസോക്യൂണി ഒന്നോർത്തിരിക്കുക. ക്യൂണിഫോം മെസോപ്പൊട്ടേമിയയിലും ഹൈറോഗ്ലിഫിക്സ് ഈജിപ്തിലുമാണ്. ലോകപ്രസിദ്ധങ്ങളായ പിരമിഡുകൾ ഈ സംസ്കാരത്തിൻ്റെ ശേഷിപ്പുകളാണ്. ഹൈറോഗ്ലിഫിക്സ് ലിപി. എന്താണ് ഹൈറോഗ്ലിഫിക്സ് ലിപി? പുരാതന ഈജിപ്തുകാർ ഉപയോഗിച്ചിരുന്ന ലിപിയാണ് ഹൈറോഗ്ലിഫിക്സ്. ചിഹ്നരൂപവും അക്ഷരരൂപവും കൂട്ടിച്ചേർത്താണ് ഈ ലിപി. തടിയും പാപ്പിറസും ആണ് എഴുതുവാൻ ഉപയോഗിച്ചിരുന്ന പ്രതലം. അപ്പോൾ ക്യൂണിഫോം ലിപി കളിമൺ പ്രതലത്തിലാണ് എഴുതിയിരുന്നത്. ഇത് തടിയിലും പാപ്പിറസ് ചുരുളുകളിലുമാണ് എഴുതിയിരുന്നത്. ഇത് ചിഹ്നങ്ങളും ചിഹ്നരൂപങ്ങളും അക്ഷരരൂപങ്ങളും കൂടിച്ചേർത്തതാണ് ഈ ലിപി. പിരമിഡുകൾ ഈജിപ്തിലെ ഭരണാധികാരികളായിരുന്ന ഫറവോമാരുടെ ശവകുടീരങ്ങളാണ് പിരമിഡുകൾ. അപ്പോൾ ഈജിപ്തിലെ ഭരണാധികാരികൾ അറിയപ്പെടുന്നത് ഫറവോമാർ എന്നാണ്. കുഫു രാജാവ് നിർമ്മിച്ച ഗിസയിലെ പിരമിഡാണ് ഇവയിൽ ഏറ്റവും വലുത്. കുഫു രാജാവ് നിർമ്മിച്ച ഗിസയിലെ പിരമിഡാണ് ഏറ്റവും വലിയ പിരമിഡ്. അടുത്ത് ചൈനീസ് സംസ്കാരം. ഹോയാങ്ഹോ നദീതടത്തിലാണ് ചൈനീസ് സംസ്കാരം നിലനിന്നിരുന്നത്. വെങ്കലയുഗത്തിൽ രൂപപ്പെട്ട ചൈനീസ് ലിപിയാണ് മാറ്റങ്ങളോടെ ഇന്നും ചൈനയിൽ നിലനിൽക്കുന്നത്. വെങ്കല ശില്പങ്ങൾ നിർമ്മിക്കുന്നതിൽ ഇവർ വിദഗ്ധരായിരുന്നു. ഇതൊരു ചൈനീസ് വെങ്കല പ്രതിമയാണ്. അപ്പോൾ ചൈനീസ് സംസ്കാരം ഹോയാങ്ഹോ നദീതടങ്ങളിലാണ് ചൈനീസ് സംസ്കാരം നിലനിന്നിരുന്നത്. വെങ്കല യുഗത്തിൽ രൂപപ്പെട്ട ചൈനീസ് ലിപിയാണ് മാറ്റങ്ങളോടെ ഇന്നും ചൈനയിൽ നിലനിൽക്കുന്നത്. വെങ്കല ശില്പങ്ങൾ നിർമ്മിക്കുന്നതിൽ ഇവർ വിദഗ്ധരായിരുന്നു. അടുത്തായിട്ട് നമ്മൾ നോക്കുന്നത് ഹാരപ്പൻ സംസ്കാരമാണ്. ഹാരപ്പൻ സംസ്കാരം സിന്ധു നദീതടത്തിലാണ് ഹാരപ്പൻ സംസ്കാരം വികാസം പ്രാപിച്ചത്. ഈ പ്രദേശങ്ങൾ ഇന്നത്തെ ഇന്ത്യയിലും പാകിസ്ഥാനിലുമാണ്. ഹാരപ്പയിലെ നഗരാസൂത്രണം മികച്ചതായിരുന്നു. അക്കാലത്തെ തെരുവുകൾ, അഴുക്കുചാലുകൾ, ധാന്യപ്പുരകൾ, കച്ചവട കേന്ദ്രങ്ങൾ, ചുടുകട്ടകൾ കൊണ്ട് നിർമ്മിച്ച ബഹുനില വീടുകൾ എന്നിവ ആധുനിക ലോകത്തെ പോലും അത്ഭുതപ്പെടുത്തുന്നവയാണ്. ഹാരപ്പയിലെ ജനങ്ങൾക്ക് എഴുത്തുവിദ്യ അറിയാമായിരുന്നു. മോഹൻജദാരോ, ഹാരപ്പ, കാലിബംഗൻ, ലോഥൽ തുടങ്ങിയവ സിന്ധു നദീതട സംസ്കാരത്തിലെ പ്രധാന നഗരങ്ങളായിരുന്നു. അപ്പോൾ ഹാരപ്പൻ സംസ്കാരത്തെക്കുറിച്ചാണ് പറഞ്ഞത്. സിന്ധു നദീതടങ്ങളിലാണ് ഹാരപ്പൻ സംസ്കാരം വികാസം പ്രാപിച്ചത്. ഈ പ്രദേശങ്ങൾ ഇന്നത്തെ ഇന്ത്യയിലും പാകിസ്ഥാനിലുമാണ് സ്ഥിതി ചെയ്യുന്നത്. ഹാരപ്പയിലെ ജനങ്ങൾക്ക് എഴുത്തുവിദ്യ അറിയാമായിരുന്നു. മോഹൻജദാരോ, ഹാരപ്പ, കാലിബംഗൻ, ലോഥൽ തുടങ്ങിയവ സിന്ധു നദീതട സംസ്കാരത്തിലെ പ്രധാന നഗരങ്ങളിലാണ്. മഹാസ്നാനഘട്ടം, ഗ്രേറ്റ് ബാത്ത്. ഹാരപ്പൻ സംസ്കാരത്തിൻ്റെ പ്രധാന ശേഷിപ്പുകളിൽ ഒന്നാണ് മഹാസ്നാനഘട്ടം. മോഹൻജദാരോവിലാണ് ഇത് നിലനിന്നിരുന്നത്. അപ്പോൾ മഹാസ്നാനഘട്ടം എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മോഹൻജദാരോവിലായിരുന്നു ഉണ്ടായിരുന്നത്. ഇത് ഹാരപ്പൻ സംസ്കാരത്തിൻ്റെ പ്രധാനപ്പെട്ട ശേഷിപ്പുകളിൽ ഒന്നാണ്. ഇതിൻ്റെ സംഗ്രഹം നോക്കാം. മനുഷ്യൻ പരുക്കൻ കല്ലുകൾ ഉപകരണങ്ങളായി ഉപയോഗിച്ച കാലഘട്ടമായിരുന്നു പ്രാചീന ശിലായുഗം. മിനുസപ്പെടുത്തിയ കല്ലുകൾ ഉപകരണങ്ങളായി ഉപയോഗിച്ച കാലഘട്ടമായിരുന്നു നവീന ശിലായുഗം. നവീന ശിലായുഗ കാലത്ത് കൃഷി, മൃഗപരിപാലനം, സ്ഥിരതാമസം തുടങ്ങിയവ ആരംഭിച്ചു. വെങ്കലയുഗത്തിൽ നദീതട സംസ്കാരങ്ങൾ വികാസം പ്രാപിച്ചു. മെസോപ്പൊട്ടേമിയൻ സംസ്കാരം, ഈജിപ്ഷ്യൻ സംസ്കാരം, ചൈനീസ് സംസ്കാരം, ഹാരപ്പൻ സംസ്കാരം എന്നിവയായിരുന്നു വെങ്കലയുഗത്തിലെ പ്രധാന നദീതട സംസ്കാരങ്ങൾ. ഇനി മൂന്നാമത്തെ പാഠമാണ്. അത് നമ്മുടെ കുടുംബം എന്നൊരു ഭാഗമാണ്. ഇതിലെ പ്രധാനപ്പെട്ട നമുക്ക് PSCക്ക് ആവശ്യമുള്ള സാധനങ്ങൾ ഏതൊക്കെ നോക്കാം. എല്ലാം ഒന്നും നമുക്ക് പ്രധാനപ്പെട്ടല്ല. പിന്നെ നിങ്ങൾ ഈ ക്ലാസ്സിനെ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ എന്ത് തന്നെയായാലും അറിയിക്കുക. വ്യക്തികൾ ചേർന്ന് കുടുംബങ്ങൾ ഉണ്ടാകുന്നു. കുടുംബങ്ങൾ ചേർന്ന് സമുദായങ്ങൾ ഉണ്ടാകുന്നു. സമുദായങ്ങൾ ചേർന്ന് സമൂഹം ഉണ്ടാകുന്നു. കുഞ്ഞുണ്ണി മാഷിൻ്റെ ഒരു കവിത നോക്കാം. ഞാൻ കുഞ്ഞുണ്ണി, എൻ്റെ അമ്മ നാരായണിയമ്മ, അമ്മമ്മ പാറുക്കുട്ടിയമ്മ, അമ്മമ്മയുടെ അമ്മയോ, ഇത്രയേ ഉള്ളൂ എൻ്റെ അറിവിൻ്റെ വലിപ്പം. ഇത് എന്നിലൂടെ എന്ന കുഞ്ഞുണ്ണി മാഷിൻ്റെ കവിതയിലെ വരികളാണ്. ഞാൻ കുഞ്ഞുണ്ണി, എൻ്റെ അമ്മ നാരായണിയമ്മ, അമ്മമ്മ പാറുക്കുട്ടിയമ്മ, അമ്മമ്മയുടെ അമ്മയോ, ഇത്രയേ ഉള്ളൂ എൻ്റെ അറിവിൻ്റെ വലിപ്പം. എന്നിലൂടെ കുഞ്ഞുണ്ണി മാഷ്. അച്ഛനും അമ്മയും മക്കളും, ഇങ്ങനെയുള്ള കുടുംബമാണ് അണുകുടുംബം, ന്യൂക്ലിയർ ഫാമിലി. അച്ഛനും അമ്മയും മക്കളും
അവരുടെ കുടുംബവുമാണുള്ളത്. അങ്ങനെയുള്ള അണുകുടുംബങ്ങൾ ഒന്നിച്ച് താമസിക്കുന്നതാണ് വിസ്തൃത കുടുംബം അഥവാ എക്സ്റ്റൻഡഡ് ഫാമിലി. ചിത്രം 3 കുടുംബം വളരെ വലുതാണ്. 3-4 തലമുറകൾ ആ വീട്ടിൽ ഒരുമിച്ച് താമസിക്കുന്നു. ഇത് കൂട്ടുകുടുംബമാണ്, ജോയിന്റ് ഫാമിലി. അണുകുടുംബം, വിസ്തൃത കുടുംബം, കൂട്ടുകുടുംബം. കുടുംബത്തിൻ്റെ ധർമ്മങ്ങൾ, അടിസ്ഥാന ആവശ്യങ്ങൾ, പെരുമാറ്റശീലങ്ങൾ, സ്നേഹം, വാത്സല്യം, സുരക്ഷിതത്വ ബോധം. സംഗ്രഹം നോക്കാം. സമൂഹത്തിൻ്റെ അടിസ്ഥാന ഘടകമാണ് കുടുംബം. രക്തബന്ധത്തിലൂടെയോ വിവാഹബന്ധത്തിലൂടെയോ ദത്തെടുക്കലിലൂടെയോ ഒരു കുടുംബം രൂപീകരിക്കപ്പെടുന്നു. കുടുംബഘടനയുടെ അടിസ്ഥാനത്തിൽ കുടുംബങ്ങളെ അണുകുടുംബം, വിസ്തൃത കുടുംബം, കൂട്ടുകുടുംബം എന്നിങ്ങനെ തരംതിരിച്ചിട്ടുണ്ട്. സാർവലൗകികത, യൂണിവേഴ്സാലിറ്റി, വൈകാരിക ബന്ധം, പരിമിതമായ വലുപ്പം, ഉത്തരവാദിത്വ ബോധം എന്നിവ കുടുംബത്തിൻ്റെ സവിശേഷതകളാണ്. സുരക്ഷിതത്വം ഉറപ്പുവരുത്തുക, അടിസ്ഥാന ആവശ്യങ്ങൾ നിറവേറ്റുക, സ്നേഹവാത്സല്യങ്ങൾ നൽകുക, നല്ല പെരുമാറ്റശീലങ്ങൾ വളർത്തിയെടുക്കുക തുടങ്ങിയവയാണ് കുടുംബത്തിൻ്റെ ധർമ്മങ്ങൾ. അടുത്ത 4ാമത്തെ പാഠമാണ് കരുതലോടെ ചിലവിടാം. കരുതലോടെ ചിലവിടാം. ഗാന്ധിജിയുടെ ഒരു പ്രശസ്തമായ വാക്ക് നോക്കാം. നമുക്ക് എല്ലാവരുടെയും ആവശ്യങ്ങളെ തൃപ്തിപ്പെടുത്താനുള്ള വിഭവങ്ങളുണ്ട്, എന്നാൽ ഒരാളുടെ പോലും അത്യാഗ്രഹം നിറവേറ്റാനില്ലതാനും. നമുക്ക് എല്ലാവരുടെയും ആവശ്യങ്ങളെ തൃപ്തിപ്പെടുത്താനുള്ള വിഭവങ്ങളുണ്ട്, എന്നാൽ ഒരാളുടേത് പോലും അത്യാഗ്രഹം നിറവേറ്റാനില്ലതാനും. കേന്ദ്ര സർക്കാരും സംസ്ഥാന സർക്കാരും ചെലവുകൾ മുൻകൂട്ടി തീരുമാനിക്കുകയും അതിനുവേണ്ടി പ്രതീക്ഷിക്കുന്ന വരുമാനം കണ്ടെത്തി ബജറ്റിലൂടെ അവതരിപ്പിക്കുകയുമാണ് ചെയ്യുന്നത്. വാർഷിക ബജറ്റുകളാണ് സാധാരണ നിലവിൽ സർക്കാർ അവതരിപ്പിക്കുന്നത്. ഏപ്രിൽ 1 മുതൽ മാർച്ച് 31 വരെയാണ് ഇന്ത്യയിൽ സാമ്പത്തിക വർഷമായി കണക്കാക്കുന്നത്, ഫിനാൻഷ്യൽ ഇയർ. ഒരു സാമ്പത്തിക വർഷത്തേക്കുള്ളതാണ് കേന്ദ്ര ബജറ്റും സംസ്ഥാന ബജറ്റും. ഈ പാഠത്തിൽ നമുക്ക് ആവശ്യമായിട്ടുള്ള അധികം വിവരങ്ങളൊന്നുമില്ല. ഇതിൻ്റെ സംഗ്രഹം നോക്കാം. കുടുംബങ്ങളുടെ ഒരു വരുമാന സ്രോതസ്സാണ് തൊഴിൽ. വരുമാന സ്രോതസ്സുകൾക്ക് വൈവിധ്യം ഉണ്ട്. കുടുംബത്തിൻ്റെ ആവശ്യങ്ങൾ നിറവേറ്റുന്നത് വരുമാനം കൊണ്ടാണ്. ചെലവുകൾ നിയന്ത്രിക്കുന്നത് സാമ്പത്തിക സുരക്ഷിതത്വത്തിന് സഹായകരമാണ്. മിതവ്യയശീലം സാമ്പത്തിക സുരക്ഷിതത്വത്തിന് ഗുണകരമാണ്. എല്ലാ കുടുംബങ്ങളുടെയും വരവ് ചെലവുകൾ ഒരുപോലെയല്ല. കുടുംബങ്ങൾ തമ്മിൽ സാമ്പത്തിക അന്തരം നിലനിൽക്കുന്നു. കേന്ദ്ര സർക്കാർ, സംസ്ഥാന സർക്കാർ, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ, മറ്റു സ്ഥാപനങ്ങൾ, സംഘടനകൾ എന്നിവ ബജറ്റ് അവതരിപ്പിക്കാറുണ്ട്. അടുത്ത പാഠം ഇതാണ്, പ്രപഞ്ചമെന്ന മഹാത്ഭുതം. പ്രപഞ്ചമെന്ന മഹാത്ഭുതം. നിങ്ങളൊരു കുടുംബത്തിലെ അംഗമല്ലേ? അതുപോലെ ഭൂമിയും ഒരു കുടുംബത്തിലെ അംഗമാണ്. ഭൂമി ഉൾപ്പെടുന്ന കുടുംബമാണ് സൗരയൂഥം, സോളാർ സിസ്റ്റം. സൗരയൂഥം. സൗരയൂഥത്തിൻ്റെ ചിത്രം നൽകിയിട്ടുള്ളത് ശ്രദ്ധിക്കൂ. സൗരയൂഥത്തിൻ്റെ കേന്ദ്രത്തിൽ കാണുന്നത് എന്താണ്? സൂര്യനല്ലേ? സൂര്യൻ ഒരു നക്ഷത്രമാണ്. സ്വയം കത്തുന്ന ഭീമാകാരമായ ആകാശ ഗോളങ്ങളാണ് നക്ഷത്രങ്ങൾ. നക്ഷത്രങ്ങൾ വലിയ അളവിൽ താപവും പ്രകാശവും പുറത്തേക്ക് വിടുന്നു. ഇതാണ് സൂര്യൻ, കേന്ദ്രസ്ഥാനം. പിന്നെ ബുധൻ, ശുക്രൻ, ഭൂമി, ചൊവ്വയ്ക്കും വ്യാഴത്തിനിടയ്ക്കിൽ ക്ഷുദ്രഗ്രഹങ്ങൾ. പിന്നെ ശനി, യുറാനസ്, നെപ്റ്റ്യൂൺ. അതിനപ്പുറത്ത് കുള്ളൻ ഗ്രഹങ്ങൾ. ബുധൻ്റെ ഇംഗ്ലീഷ് പേരാണ് മെർക്കുറി. ഭൂമി എർത്ത്, വ്യാഴം ജുപ്പിറ്റർ, യുറാനസ് എന്ന് തന്നെ പറയും, ശുക്രൻ വീനസ്, ചൊവ്വ മാർസ്, ശനി സാറ്റേൺ, നെപ്റ്റ്യൂൺ തന്നെ. അപ്പോൾ ഇംഗ്ലീഷ് വേർഡും മലയാളം വേർഡും ഓർത്തിരിക്കുക. ബുധൻ മെർക്കുറി എന്നാണ്, ഭൂമി എർത്താണ്, വ്യാഴം ജുപ്പിറ്റർ ആണ്, യുറാനസ് തന്നെ, ശുക്രൻ വീനസ് ആണ്, ചൊവ്വ മാർസ്, ശനി സാറ്റേൺ, നെപ്റ്റ്യൂൺ തന്നെ. സ്വയം കറങ്ങുന്നതോടൊപ്പം സൂര്യനെ വലം വയ്ക്കുകയും ചെയ്യുന്ന ഈ ആകാശഗോളങ്ങളാണ് ഗ്രഹങ്ങൾ, പ്ലാനറ്റ്സ്. സ്വയം കറങ്ങുന്നതോടൊപ്പം സൂര്യനെ വലം വയ്ക്കുകയും ചെയ്യുന്ന ഈ ആകാശഗോളങ്ങളാണ് ഗ്രഹങ്ങൾ അഥവാ പ്ലാനറ്റ്സ്. സൂര്യന് ചുറ്റുമുള്ള ഗ്രഹങ്ങളുടെ സഞ്ചാരപാതയാണ് ഭ്രമണപഥം അഥവാ ഓർബിറ്റ്. സൂര്യന് ചുറ്റുമുള്ള ഗ്രഹങ്ങളുടെ സഞ്ചാരപാതയാണ് ഭ്രമണപഥം അഥവാ ഓർബിറ്റ്. ഗ്രഹങ്ങളെ വലം വയ്ക്കുന്ന ഗോളങ്ങളാണ് ഉപഗ്രഹങ്ങൾ, സാറ്റലൈറ്റ്.
ഗ്രഹങ്ങളെ വലം വയ്ക്കുന്ന ഗോളങ്ങളാണ് ഉപഗ്രഹങ്ങൾ അഥവാ സാറ്റലൈറ്റ്. ഭൂമിയുടെ ഒരു ഉപഗ്രഹം ചന്ദ്രനാണ്, മൂൺ. ചന്ദ്രൻ ഭൂമിയുടെ ഒരു ഉപഗ്രഹമാണ്. നിക്കോളാസ് കോപ്പർനിക്കസ് 1473 മുതൽ 1543 AD വരെ. പോളണ്ടുകാരനായ ഭൗമശാസ്ത്രജ്ഞനും വാനശാസ്ത്രജ്ഞനുമായിരുന്നു കോപ്പർനിക്കസ്. സൗരയൂഥത്തിൻ്റെ കേന്ദ്രം ഭൂമിയാണെന്നായിരുന്നു പണ്ടുള്ള വിശ്വാസം. കോപ്പർനിക്കസ് ഈ വിശ്വാസത്തെ ചോദ്യം ചെയ്തു. സൗരയൂഥത്തിൻ്റെ കേന്ദ്രം സൂര്യനാണെന്ന് അദ്ദേഹം ലോകത്തോട് വിളിച്ചു പറഞ്ഞു. അപ്പോൾ സൗരയൂഥത്തിൻ്റെ കേന്ദ്രം സൂര്യനാണെന്ന് ആദ്യമായിട്ട് പറഞ്ഞ ആളാണ് കോപ്പർനിക്കസ്. അദ്ദേഹം ഒരു പോളണ്ടുകാരനായ ഭൗമശാസ്ത്രജ്ഞനും വാനശാസ്ത്രജ്ഞനുമായിരുന്നു. ഇനി സൗരയൂഥത്തിലെ ഗ്രഹങ്ങളെക്കുറിച്ച് നോക്കാം. നെപ്റ്റ്യൂൺ. ആദ്യം നോക്കുന്നത് നെപ്റ്റ്യൂൺ. 1 ഡസനിലധികം ഉപഗ്രഹങ്ങളുണ്ട്. സൂര്യനെ വലം വയ്ക്കാൻ 164 വർഷങ്ങൾ വേണം. നമ്മുടെ 164 വർഷങ്ങൾ വേണം സൂര്യനെ ഒരു വട്ടം വലം വയ്ക്കാൻ വേണ്ടി. അടുത്ത യുറാനസ് ആണ്. 25ലധികം ഉപഗ്രഹങ്ങൾ. യുറാനസിന് 25ലധികം ഉപഗ്രഹങ്ങളുണ്ട്. സൂര്യനെ വലം വയ്ക്കാൻ 84 വർഷം വേണം. യുറാനസിന് സൂര്യനെ വലം വയ്ക്കാൻ 84 വർഷങ്ങൾ വേണം. അടുത്ത ശനി. ചുറ്റും വലയങ്ങളുള്ള ഈ ഗ്രഹം ശനിയാണ്. 30ലധികം ഉപഗ്രഹങ്ങളുണ്ട്. ശനിക്ക് 30ലധികം ഉപഗ്രഹങ്ങളുണ്ട്. അടുത്തത് വ്യാഴമാണ്. വ്യാഴം ഏറ്റവും വലിയ ഗ്രഹമാണ് വ്യാഴം. 60ലധികം ഉപഗ്രഹങ്ങളുണ്ട്. സൂര്യനെ വലം വയ്ക്കാൻ 12 വർഷം വേണം. അപ്പോൾ വ്യാഴമാണ് ഏറ്റവും വലിയ ഗ്രഹം. 60ലധികം ഉപഗ്രഹങ്ങൾ വ്യാഴത്തിനുണ്ട്. സൂര്യനെ വലം വയ്ക്കാൻ 12 വർഷം വേണം. അടുത്തത് ബുധൻ. ബുധന് ഉപഗ്രഹങ്ങളില്ല. ഏറ്റവും ചെറിയ ഗ്രഹമാണ് ബുധൻ. അപ്പോൾ സൗരയൂഥത്തിലെ ഏറ്റവും വലിയ ഗ്രഹം വ്യാഴവും ഏറ്റവും ചെറിയ ഗ്രഹം ബുധനുമാണ്. ബുധന് ഉപഗ്രഹങ്ങളൊന്നുമില്ല. അടുത്ത ശുക്രൻ. ഏറ്റവും തിളക്കമുള്ള ഗ്രഹം, ഏറ്റവും ചൂടുള്ള ഗ്രഹം. ഉപഗ്രഹങ്ങളില്ല. ഏറ്റവും തിളക്കമുള്ള ഗ്രഹവും ഏറ്റവും ചൂടുള്ള ഗ്രഹവും ശുക്രനാണ്. സൂര്യൻ. സൗരയൂഥത്തിലെ ഒരേയൊരു നക്ഷത്രം സൂര്യനാണ്. ഭൂമി. ബഹിരാകാശത്ത് നിന്ന് നോക്കുമ്പോൾ നീല നിറമാണ് ഭൂമിക്ക്. ജീവൻ നിലനിൽക്കുന്നതായി കണ്ടെത്തിയിട്ടുള്ള ഏക ഗ്രഹമാണ് ഭൂമിയാണ്. ഒരു ഉപഗ്രഹമാണ് ചന്ദ്രൻ. ഭൂമിയുടെ ഒരേ ഒരു ഉപഗ്രഹമാണ് ചന്ദ്രൻ. അടുത്ത ചൊവ്വയ്ക്ക് 2 ഉപഗ്രഹങ്ങളുണ്ട്. പണ്ട് ജലം ഒഴുകിയിരുന്നതിൻ്റെ സൂചനകൾ കണ്ടെത്തിയിട്ടുണ്ട്. ചൊവ്വയ്ക്ക് 2 ഉപഗ്രഹങ്ങളുണ്ട്. ഗലീലിയോ ഗലീലി 1564 മുതൽ 1642 AD വരെ. 1564 മുതൽ 1642 വരെ. ഇറ്റലിക്കാരനായ ഊർജ്ജതന്ത്രജ്ഞൻ, വാനനിരീക്ഷകൻ, ഗണിതശാസ്ത്രജ്ഞൻ, തത്വചിന്തകൻ. സ്വയം നിർമ്മിച്ച ദൂരദർശിനി ഉപയോഗിച്ച് വാനനിരീക്ഷണത്തിന് തുടക്കമിട്ടത് ഇദ്ദേഹമാണ്. ഇദ്ദേഹം സ്വയം നിർമ്മിച്ച ടെലസ്കോപ്പ് അഥവാ ദൂരദർശിനി ഉപയോഗിച്ച് വാനനിരീക്ഷണത്തിന് തുടക്കമിട്ടു. അങ്ങനെ അദ്ദേഹം വ്യാഴത്തിൻ്റെ 4 ഉപഗ്രഹങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട്. വ്യാഴത്തിൻ്റെ 4 ഉപഗ്രഹങ്ങൾ കണ്ടെത്തിയത് ഗലീലിയോ ഗലീലിയാണ്. അദ്ദേഹമാണ് സ്വയം നിർമ്മിച്ച ദൂരദർശിനി ഉപയോഗിച്ച് വാനനിരീക്ഷണത്തിന് തുടക്കമിട്ടത്. സൗരയൂഥത്തിൽ വേറെയുള്ളത് ക്ഷുദ്രഗ്രഹങ്ങൾ, ക്ഷുദ്രഗ്രഹങ്ങൾ അഥവാ അസ്ട്രോയിഡ്സ്, കുള്ളൻ ഗ്രഹങ്ങൾ, ഡ്വാർഫ് പ്ലാനറ്റ്സും അസ്ട്രോയിഡ്സും സൗരയൂഥത്തിലുണ്ട്. ചൊവ്വയുടെയും വ്യാഴത്തിൻ്റെയും ഇടയിലായി സൂര്യനെ വലം വയ്ക്കുന്ന പാറക്കഷ്ണങ്ങളാണ് ക്ഷുദ്രഗ്രഹങ്ങൾ അഥവാ ആസ്ട്രോയിഡ്സ്. അപൂർവമായി ഇവയിൽ ചിലത് ഭൂമിയിലേക്ക് വന്ന് ഭൂമിക്ക് തന്നെ ഭീഷണിയാകാറുണ്ട്. അപ്പോൾ ചൊവ്വയുടെയും വ്യാഴത്തിൻ്റെയും ഇടയിലായി സൂര്യനെ വലം വയ്ക്കുന്ന പാറക്കഷ്ണങ്ങളാണ് ക്ഷുദ്രഗ്രഹങ്ങൾ അഥവാ ആസ്ട്രോയിഡ്സ്. സൗരയൂഥത്തിൽ ശയനപ്രദക്ഷിണം നടത്തുന്ന ഒരു ഗ്രഹമുണ്ട്. ഇതാണ് യുറാനസ്. മറ്റ് ഗ്രഹങ്ങൾ പമ്പരം പോലെയാണ് സ്വയം കറങ്ങുന്നതെങ്കിൽ യുറാനസ് വാഹനങ്ങളുടെ ചക്രം പോലെയാണ് കറങ്ങുന്നത്. അപ്പോൾ സൗരയൂഥത്തിൽ ശയനപ്രദക്ഷിണം നടത്തുന്ന ഒരു ഗ്രഹമുണ്ട്. ഇതാണ് യുറാനസ്. മറ്റ് ഗ്രഹങ്ങൾ പമ്പരം പോലെയാണ് സ്വയം കറങ്ങുന്നതെങ്കിൽ യുറാനസ് വാഹനങ്ങളുടെ ചക്രം പോലെയാണ് കറങ്ങുന്നത്. പിന്നെ ശുക്രനിലെ ഒരു പ്രത്യേകതയാണ്, അവിടെ സൂര്യോദയം പടിഞ്ഞാറാണ്. ശുക്രനിൽ സൂര്യൻ ഉദിക്കുന്നത്
പടിഞ്ഞാറ് ഭാഗത്താണ്. ചന്ദ്രനിൽ പകലും നക്ഷത്രങ്ങളെ കാണാം. ചന്ദ്രനിൽ നിന്ന് നോക്കിയാൽ പകലും നക്ഷത്രങ്ങളെ കാണാം. ഒരു ആകാശഗോളം ഗ്രഹമായി പരിഗണിക്കപ്പെടണമെങ്കിൽ അതിന് ഗോളാകൃതി ഉണ്ടാവണം. അവ സൂര്യനെ വലം വെക്കണം. അവയ്ക്ക് തനതായതും തടസ്സങ്ങളില്ലാത്തതുമായ ഭ്രമണപഥം വേണം. ഇന്റർനാഷണൽ ആസ്ട്രോണമിക്കൽ യൂണിറ്റ് IAU ഈ നിബന്ധനകൾ പാലിക്കാത്തവയാണ് കുള്ളൻ ഗ്രഹങ്ങൾ, ഡ്വാർഫ് പ്ലാനറ്റ്സ്. അപ്പോൾ ഒരു ആകാശഗോളം ഗ്രഹമായി പരിഗണിക്കണമെങ്കിൽ അതിന് ഗോളാകൃതി ഉണ്ടായിരിക്കണം. അവ സൂര്യനെ വലം വെക്കണം. അവയ്ക്ക് തനതായതും തടസ്സങ്ങളില്ലാത്തതുമായ ഭ്രമണപഥം വേണം. പുറത്താക്കപ്പെട്ട പ്ലൂട്ടോ. പ്ലൂട്ടോ ആദ്യം ഒരു ഗ്രഹമായിരുന്നു, ഇപ്പോൾ ഒരു ഗ്രഹമല്ല. ഈ അടുത്ത കാലം വരെ പ്ലൂട്ടോയെ ഗ്രഹമായി പരിഗണിച്ചിരുന്നു. എന്നാൽ ഇന്റർനാഷണൽ ആസ്ട്രോണമിക്കൽ യൂണിയൻ IAU 2006 ആഗസ്റ്റിൽ പ്ലൂട്ടോയുടെ ഗ്രഹപദവി നീക്കി. ഇതിനെ കുള്ളൻ ഗ്രഹവുമായി പ്രഖ്യാപിച്ചു. നെപ്റ്റ്യൂണിൻ്റെ ഭ്രമണപഥം മുറിച്ചു കടക്കുന്നതുകൊണ്ടും സ്വന്തം ഉപഗ്രഹമായ ഷാരണിനെ ചുറ്റുന്നതുകൊണ്ടുമാണ് ഇത്തരമൊരു തീരുമാനമെടുത്തത്. അപ്പോൾ ഇന്റർനാഷണൽ ആസ്ട്രോണമിക്കൽ യൂണിയൻ 2006 ആഗസ്റ്റിൽ പ്ലൂട്ടോയുടെ ഗ്രഹപദവി നീക്കി. ഇതിനെ കുള്ളൻ ഗ്രഹമായി പ്രഖ്യാപിച്ചു. നെപ്റ്റ്യൂണിൻ്റെ ഭ്രമണപഥം മുറിച്ചു കടക്കുന്നതുകൊണ്ടും സ്വന്തം ഉപഗ്രഹമായ ഷാരണിനെ ചുറ്റുന്നതുകൊണ്ടുമാണ് ഇത്തരമൊരു തീരുമാനമെടുത്തത്. സൗരയൂഥത്തിലെ വിരുന്നുകാർ. സൗരയൂഥത്തിലെ വിരുന്നുകാർ. സൗരയൂഥത്തിൽ അപൂർവമായി എത്തുന്ന വിരുന്നുകാരാണ് വാൽ നക്ഷത്രങ്ങൾ, കോമറ്റ്സ്. വാൽ നക്ഷത്രങ്ങളാണ് കോമറ്റ്സ്. പേര് സൂചിപ്പിക്കുന്ന പോലെ ഇവ നക്ഷത്രങ്ങളല്ല കേട്ടോ, അശുദ്ധ ഹിമപദാർത്ഥങ്ങളാണിവ. അശുദ്ധ ഹിമപദാർത്ഥങ്ങൾ. സൂര്യനോടടുക്കുമ്പോൾ രൂപം കൊള്ളുന്ന ഇവയുടെ വാൽ സൂര്യപ്രകാശമേറ്റ് തിളങ്ങുന്നു. സൂര്യനെ ചുറ്റുന്നവയാണെങ്കിലും ഇവ വളരെ അപൂർവമായി മാത്രമേ സൂര്യനോടടുത്ത് വരാറുള്ളൂ. സൂര്യനോട് അടുക്കുന്തോറും ഇവയുടെ വാലിന് നീളവും ശോഭയും ഏറും. 2013 ഒടുവിലെത്തിയ ഐസൺ വാൽ നക്ഷത്രത്തെ ഓർക്കുന്നുണ്ടോ? സൂര്യനിലേക്ക് പാഞ്ഞ ഐസൺ ഇനി ഒരിക്കലും തിരിച്ചു വരില്ല. ഉൽക്കകൾ, മെട്രോയിഡ്സ്. ഉൽക്കകൾ എന്നാൽ മെട്രോയിഡ്സ്. തെളിഞ്ഞ ആകാശമുള്ള രാത്രികൾ അതിവേഗം ആകാശത്തുകൂടി മിന്നിമറയുന്ന പ്രകാശം കണ്ടിട്ടുണ്ടോ? മറ്റൊരാൾക്ക് ചൂണ്ടിക്കാണിച്ചു കൊടുക്കാൻ കഴിയുന്നതിന് മുമ്പ് ഇവ അണഞ്ഞു പോകാറുണ്ട്. ഇവയാണ് ഉൽക്കകൾ. ബഹിരാകാശത്തു നിന്നും ഭൂമിയുടെ അന്തരീക്ഷത്തിലേക്ക് കടക്കുന്ന പല വലിപ്പത്തിലുള്ള പാറ കഷ്ണങ്ങളാണ് ഉൽക്കകൾ, മെട്രോയിഡ്സ്. ബഹിരാകാശത്തു നിന്നും ഭൂമിയുടെ അന്തരീക്ഷത്തിലേക്ക് കടക്കുന്ന പല വലിപ്പത്തിലുള്ള പാറ കഷ്ണങ്ങളാണ് ഉൽക്കകൾ അഥവാ മെട്രോയിഡ്സ്. അന്തരീക്ഷത്തിലേക്ക് കടക്കുമ്പോൾ വായുവുമായി ഉരഞ്ഞ് ഇവ കത്തും. അതാണ് നമ്മൾ ആകാശത്ത് കാണുന്ന ആ മിന്നിമറയുന്ന പ്രകാശം. കത്തിത്തീരാതെ ഭൂമിയിലേക്ക് വീഴുന്ന ഉൽക്കകളുടെ അവശിഷ്ടങ്ങളാണ് ഉൽക്കാശിലകൾ, മെറ്റോറൈറ്റ്സ്. മെറ്റോറൈറ്റ്സ് ഉൽക്കാശിലകൾ. ആഫ്രിക്കയിലെ നമീബയിൽ പതിച്ച ഉൽക്കാശില. ഇത് ആഫ്രിക്കയിലെ നമീബയിൽ പതിച്ച ഒരു ഉൽക്കാശിലയാണ്. റഷ്യയിലെ ചിങ്ക നദിക്കരയിൽ പതിച്ച ഉൽക്കാശില. ഇത് റഷ്യയിലെ ചിങ്ക നദിക്കരയിൽ പതിച്ച ഒരു ഉൽക്കാശിലയാണ്. ഭൂമി നമ്മുടെ ജീവഗ്രഹം. സൗരയൂഥത്തിൽ ജീവൻ നിലനിൽക്കുന്നതായി ഇതുവരെ കണ്ടെത്തിയിട്ടുള്ള ഏക ഗ്രഹമാണ് ഭൂമി. ഉപരിതലത്തിൽ ജലത്തിൻ്റെ വിസ്തൃതമായ ശേഖരമുള്ളത് ഭൂമിയിൽ മാത്രമാണ്. ഭൂമിയുടെ ഉപരിതലത്തിൻ്റെ 2/3 ഭാഗവും ജലമായതിനാൽ ബഹിരാകാശത്ത് നിന്ന് നോക്കുമ്പോൾ ഇളം നീല നിറത്തിലാണ് ഭൂമി കാണപ്പെടുന്നത്. വായുവും വെള്ളവും മണ്ണും ജീവജാലങ്ങളും കൊണ്ട് സമ്പന്നമായ പ്രകൃതിയുടെ ഈ വൈവിധ്യം സംരക്ഷിക്കേണ്ടത് നാം ഓരോരുത്തരുടെയും കടമയാണ്. നക്ഷത്രങ്ങളുടെ ലോകം. ഭൂമിയോട് ഏറ്റവും അടുത്ത് സ്ഥിതി ചെയ്യുന്ന നക്ഷത്രമാണ് സൂര്യൻ. സൂര്യൻ അസ്തമിക്കുന്നതോടെ മറ്റ് ഗ്രഹങ്ങൾ ഓരോന്നായി തെളിഞ്ഞു കാണാൻ തുടങ്ങും. ഇരുട്ടുംതോറും എണ്ണിയാലൊടുങ്ങാത്തത്ര നക്ഷത്രങ്ങളെ കാണാം. കോടിക്കണക്കിന് നക്ഷത്രങ്ങൾ അടങ്ങുന്നതാണ് ഒരു ഗാലക്സി. കോടിക്കണക്കിന് നക്ഷത്രങ്ങൾ അടങ്ങുന്നതാണ് ഒരു ഗാലക്സി. സൗരയൂഥം ഉൾപ്പെടുന്ന ഗാലക്സിയാണ് ക്ഷീരപഥം അഥവാ മിൽക്കി വേ. ആകാശഗംഗ എന്നും ഇതിനെ വിളിക്കാറുണ്ട്. ഇതിൽ ഏതാണ്ട് 10,000 കോടിയോളം നക്ഷത്രങ്ങളുണ്ട്. അപ്പോൾ സൗരയൂഥം ഉൾപ്പെടുന്ന ഗാലക്സിയാണ് ക്ഷീരപഥം അഥവാ മിൽക്കി വേ. ആകാശഗംഗ എന്നും ഇതിനെ വിളിക്കാറുണ്ട്. ഇതിൽ ഏകദേശം 10,000 കോടിയോളം നക്ഷത്രങ്ങളുണ്ട്. ഇതാണ് ക്ഷീരപഥം. പ്രപഞ്ചം. കോടിക്കണക്കിന് ഗാലക്സികൾ ഉൾപ്പെടുന്നതാണ് പ്രപഞ്ചം അഥവാ യൂണിവേഴ്സ്. കോടിക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് പ്രപഞ്ചം തീരെ ചെറിയ ഒരു ബിന്ദുവായിരുന്നത്രേ. വലിയൊരു പൊട്ടിത്തെറിയിലൂടെയാണ് പ്രപഞ്ചം ഇന്ന് കാണുന്ന രൂപത്തിലേക്ക് വികസിച്ചതെന്ന് കരുതപ്പെടുന്നു. പ്രപഞ്ചത്തിലെ ഏകദേശം 10,000 കോടി ഗാലക്സികളിൽ ഒന്നായ
ആകാശഗംഗയിലെ കോടിക്കണക്കിന് നക്ഷത്രങ്ങളിലൊന്നായ സൂര്യൻ്റെ 8 ഗ്രഹങ്ങളിലൊന്നായ ഭൂമിയിലെ ഇന്ത്യ എന്ന രാജ്യത്തിലെ കേരളമെന്ന ചെറിയ സംസ്ഥാനത്തിലെ സുന്ദരമായ എൻ്റെ നാട്ടിലെ മനുഷ്യൻ എത്ര ചെറുതാണ്? ഇതിൻ്റെ സംഗ്രഹം നോക്കാം. കോടിക്കണക്കിന് ഗാലക്സികൾ ഉൾപ്പെടുന്നതാണ് പ്രപഞ്ചം. കോടിക്കണക്കിന് നക്ഷത്രങ്ങളുടെ കൂട്ടങ്ങളാണ് ഗാലക്സികൾ. സൗരയൂഥം അടങ്ങുന്ന ഗാലക്സിയാണ് ക്ഷീരപഥം. സൂര്യനും ഗ്രഹങ്ങളും ഉപഗ്രഹങ്ങളും ഉൾപ്പെടുന്നതാണ് സൗരയൂഥം. സൂര്യനാണ് സൗരയൂഥത്തിൻ്റെ കേന്ദ്രം. ക്ഷുദ്രഗ്രഹങ്ങൾ, കുള്ളൻ ഗ്രഹങ്ങൾ, വാൽ നക്ഷത്രങ്ങൾ എന്നിവയും സൗരയൂഥത്തിൻ്റെ ഭാഗമാണ്. ഭൂമി സൗരയൂഥത്തിലെ അംഗമാണ്. ജീവൻ നിലനിൽക്കുന്നതായി കണ്ടെത്തിയിട്ടുള്ള ഏക ഗ്രഹമാണ് ഭൂമി. അതിവിസ്തൃതമായ പ്രപഞ്ചത്തിലെ ഒരു ചെറു നക്ഷത്രമായ സൂര്യനെ ചുറ്റുന്ന ഭൂമി എന്ന ഗ്രഹത്തിലെ ലക്ഷോപലക്ഷം ജീവജാലങ്ങളിൽ ഒന്നാണ് മനുഷ്യൻ. ഇനി നമ്മൾ നോക്കുന്ന 6ാമത്തെ പാഠമാണ്. ഇത് വൻകരകളും സമുദ്രങ്ങളും. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോയിൻ്റാണ് വൻകരകളും സമുദ്രങ്ങളും. ഇതിൽ നിന്ന് ഇടയ്ക്കിടയ്ക്ക് ചോദ്യങ്ങൾ ചോദിക്കാറുണ്ട്, അപ്പോൾ ഓർത്തിരിക്കുക. വൻകരകളും സമുദ്രങ്ങളും. ഭൂപടത്തിൽ കൂടുതൽ ഭാഗവും ഏത് നിറത്തിലാണ് ചിത്രീകരിച്ചിരിക്കുന്നത്? നീല. ഈ നിറം എന്തിനു സൂചിപ്പിക്കുന്നു? സമുദ്രത്തെ. ഈ വിശാലമായ ജലഭാഗങ്ങളെ സമുദ്രങ്ങൾ എന്ന് വിളിക്കുന്നു. ഭൂമിയുടെ ഉപരിതലത്തിൻ്റെ ഏകദേശം 2/3 ഭാഗം സമുദ്രങ്ങളാണ്. ഇനി വൻകരകൾ ഏതെല്ലാമാണെന്ന് നോക്കാം. 7 വൻകരകൾ. ഏഷ്യ, ആഫ്രിക്ക, വടക്കേ അമേരിക്ക, തെക്കേ അമേരിക്ക, അന്റാർട്ടിക്ക, യൂറോപ്പ്, ഓസ്ട്രേലിയ. ഇതാണ് നമ്മുടെ 7 വൻകരകൾ. ഏഷ്യ, ആഫ്രിക്ക, വടക്കേ അമേരിക്ക, തെക്കേ അമേരിക്ക, അന്റാർട്ടിക്ക, യൂറോപ്പ്, ഓസ്ട്രേലിയ. ഇനി ഓരോ വൻകരയുടെയും സവിശേഷതകൾ പരിശോധിക്കാം. അത് നമ്മൾ നോക്കുന്നത് ഏഷ്യയാണ്. നമ്മുടെ ഇന്ത്യ ഉൾപ്പെടുന്ന ഏഷ്യ. ഇതാണ് ഏഷ്യ. ഈ പച്ച നിറത്തിൽ കാണിച്ചിരിക്കുന്നതാണ് ഏഷ്യ. ഇവിടെ ഇന്ത്യ ഉണ്ട്. ഏറ്റവും വലിയ വൻകര ഏഷ്യയാണ്. ഭൂമിയിലെ ഏറ്റവും വലിയ വൻകര ഏഷ്യയാണ്. ഇന്ത്യൻ മഹാസമുദ്രത്തിന് വടക്കായി സ്ഥിതി ചെയ്യുന്നു. ഇന്ത്യൻ മഹാസമുദ്രത്തിന് വടക്കായിട്ടാണ് ഏഷ്യ സ്ഥിതി ചെയ്യുന്നത്. ഇവിടെയാണ് ഇന്ത്യൻ മഹാസമുദ്രം. ലോകത്തിൽ ഏറ്റവും കൂടുതൽ ജനങ്ങൾ താമസിക്കുന്നു. ലോകത്തിൽ ഏറ്റവും കൂടുതൽ ആളുകൾ താമസിക്കുന്ന വൻകര ഏഷ്യയാണ്. നമ്മുടെ രാജ്യമായ ഇന്ത്യ ഈ വൻകരയുടെ ഭാഗമാണ്. ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയായ എവറസ്റ്റ് ഇവിടെയാണ്. ഇതാണ് എവറസ്റ്റ് കൊടുമുടി. ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയായ എവറസ്റ്റ് കൊടുമുടി ഏഷ്യ വൻകരയിലാണ്. ധാരാളം മഴ ലഭിക്കുന്ന പ്രദേശങ്ങൾ. മഴ തീരെ കുറവായ പ്രദേശങ്ങൾ. വർഷം മുഴുവൻ മഞ്ഞു മൂടിക്കിടക്കുന്ന പ്രദേശങ്ങൾ. വളരെ ചൂട് കൂടിയ പ്രദേശങ്ങൾ. മിതമായ ചൂടും തണുപ്പുമുള്ള പ്രദേശങ്ങൾ എന്നിങ്ങനെ ഒട്ടനവധി വൈവിധ്യങ്ങൾ ഈ വൻകരയിൽ കാണാം. അപ്പോൾ ഏഷ്യ വൻകരയുടെ പ്രത്യേകത എന്ന് പറഞ്ഞത് ധാരാളം മഴ ലഭിക്കുന്ന പ്രദേശങ്ങൾ, മഴ തീരെ കുറവായ പ്രദേശങ്ങൾ, വർഷം മുഴുവൻ മഞ്ഞു മൂടിക്കിടക്കുന്ന പ്രദേശങ്ങൾ, വളരെ ചൂട് കൂടിയ പ്രദേശങ്ങൾ, മിതമായ ചൂടും തണുപ്പുമുള്ള പ്രദേശങ്ങൾ എന്നിങ്ങനെ ഒട്ടനവധി വൈവിധ്യങ്ങൾ ഈ വൻകരയിൽ കാണാം. ചൈനയൊക്കെ ഏഷ്യയിലാണ്. ഇത് ചൈനയിലൊരു നെൽകൃഷിയുടെ ചിത്രമാണ്. സിന്ധു നദിയാണിത്. നെല്ല്, ഗോതമ്പ്, ചോളം തുടങ്ങി വിവിധതരം വിളകൾ കൃഷി ചെയ്യുന്നു. നെല്ല്, ഗോതമ്പ്, ചോളം. ലോകത്ത് ഏറ്റവും കൂടുതൽ നെല്ല് ഉൽപ്പാദിപ്പിക്കുന്നത് ഏഷ്യയിലാണ്. ലോകത്തിൽ ഏറ്റവും കൂടുതൽ നെല്ല് ഉൽപ്പാദിപ്പിക്കുന്നത് ഏഷ്യയിലാണ്. തലയുയർത്തി ഹിമാലയം. ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ പർവ്വത നിരയാണ് ഹിമാലയം. ഏഷ്യ വൻകരയിൽ ഇന്ത്യക്ക് വടക്കായി സ്ഥിതി ചെയ്യുന്ന ഈ പർവ്വതനിര ഇന്ത്യയുടെ കാലാവസ്ഥയിലും സംസ്കാരത്തിലും ഏറെ സ്വാധീനം ചെലുത്തുന്നു. ലോകത്തിലെ ഏറ്റവും ഉയരമുള്ള കൊടുമുടിയായ നേപ്പാളിലെ മൗണ്ട് എവറസ്റ്റ് ഉൾപ്പെടെ നിരവധി കൊടുമുടികൾ ഉൾക്കൊള്ളുന്ന ഈ പർവ്വതനിരകളിൽ പല ഭാഗങ്ങളിലും സ്ഥിരമായി മഞ്ഞ് മൂടിക്കിടക്കുന്നതിനാലാണ് ഇതിന് ഹിമാലയം എന്ന പേര് വന്നത്. ഹിമാലയം എന്നാൽ ഒരു പർവ്വത നിരയാണ്. നിരവധി കൊടുമുടികൾ ഇവിടെയുണ്ട്. ലോകത്തിലെ ഏറ്റവും ഉയരമുള്ള കൊടുമുടിയായ മൗണ്ട് എവറസ്റ്റ് ഹിമാലയത്തിലാണ്. അപ്പോൾ ലോകത്തിലെ ഏറ്റവും വലിയ പർവ്വത നിരയാണ് ഹിമാലയം. ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ ഏറ്റവും ഉയരമുള്ള കൊടുമുടി എവറസ്റ്റ് ആണ്. നേപ്പാളിലാണ് മൗണ്ട് എവറസ്റ്റ്. ഇനി അടുത്ത് നോക്കുന്നത് ആഫ്രിക്കയാണ്. ഇതാണ് ആഫ്രിക്ക.
ആഫ്രിക്കയ്ക്ക് വലുപ്പത്തിൽ 2ാം സ്ഥാനമാണുള്ളത്. ലോകത്തെ വൻകരകളിൽ ആഫ്രിക്കയുടെ സ്ഥാനം 2ാം സ്ഥാനമാണ്. വൻകരകളിൽ വലുപ്പത്തിൻ്റെ സ്ഥാനത്തിൽ ആഫ്രിക്കയ്ക്ക് 2ാം സ്ഥാനമാണ്. ഇന്ത്യൻ മഹാസമുദ്രത്തിനും അറ്റ്ലാന്റിക് സമുദ്രത്തിനും ഇടയിലായി സ്ഥിതി ചെയ്യുന്നു. ആഫ്രിക്ക ഇന്ത്യൻ മഹാസമുദ്രത്തിനും അറ്റ്ലാന്റിക് സമുദ്രത്തിനിടയിലുമായിട്ടാണ് സ്ഥിതി ചെയ്യുന്നത്. ഇവിടെയായിട്ടാണ് ഇന്ത്യ വരുന്നത്. ജനവാസത്തിൽ 2ാം സ്ഥാനം. ജനവാസത്തിൽ 1ാം സ്ഥാനം ഏഷ്യയ്ക്കും 2ാം സ്ഥാനം ആഫ്രിക്കയ്ക്കുമാണ്. കൂടുതൽ പ്രദേശങ്ങളും മരുഭൂമിയാണ്. അതുകൊണ്ട് കൃഷി വളരെ കുറവാണ്. ആഫ്രിക്കയിൽ ഏറ്റവും കൂടുതൽ പ്രദേശത്തും മരുഭൂമിയാണ്. അതുകൊണ്ട് കൃഷി വളരെ കുറവാണ്. ഇത് ആഫ്രിക്കയിലെ ഒരു ഗോത്രവർഗ്ഗക്കാരാണ്. ഇത് ആഫ്രിക്കനാണ്. ലോകത്തിലെ ഏറ്റവും വലിയ മരുഭൂമിയായ സഹാറ ഇവിടെയാണ്. ലോകത്തിലെ ഏറ്റവും വലിയ പർവ്വതനിര ഹിമാലയം ഏഷ്യയിലാണ്. ലോകത്തിലെ ഏറ്റവും വലിയ മരുഭൂമിയായ സഹാറ ആഫ്രിക്കയിലാണ്. ലോകത്തിലെ ഏറ്റവും നീളം കൂടിയ നദിയായ നൈൽ ഈ വൻകരയിലൂടെ ഒഴുകുന്നു. ലോകത്തിലെ ഏറ്റവും നീളം കൂടിയ നദിയായ നൈൽ ആഫ്രിക്കയിൽ കൂടിയാണ് ഒഴുകുന്നത്. അപ്പോൾ ലോകത്തിലെ ഏറ്റവും വലിയ മരുഭൂമി സഹാറ ഇവിടെയാണ്. ലോകത്തിലെ ഏറ്റവും നീളം കൂടിയ നദിയായ നൈൽ ഈ വൻകരയിൽ തന്നെയാണ്. ലോകത്ത് ഏറ്റവും കൂടുതൽ വന്യജീവി സമ്പത്തുള്ള നിബിഡ വനങ്ങൾ ഈ വൻകരയിൽ കാണാം. ഒന്നാമനായി നൈൽ. ആഫ്രിക്കയുടെ വടക്ക് കിഴക്ക് ഭാഗത്തുകൂടി ഒഴുകുന്ന നൈലാണ് ലോകത്തിലെ ഏറ്റവും നീളം കൂടിയ നദി. ഏകദേശം 6850 കിലോമീറ്റർ നീളമുള്ള ഈ നദിയെ അന്താരാഷ്ട്ര നദി, ഇൻ്റർനാഷണൽ റിവർ എന്ന് വിശേഷിപ്പിക്കാറുണ്ട്. കാരണം ഈ നദി ആഫ്രിക്ക വൻകരയിലെ 11 രാജ്യങ്ങളിലൂടെ ഒഴുകുന്നു. ഈജിപ്ത്, സുഡാൻ എന്നീ രാജ്യങ്ങളുടെ ജീവനാഡിയായി നൈൽ നദിയെ വിശേഷിപ്പിക്കാറുണ്ട്. ആഫ്രിക്കയുടെ വടക്കിഴക്ക് ഭാഗത്തുകൂടിയാണ് നൈൽ ഒഴുകുന്നത്. ലോകത്തിലെ ഏറ്റവും നീളം കൂടിയ നദിയാണ് നൈൽ. ഏകദേശം 6850 കിലോമീറ്റർ നീളമുണ്ട് ഈ നദിക്ക്. ഇതിനെ അന്താരാഷ്ട്ര നദി അഥവാ ഇൻ്റർനാഷണൽ റിവർ എന്ന് വിശേഷിപ്പിക്കാറുണ്ട്. കാരണം ഈ നദി ആഫ്രിക്ക വൻകരയിലെ 11 രാജ്യങ്ങളിലൂടെ ഒഴുകുന്നുണ്ട്. ഈജിപ്റ്റ്, സുഡാൻ എന്നീ രാജ്യങ്ങളുടെ ജീവനാഡിയായി കണക്കാക്കുന്നത് നൈൽ നദിയാണ്. പിന്നെ അടുത്തായിട്ട് നമ്മൾ നോക്കുന്നത് വടക്കേ അമേരിക്കയാണ്. വടക്കേ അമേരിക്ക, ഇതാണ് വടക്കേ അമേരിക്ക. പസഫിക് സമുദ്രത്തിനും അറ്റ്ലാന്റിക് സമുദ്രത്തിനും ഇടയിലായി സ്ഥിതി ചെയ്യുന്നു. വടക്കേ അമേരിക്ക പസഫിക് സമുദ്രത്തിനും അറ്റ്ലാന്റിക് സമുദ്രത്തിനും ഇടയിലായിട്ടാണ് സ്ഥിതി ചെയ്യുന്നത്. ഇത് നിങ്ങൾ വെറുതെ കേട്ടുപോയിട്ട് കാര്യമില്ലെന്ന് തോന്നുന്നു. അപ്പോൾ പ്രധാനപ്പെട്ട പോയിന്റുകളെല്ലാം ഒരു നോട്ട് ബുക്കിലോ പേപ്പറിലോ എന്തെങ്കിലും എഴുതി വയ്ക്കുന്നത് നല്ലതായിരിക്കും. പിന്നെ ഇടയ്ക്കൊന്ന് മറിച്ച് നോക്കിയാൽ മതി. വടക്കേ അമേരിക്ക വലുപ്പത്തിൽ 3ാം സ്ഥാനത്താണ്. ഇപ്പോൾ വടക്കേ അമേരിക്ക വലുപ്പത്തിൽ 3ാം സ്ഥാനത്താണ്. അലാസ്ക പർവ്വതനിരയിലെ മാൻകിലിയാണ് ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി. വടക്കേ അമേരിക്കയിലെ അലാസ്ക പർവ്വതനിരയിലെ മാക്കിൻലിയാണ് ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി. ലോകത്ത് ലഭ്യമായ ഉപരിതല ശുദ്ധജലത്തിൻ്റെ ഏകദേശം 21% ഉൾക്കൊള്ളുന്ന 5 മഹാതടാകങ്ങൾ ഇവിടെയുണ്ട്. വടക്കേ അമേരിക്കയിൽ ലോകത്ത് ലഭ്യമായ ഉപരിതല ശുദ്ധജലത്തിൻ്റെ ഏകദേശം 21% ഉൾക്കൊള്ളുന്ന 5 മഹാതടാകങ്ങൾ ഉണ്ട്. മഞ്ഞുമൂടി കിടക്കുന്ന പ്രദേശത്ത് താമസിക്കുന്ന ഇനിയൂട്ടുകൾ അഥവാ എസ്കിമോകൾ ഇവിടുത്തെ പ്രത്യേകതയാണ്. മഞ്ഞുമൂടി കിടക്കുന്ന പ്രദേശത്ത് താമസിക്കുന്ന ഇനിയൂട്ടുകൾ അഥവാ എസ്കിമോകൾ ഇവിടുത്തെ പ്രത്യേകതയാണ്. എസ്കിമോകളുടെ ഭവനം അറിയപ്പെടുന്നത് ഇഗ്ലു എന്ന പേരിലാണ്. ഇഗ്ലു എന്നാണ് എസ്കിമോകളുടെ ഭവനത്തിൻ്റെ പേര്, വീടിൻ്റെ പേര്. കാലാവസ്ഥയും മണ്ണും കൃഷിക്ക് അനുയോജ്യമാണ്. വടക്കേ അമേരിക്കയിലെ കാലാവസ്ഥയും മണ്ണും കൃഷിക്ക് അനുയോജ്യമാണ്. ലോകത്ത് ഏറ്റവും കൂടുതൽ ഗോതമ്പ് ഉൽപ്പാദിപ്പിക്കുന്നത് ഇവിടെയാണ്. ലോകത്തിലെ ഏറ്റവും കൂടുതൽ ഗോതമ്പ് ഉൽപ്പാദിപ്പിക്കുന്നത് വടക്കേ അമേരിക്കയിലാണ്. ഏറ്റവും കൂടുതൽ നെല്ല് ഉൽപ്പാദിപ്പിക്കുന്നത് ഏഷ്യയിലാണ്. ന്യൂയോർക്ക് നഗരം വടക്കേ അമേരിക്കയിലാണ്. ന്യൂയോർക്ക്. ഇത് അമേരിക്കയിലെ ഒരു ഗോതമ്പ് പാടമാണ്. ഇതാണ് ഇനിയൂട്ട് വംശജർ, എസ്കിമോകൾ. ഇവരുടെ വീടാണ് ഇഗ്ലു എന്ന പേരിൽ അറിയപ്പെടുന്നത്. മഞ്ഞുകൊണ്ട് വീടുകൾ. മഞ്ഞുറഞ്ഞു കിടക്കുന്ന വടക്കൻ ധ്രുവ പ്രദേശത്ത് താമസിക്കുന്ന ഇനിയൂട്ടുകൾ അഥവാ എസ്കിമോകൾ തണുപ്പ് കാലത്ത് താൽക്കാലികമായി മഞ്ഞുകട്ടകൾ കൊണ്ട് വീടുണ്ടാക്കാറുണ്ട്. ഈ വീടുകൾ ഇഗ്ലു എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. മഞ്ഞുറഞ്ഞു കിടക്കുന്ന വടക്കൻ ധ്രുവ പ്രദേശത്ത് താമസിക്കുന്ന ഇനിയൂട്ടുകൾ അഥവാ എസ്കിമോകൾ തണുപ്പ് കാലത്ത് താൽക്കാലികമായി മഞ്ഞുകട്ടകൾ കൊണ്ട് വീടുണ്ടാക്കാറുണ്ട്. ഈ വീടുകൾ ഇഗ്ലു എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. പഞ്ചമഹാതടാകങ്ങൾ. ലോകത്തിലെ ശുദ്ധജലം വഹിക്കുന്ന 5
പ്രധാനപ്പെട്ട വലിയ തടാകങ്ങൾ, പഞ്ചമഹാതടാകങ്ങൾ ഏതെല്ലാമാണെന്ന് നോക്കാം. വടക്കേ അമേരിക്കയിലെ കാനഡ, USA എന്നീ രാജ്യങ്ങളിലായി സ്ഥിതി ചെയ്യുന്ന സുപ്പീരിയർ, മിഷിഗൺ, ഹ്യൂറൺ, എറി, ഒൻറ്റാറിയോ എന്നിവയാണ് പഞ്ചമഹാതടാകങ്ങൾ. പഞ്ചമഹാതടാകങ്ങൾ ഇവയെല്ലാമാണ് വടക്കേ അമേരിക്കയിലെ കാനഡ, USA എന്നീ രാജ്യങ്ങളിലായി സ്ഥിതി ചെയ്യുന്ന സുപ്പീരിയർ, മിഷിഗൺ, ഹ്യൂറൻ, ഇറി, ഒൻറ്റാറിയോ. സുപ്പീരിയർ, മിഷിഗൺ, ഹ്യൂറൻ, ഇറി, ഒൻറ്റാരിയോ ഇവയെല്ലാമാണ് പഞ്ചമഹാതടാകങ്ങൾ. വടക്കേ അമേരിക്ക കഴിഞ്ഞിട്ട് അടുത്ത് നമ്മൾ നോക്കുന്നത് തെക്കേ അമേരിക്കയാണ്. തെക്കേ അമേരിക്ക, ഇതാണ് തെക്കേ അമേരിക്ക. പസഫിക് സമുദ്രത്തിനും അറ്റ്ലാന്റിക് സമുദ്രത്തിനും ഇടയിലായിട്ടാണ് സ്ഥിതി ചെയ്യുന്നത്. തെക്കേ അമേരിക്ക പസഫിക് സമുദ്രത്തിനും അറ്റ്ലാന്റിക് സമുദ്രത്തിനും ഇടയിലായി സ്ഥിതി ചെയ്യുന്നു. വലുപ്പത്തിൽ 4ാമത്. തെക്കേ അമേരിക്ക വലുപ്പത്തിൽ 4ാമതും വടക്കേ അമേരിക്ക വലുപ്പത്തിൽ 3ാമതുമാണ്. വടക്ക് 3ഉം തെക്ക് 4ഉം, അങ്ങനെ ഓർത്തിരിക്കാം. വടക്കേ അമേരിക്ക 3ാം സ്ഥാനത്തും വലുപ്പത്തിൻ്റെ കാര്യത്തിലാണ് പറയുന്നത്. തെക്കേ അമേരിക്ക 4ാം സ്ഥാനത്തുമാണ്. മൗണ്ട് അക്കോങ്കുവയാണ് ഏറ്റവും ഉയരമുള്ള കൊടുമുടി. തെക്കേ അമേരിക്കയിലെ ഉയരമുള്ള കൊടുമുടിയാണ് മൗണ്ട് അക്കോങ്കുവ. ലോകത്തെ ഏറ്റവും കൂടുതൽ ശുദ്ധജലം വഹിച്ചുകൊണ്ട് ഒഴുകുന്ന ആമസോൺ നദി ഈ വൻകരയിലാണ്. നേരത്തെ നമ്മൾ നൈലിൻ്റെ കാര്യം പറഞ്ഞു. ഏറ്റവും നീളം കൂടിയ നദി ആഫ്രിക്കയിൽ കൂടിയാണ് ഒഴുകുന്നത്. ഇത് ലോകത്തെ ഏറ്റവും കൂടുതൽ ശുദ്ധജലം വഹിച്ചുകൊണ്ട് ഒഴുകുന്ന ആമസോൺ നദി. ഏറ്റവും കൂടുതൽ ശുദ്ധജലം വഹിച്ചുകൊണ്ട് ഒഴുകുന്ന നദി ആമസോൺ ആണ്. ഇത് തെക്കേ അമേരിക്കയിലാണ്. തെക്കേ അമേരിക്കയുടെ വടക്കു ഭാഗത്തുള്ള ആമസോൺ നദീതടത്തിലുള്ള നിബിഡ വനങ്ങളിലെ സസ്യ ജന്തുജാലങ്ങൾ ഏറെ വൈവിധ്യമുള്ളവയാണ്. തെക്കേ അമേരിക്കയുടെ വടക്കു ഭാഗത്തുള്ള ആമസോൺ നദീതടത്തിലുള്ള നിബിഡ വനങ്ങളിലെ സസ്യ ജന്തുജാലങ്ങൾ ഏറെ വൈവിധ്യമുള്ളവയാണ്. ഇത് ബ്രസീലിലെ ഒരു കാപ്പിത്തോട്ടത്തിന്റെ ചിത്രമാണ്. ബ്രസീലൊക്കെ തെക്കേ അമേരിക്കയിലാണ്. കന്നുകാലി വളർത്തൽ ഇവിടുത്തെ ജനങ്ങളുടെ ഒരു പ്രധാന തൊഴിലാണ്. തെക്കേ അമേരിക്കയിലെ ജനങ്ങളുടെ ഒരു പ്രധാന തൊഴിൽ കന്നുകാലി വളർത്തലാണ്. ആമസോൺ നദി തെക്കേ അമേരിക്കയിലാണ്. വാണിജ്യ കന്നുകാലി വളർത്തൽ ഇവിടുത്തെ ജനങ്ങളുടെ ഒരു പ്രധാനപ്പെട്ട തൊഴിലാണ് വടക്കേ അമേരിക്കയുടെ. നദിയിൽ ഇറങ്ങല്ലേ. ആമസോൺ നദിയിൽ കാണപ്പെടുന്ന ഒരിനം മീനാണ് പിരാന. മറ്റു മത്സ്യങ്ങളെയും നദിയിൽ ഇറങ്ങുന്ന ജീവികളെയും കൂട്ടത്തോടെ ആക്രമിച്ച് അതിൻ്റെ മൂർച്ചേറിയ പല്ലുകൾ കൊണ്ട് നിമിഷ നേരത്തിൽ ഇവ തിന്നു തീർക്കും. ആമസോൺ നദിയിൽ കാണപ്പെടുന്ന ഒരിനം മീനാണ് പിരാന. ഇവ നദിയിലിറങ്ങുന്ന ജീവികളെയും മീനുകളെയും കൂട്ടത്തോടെ ആക്രമിച്ച് അതിൻ്റെ മൂർച്ചയേറിയ പല്ലുകൾ കൊണ്ട് നിമിഷ നേരം കൊണ്ട് തിന്നു തീർക്കാറുണ്ട്. മരച്ചീനി നാടനല്ല. കേരളീയരുടെ ഇഷ്ടഭക്ഷണമായ മരച്ചീനിയുടെ ജന്മദേശം തെക്കേ അമേരിക്കയാണ്. ഇതുപോലെ നമുക്ക് പരിചയമുള്ള പല കാർഷിക വിളകളും തെക്കേ അമേരിക്കയിൽ നിന്ന് വന്നതാണ്. അപ്പോൾ മരച്ചീനിയുടെ ജന്മദേശം തെക്കേ അമേരിക്കയാണ്. അടുത്തായിട്ട് നമ്മൾ നോക്കുന്നത് അന്റാർട്ടിക്കയാണ്. അന്റാർട്ടിക്ക, ഇതാണ് അന്റാർട്ടിക്ക. ധ്രുവപ്രദേശമാണ്. വലുപ്പത്തിൽ 5ാം സ്ഥാനം അന്റാർട്ടിക്കയാണ്. വലുപ്പത്തിൻ്റെ കാര്യത്തിൽ 5ാം സ്ഥാനമുള്ള വൻകര അന്റാർട്ടിക്കയാണ്. 5 അന്റാർട്ടിക്ക. ലോകത്തിലെ ഏറ്റവും തണുപ്പ് കൂടിയ പ്രദേശമാണ് അന്റാർട്ടിക്ക. ലോകത്തിലെ ഏറ്റവും തണുപ്പ് കൂടിയ പ്രദേശം. വർഷം മുഴുവൻ മഞ്ഞ് മൂടിക്കിടക്കുന്നതുകൊണ്ട് വെളുത്ത ഭൂഖണ്ഡം എന്നറിയപ്പെടുന്നു. അപ്പോൾ വെളുത്ത ഭൂഖണ്ഡം എന്ന പേരിൽ അറിയപ്പെടുന്ന ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് അന്റാർട്ടിക്ക വൻകരയാണ്. വെളുത്ത ഭൂഖണ്ഡം. സ്ഥിരമായ ജനവാസമില്ല. അന്റാർട്ടിക്കയിൽ സ്ഥിരമായിട്ടുള്ള ജനവാസമില്ല. അളവറ്റ ധാതു നിക്ഷേപങ്ങളുള്ള ഈ വൻകരയിൽ ധാതു പരിവേഷണത്തിനായും കാലാവസ്ഥാ പഠനങ്ങൾക്കായും പല രാജ്യങ്ങളും ഗവേഷണ കേന്ദ്രങ്ങൾ സ്ഥാപിച്ചിട്ടുണ്ട്. ഇത് അന്റാർട്ടിക്കയിൽ കാണപ്പെടുന്ന പെൻക്വിനുകളാണ്. പെൻക്വിൻ. അന്റാർട്ടിക്കയിലെ ഇന്ത്യയുടെ ഗവേഷണ കേന്ദ്രം മൈത്രി. ഇതാണ് മൈത്രി. മഞ്ഞുമലകളാണ് ഈ കാണുന്നത്. മൈത്രി, ഭാരതി എന്നിവ ഇന്ത്യയുടെ അന്റാർട്ടിക്കയിലുള്ള ഗവേഷണ കേന്ദ്രങ്ങളാണ്. മൈത്രിയും ഭാരതിയും അന്റാർട്ടിക്കയിലുള്ള ഇന്ത്യയുടെ ഗവേഷണ കേന്ദ്രങ്ങളാണ്. ദക്ഷിണ ഗംഗോത്രി PO ഇന്ത്യയുടെ ആദ്യ അന്റാർട്ടിക് ഗവേഷണ കേന്ദ്രമായ ദക്ഷിണ ഗംഗോത്രിയിൽ 1983 ഇന്ത്യ ഒരു തപാൽ ഓഫീസ് തുറക്കുകയും അവിടെ നിന്ന് 2000-ഓളം കത്തുകൾ അയക്കുകയും ചെയ്തു. ഇന്ത്യയുടെ ആദ്യ അന്റാർട്ടിക് ഗവേഷണ കേന്ദ്രമായ ദക്ഷിണ ഗംഗോത്രിയിൽ 1983 ഇന്ത്യ ഒരു തപാൽ ഓഫീസ് തുറക്കുകയും അവിടെ നിന്നും 2000-ഓളം കത്തുകൾ അയക്കുകയും ചെയ്തു. അടുത്ത യൂറോപ്പാണ്. അറ്റ്ലാന്റിക് സമുദ്രത്തിനും ഏഷ്യ വൻകരയ്ക്കും ഇടയിലായി സ്ഥിതി ചെയ്യുന്നു.
യൂറോപ്പ് അറ്റ്ലാന്റിക് സമുദ്രത്തിനും ഏഷ്യ വൻകരയ്ക്കും ഇടയിലായി സ്ഥിതി ചെയ്യുന്നു. വലുപ്പത്തിൽ 6 സ്ഥാനമാണ് യൂറോപ്പിനുള്ളത്. ഇതാണ് യൂറോപ്പ്. ഇതിന് വലുപ്പത്തിൽ 6 സ്ഥാനമാണുള്ളത്. യൂറോ 6, യൂറോപ്പ് 6 സ്ഥാനം. യുറാൽ പർവ്വതനിര യൂറോപ്പിനെ ഏഷ്യയിൽ നിന്ന് വേർതിരിക്കുന്നു. യുറാൽ എന്ന പർവ്വതനിര യൂറോപ്പിനെ ഏഷ്യയിൽ നിന്ന് വേർതിരിക്കുന്നു. ജനസംഖ്യയിൽ 3 സ്ഥാനം. ജനസംഖ്യയിൽ 3 സ്ഥാനമാണ് യൂറോപ്പിന്. യൂറോപ്പിനെയും ഏഷ്യയും വേർതിരിക്കുന്ന പർവ്വതനിര യുറാലാണ്. അത് പ്രത്യേകമായി ഓർത്തിരിക്കുക. യൂറോപ്പിൻ്റെ തെക്ക് ഭാഗത്ത് മിതമായ ചൂടും തണുപ്പുമാണ് അനുഭവപ്പെടുന്നതെങ്കിലും വടക്ക് ഭാഗത്ത് അതികഠിനമായ തണുപ്പാണ്. യൂറോപ്പിൻ്റെ തെക്ക് ഭാഗത്ത് മിതമായ ചൂടും തണുപ്പുമാണ് അനുഭവപ്പെടുന്നതെങ്കിലും വടക്ക് ഭാഗത്ത് അതികഠിനമായ തണുപ്പാണ്. വ്യാവസായികമായി വളരെയേറെ പുരോഗതി പ്രാപിച്ചിരിക്കുന്നു. യൂറോപ്പ് വ്യാവസായികമായി വളരെയേറെ പുരോഗതി പ്രാപിച്ചിട്ടുണ്ട്. മത്സ്യബന്ധനം ഒരു പ്രധാന തൊഴിലാണ്. യൂറോപ്പിലെ ഒരു പ്രധാനപ്പെട്ട തൊഴിലാണ് മത്സ്യബന്ധനം. സ്കീയിങ് യൂറോപ്പിലെ ഒരു വിനോദം. യൂറോപ്പിലെ ഒരു വിനോദമാണ് സ്കീയിങ്. മഞ്ഞിലൂടെ തെന്നി നീങ്ങുന്നതിനാണ് സ്കീയിങ് എന്ന് പറയുന്നത്. അത് യൂറോപ്പിലെ ഒരു പ്രധാന വിനോദമാണ്. മുന്തിരിക്കൃഷി. മുന്തിരിക്കൃഷിയും യൂറോപ്പിലായി കൂടുതലായി കാണപ്പെടുന്നു. ലണ്ടൻ നഗരം. ലണ്ടൻ നഗരം യൂറോപ്പിലാണ്. പാതിരാ സൂര്യൻ്റെ നാട് നോർവേ. പാതിരാ സൂര്യൻ്റെ നാട് എന്നറിയപ്പെടുന്നത് നോർവേ ആണ്. ആർട്ടിക് വൃത്തത്തിനുള്ളിൽ 66.5 ഡിഗ്രി വടക്ക് സ്ഥിതി ചെയ്യുന്ന നോർവേ, ഫിൻലാൻഡ് തുടങ്ങിയ രാജ്യങ്ങളിൽ വർഷത്തിൽ 6 മാസം പകലും 6 മാസം രാത്രിയുമാണ് അനുഭവപ്പെടുന്നത്. ഇത്തരം പ്രദേശങ്ങളെക്കുറിച്ച് കൂടുതൽ അറിയുന്നതിനായി എസ്.കെ. പൊറ്റക്കാടിൻ്റെ പാതിരാ സൂര്യൻ്റെ നാട്ടിൽ എന്ന പുസ്തകം വായിക്കുമല്ലോ. അപ്പോൾ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഇത്രയുമാണ്. പാതിരാ സൂര്യൻ്റെ നാട് എന്നറിയപ്പെടുന്നത് നോർവേ ആണ്. പാതിരാ സൂര്യൻ്റെ നാട്ടിൽ എന്ന പുസ്തകം എഴുതിയത് എസ്.കെ. പൊറ്റക്കാടാണ്. ആർട്ടിക് വൃത്തത്തിനുള്ളിൽ 66 ഡിഗ്രി വടക്ക് സ്ഥിതി ചെയ്യുന്ന നോർവേ, ഫിൻലാൻഡ് തുടങ്ങിയ രാജ്യങ്ങളിൽ വർഷത്തിൽ 6 മാസം പകലും 6 മാസം രാത്രിയുമാണ്. അടുത്ത ഓസ്ട്രേലിയ. ഇതാണ് ഓസ്ട്രേലിയ. ഏറ്റവും ചെറിയ വൻകര. ഏറ്റവും വലുത് ഏഷ്യയും ഏറ്റവും ചെറിയ വൻകര ഓസ്ട്രേലിയയുമാണ്. ഓഷ്യാനിയ എന്ന പേരിലും അറിയപ്പെടുന്നു. ഓസ്ട്രേലിയ ഓഷ്യാനിയ എന്ന പേരിലും അറിയപ്പെടുന്നത്. പൂർണ്ണമായും ജലത്താൽ ചുറ്റപ്പെട്ട് സ്ഥിതി ചെയ്യുന്നതിനാൽ ഓസ്ട്രേലിയയെ വൻകര ദ്വീപ് എന്ന് വിശേഷിപ്പിക്കുന്നു. പൂർണ്ണമായും ജലത്താൽ ചുറ്റപ്പെട്ട് സ്ഥിതി ചെയ്യുന്നതിനാൽ ഓസ്ട്രേലിയയെ വൻകര ദ്വീപ് എന്ന് വിശേഷിപ്പിക്കുന്നു. മുട്ടയിടുന്ന സസ്തിനിയായ പ്ലാറ്റിപ്പസ്, സഞ്ചിമൃഗം എന്നറിയപ്പെടുന്ന കങ്കാരു, നായവർഗത്തിൽപ്പെടുന്ന ഡിങ്കോകൾ തുടങ്ങിയവ ഈ വൻകരയിൽ മാത്രം കാണപ്പെടുന്നവയാണ്. ഓസ്ട്രേലിയ വൻകരയിൽ മാത്രം കാണപ്പെടുന്ന ചില ജീവികളാണ് മുട്ടയിടുന്ന സസ്തിനിയായ പ്ലാറ്റിപ്പസ്, സഞ്ചിമൃഗം എന്നറിയപ്പെടുന്ന കങ്കാരു, നായവർഗത്തിൽപ്പെട്ട ഡിങ്കോകൾ. ഇവയെല്ലാം ഓസ്ട്രേലിയയിൽ മാത്രം കാണപ്പെടുന്ന ജീവിവർഗങ്ങളാണ്. ഗോതമ്പ് ധാരാളമായി കൃഷി ചെയ്യുന്നു. ഓസ്ട്രേലിയയിൽ ഗോതമ്പ് ധാരാളമായി കൃഷി ചെയ്യുന്നു. സിഡ്നി നഗരം. സിഡ്നി നഗരം ഓസ്ട്രേലിയയിലാണ്. കാൾ ഗൂർലി സ്വർണ്ണഖനി. കാൾ ഗൂർലി സ്വർണ്ണഖനി ഓസ്ട്രേലിയയിലാണ്. ഓസ്ട്രേലിയയിലാണ് കാൾ ഗൂർലി സ്വർണ്ണഖനി സ്ഥിതി ചെയ്യുന്നത്. സ്വർണം, ഇരുമ്പയിര്, യുറേനിയം തുടങ്ങിയ ധാതുക്കൾ ഈ വൻകരയിൽ നിന്ന് വൻതോതിൽ ഖനനം ചെയ്യപ്പെടുന്നു. സ്വർണം, ഇരുമ്പയിര്, യുറേനിയം തുടങ്ങിയ ധാതുക്കൾ ഈ വൻകരയിൽ നിന്ന് വൻതോതിൽ ഖനനം ചെയ്യപ്പെടുന്നു. ചെമ്മരിയാട് വളർത്തലിന് പ്രസിദ്ധമാണ്. ഓസ്ട്രേലിയ ചെമ്മരിയാട് വളർത്തലിന് പ്രസിദ്ധമാണ്. ദ്വീപുകൾ. എന്താണ് ദ്വീപുകൾ? പൂർണ്ണമായും ജലത്താൽ ചുറ്റപ്പെട്ട് കിടക്കുന്ന കരഭാഗങ്ങളാണ് ദ്വീപുകൾ. അറ്റ്ലാന്റിക് സമുദ്രത്തിന്റെ വടക്ക് ഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന ഗ്രീൻലാൻഡാണ് ലോകത്തിലെ ഏറ്റവും വലിയ ദ്വീപ്. പൂർണ്ണമായും ജലത്താൽ ചുറ്റപ്പെട്ട് കിടക്കുന്ന കരഭാഗങ്ങളാണ് ദ്വീപുകൾ. അറ്റ്ലാന്റിക് സമുദ്രത്തിന്റെ വടക്ക് ഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന ഗ്രീൻലാൻഡാണ് ലോകത്തിലെ ഏറ്റവും വലിയ ദ്വീപ്. തുകൽ സഞ്ചിയിലെ കുഞ്ഞ്. തുകൽ സഞ്ചിയിലെ കുഞ്ഞ്. ശരീരത്തിന് വെളിയിൽ ഒരു തുകൽ സഞ്ചി, അതിനുള്ളിൽ ഒരു കുഞ്ഞ്. ഈ മൃഗമേതെന്ന് മനസ്സിലായില്ലേ? ഓസ്ട്രേലിയയിൽ കാണപ്പെടുന്ന കങ്കാരു എന്ന ഈ മൃഗത്തിന് പിൻകാലുകളും വാലും ഉപയോഗിച്ച് അതിവേഗം ചാടിപ്പോകാനുള്ള കഴിവുണ്ട്. ചെമ്മരിയാട് വളർത്തൽ ന്യൂസിലാൻഡ്. പിന്നെ ഇതെല്ലാം പഠിച്ചു കഴിഞ്ഞിട്ട് നമ്മൾ ഇങ്ങനത്തെ ഒരു ചാർട്ട് ഉണ്ടായി കഴിഞ്ഞാൽ അത് വളരെയധികം ഉപകാരപ്പെടും. വൻകരകൾ, വലിപ്പക്രമത്തിൽ, പ്രധാന പർവ്വതങ്ങൾ, മരുഭൂമികൾ, പ്രധാന നദികൾ, മറ്റ് സവിശേഷതകൾ. ഭാഗികമായി കരകളാൽ ചുറ്റപ്പെട്ട സമുദ്രഭാഗങ്ങളാണ് കടലുകൾ. കടലുകൾ എന്നാൽ ഭാഗികമായി കരകളാൽ ചുറ്റപ്പെട്ട സമുദ്രഭാഗങ്ങളാണ് കടലുകൾ. സമുദ്രങ്ങളെല്ലാം പരസ്പരം ചേർന്നാണ് സ്ഥിതി ചെയ്യുന്നത്.
ഒരു ഗ്ലോബിൻ്റെയോ സൺ ക്ലോക്ക്, മാർബിൾ തുടങ്ങിയ സോഫ്റ്റ്വെയറുകളുടെയോ സഹായത്തോടെ നിങ്ങൾക്കിത് കണ്ടെത്താനാവും. പരസ്പരം ചേർന്ന് സ്ഥിതി ചെയ്യുന്ന സമുദ്രങ്ങൾക്കെല്ലാം കൂടി പറയുന്ന പേരാണ് ലോകമഹാസമുദ്രം, വേൾഡ് ഓഷൻ. പരസ്പരം ചേർന്ന് സ്ഥിതി ചെയ്യുന്ന സമുദ്രങ്ങൾക്കെല്ലാം കൂടി പറയുന്ന പേരാണ് ലോകമഹാസമുദ്രം, വേൾഡ് ഓഷൻ. ഇനി നമ്മൾ നോക്കുന്നത് സമുദ്രത്തെയാണ്. ഓരോ സമുദ്രത്തെയും പരിചയപ്പെടാം. പസഫിക് സമുദ്രം. അത് നമ്മൾ നോക്കുന്നത് പസഫിക് സമുദ്രമാണ്. വലിപ്പത്തിൽ 1-ാം സ്ഥാനം പസഫിക് സമുദ്രത്തിനാണ്. ഇതാണ് പസഫിക് സമുദ്രം. ഏറ്റവും വലുത് പസഫിക് സമുദ്രമാണ്. ഏറ്റവും കൂടുതൽ ദ്വീപുകൾ കാണപ്പെടുന്നത് ഈ സമുദ്രത്തിലാണ്. പസഫിക് സമുദ്രത്തിലെ ചലഞ്ചൽ ഗർത്തമാണ് ലോകത്തിലെ ഏറ്റവും ആഴം കൂടിയ ഭാഗം. ലോകത്തിലെ ഏറ്റവും ആഴം കൂടിയ ഭാഗം ഏതാണെന്ന് ചോദിച്ചാൽ ചലഞ്ചർ ഗർത്തമാണ്. ഇത് പസഫിക് സമുദ്രത്തിലാണ് കാണപ്പെടുന്നത്. ലോകത്ത് ഏറ്റവും കൂടുതൽ മത്സ്യബന്ധനം നടക്കുന്നത് പസഫിക് സമുദ്രത്തിലാണ്. പസഫിക് സമുദ്രം ധാതു സമ്പന്നമാണ്. പസഫിക് സമുദ്രത്തിന്റെ വലിപ്പം. പസഫിക് സമുദ്രവും അതിനോട് ചേർന്ന് സ്ഥിതി ചെയ്യുന്ന കടലുകളും ചേർന്നാൽ ഭൂമിയുടെ ആകെ വിസ്തൃതിയുടെ 1/3 ഭാഗത്തോളം വരും. എല്ലാ വൻകരകളും ചേർന്നാലുള്ള ആകെ വലിപ്പത്തേക്കാൾ കൂടുതൽ. അപ്പോൾ ഇതാണ് പസഫിക് സമുദ്രത്തിന്റെ വലിപ്പം. അടുത്ത് അറ്റ്ലാന്റിക് സമുദ്രം. അറ്റ്ലാന്റിക് സമുദ്രം വലിപ്പത്തിൽ 2-ാം സ്ഥാനമാണ് അറ്റ്ലാന്റിക് സമുദ്രത്തിന്. ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട മത്സ്യബന്ധന കേന്ദ്രങ്ങളിലൊന്നായ ഗ്രാൻഡ് ബാങ്കേഴ്സ് ഈ സമുദ്രത്തിലാണ്. അറ്റ്ലാന്റിക് സമുദ്രത്തിന്റെ വടക്ക് ഭാഗത്തിന് ലോകത്തിലെ ഏറ്റവും തിരക്കേറിയ സമുദ്രപാത എന്ന വിശേഷണമുണ്ട്. ഇപ്പോൾ വലിപ്പത്തിൽ 2-ാം സ്ഥാനം അറ്റ്ലാന്റിക് സമുദ്രത്തിലാണ്. ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട മത്സ്യബന്ധന കേന്ദ്രങ്ങളിലൊന്നായ ഗ്രാൻഡ് ബാങ്കേഴ്സ് ഈ സമുദ്രത്തിലാണ്. ഗ്രാൻഡ് ബാങ്കേഴ്സ്. അറ്റ്ലാന്റിക് സമുദ്രത്തിന്റെ വടക്ക് ഭാഗത്തിന് ലോകത്തിലെ ഏറ്റവും തിരക്കേറിയ സമുദ്രപാത എന്ന വിശേഷണമുണ്ട്. ഇതാണ് അറ്റ്ലാന്റിക് സമുദ്രം. അറ്റ്ലാന്റിക് സമുദ്രം. അടുത്ത് ഇന്ത്യൻ മഹാസമുദ്രമാണ്. ഇന്ത്യൻ മഹാസമുദ്രം വലിപ്പത്തിൽ 3-ാം സ്ഥാനമുള്ള ഈ സമുദ്രത്തിന് ഒരു രാജ്യത്തിന്റെ പേരിൽ അറിയപ്പെടുന്ന സമുദ്രം എന്ന വിശേഷണമുണ്ട്. ഇതിന്റെ ഭാഗങ്ങളാണ് അറബിക്കടലും ബംഗാൾ ഉൾക്കടലും. ഇപ്പോൾ വലിപ്പത്തിൽ 3-ാം സ്ഥാനമാണ് ഇന്ത്യൻ മഹാസമുദ്രത്തിന്. ഇന്ത്യൻ മഹാസമുദ്രത്തിന് ഒരു രാജ്യത്തിന്റെ പേരിൽ അറിയപ്പെടുന്ന സമുദ്രം എന്ന വിശേഷണമുണ്ട്. ഇതിന്റെ ഭാഗങ്ങളാണ് അറബിക്കടലും ബംഗാൾ ഉൾക്കടലും. ഇതാണ് ഇന്ത്യൻ മഹാസമുദ്രം. പവിഴപ്പുറ്റുകൾ. പവിഴപ്പുറ്റുകൾ ഇന്ത്യൻ മഹാസമുദ്രത്തിലെ ഒരു പ്രധാന പ്രത്യേകതയാണ്. ഉഷ്ണമേഖലാ സമുദ്രങ്ങളിൽ കാണപ്പെടുന്ന കോറൽ പൊളിപ്പുകൾ എന്ന സമുദ്രജീവിയുടെ മൃതാവശിഷ്ടങ്ങൾ അടിഞ്ഞുകൂടിയാണ് പവിഴപ്പുറ്റുകൾ രൂപപ്പെടുന്നത്. അറബിക്കടലിലെ ലക്ഷദ്വീപ് ദ്വീപ് സമൂഹത്തിൽ അധികവും പവിഴ ദ്വീപുകളാണ്. പവിഴപ്പുറ്റുകൾ ഇന്ത്യൻ മഹാസമുദ്രത്തിലെ ഒരു പ്രധാന പ്രത്യേകതയാണ്. ഉഷ്ണമേഖലാ സമുദ്രങ്ങളിൽ കാണപ്പെടുന്ന കോറൽ പൊളിപ്പുകൾ എന്ന സമുദ്രജീവിയുടെ മൃതാവശിഷ്ടങ്ങൾ അടിഞ്ഞുകൂടിയാണ് പവിഴപ്പുറ്റുകൾ രൂപപ്പെടുന്നത്. അറബിക്കടലിലെ ലക്ഷദ്വീപ് സമൂഹത്തിൽ അധികവും പവിഴ ദ്വീപുകളാണ്. ഇനി അടുത്തത് അന്റാർട്ടിക് സമുദ്രം. അന്റാർട്ടിക് സമുദ്രം അന്റാർട്ടിക്ക വൻകരയോട് ചേർന്ന് സ്ഥിതി ചെയ്യുന്ന സമുദ്രമാണ് അന്റാർട്ടിക് സമുദ്രം. വളരെയേറെ തണുപ്പുള്ള പ്രദേശമായതിനാൽ ഈ സമുദ്രത്തിൻ്റെ ഉപരിഭാഗം ഏകദേശം പൂർണ്ണമായും തണുത്തുറഞ്ഞ അവസ്ഥയിലാണ്. ഈ സമുദ്രത്തിൻ്റെ അടിത്തട്ടിൽ ധാരാളം ധാതു നിക്ഷേപങ്ങളുണ്ടെന്ന് കരുതപ്പെടുന്നു. ധാരാളം മത്സ്യസമ്പത്തും ഈ സമുദ്രത്തിലുണ്ട്. ആർട്ടിക് സമുദ്രം. അന്റാർട്ടിക് സമുദ്രവും ആർട്ടിക് സമുദ്രമുണ്ട്, രണ്ട് മാർക്ക് പോകരുത്. ഉത്തര ധ്രുവത്തെ ചുറ്റിക്കിടക്കുന്ന സമുദ്രമാണ് ആർട്ടിക് സമുദ്രം. സംഗ്രഹം നോക്കാം. ഭൂമിയുടെ ഉപരിതലത്തിൻ്റെ ഭൂരിഭാഗവും ജലമാണ്. ഭൂമിയിൽ 5 സമുദ്രങ്ങളും 7 വൻകരകളുമുണ്ട്. ഭൂമിയിൽ 5 സമുദ്രങ്ങളും 7 വൻകരകളുമുണ്ട്. പസഫിക് സമുദ്രം, അറ്റ്ലാന്റിക് സമുദ്രം, ഇന്ത്യൻ മഹാസമുദ്രം, ആർട്ടിക് സമുദ്രം, അന്റാർട്ടിക് സമുദ്രം. ഇതാണ് 5 സമുദ്രങ്ങൾ, 7 വൻകരകൾ. ഏഷ്യ, ആഫ്രിക്ക, വടക്കേ അമേരിക്ക, തെക്കേ അമേരിക്ക, അന്റാർട്ടിക്ക, യൂറോപ്പ്, ഓസ്ട്രേലിയ. ഇതാണ് 7 വൻകരകൾ. അതിവിസ്തൃതമായ ജലാശയങ്ങളാണ് സമുദ്രങ്ങൾ. സമുദ്രങ്ങൾ എന്നാൽ അതിവിസ്തൃതമായ ജലാശയങ്ങളാണ്. സമുദ്രങ്ങൾക്കിടയിലായി സ്ഥിതി ചെയ്യുന്ന അതിവിശാലമായ കരഭാഗങ്ങളാണ് വൻകരകൾ. സമുദ്രങ്ങൾക്കിടയിലായി സ്ഥിതി ചെയ്യുന്ന അതിവിശാലമായ കരഭാഗങ്ങളാണ് വൻകരകൾ.
വൻകരകളുടെ ഭൂപ്രകൃതി, കാലാവസ്ഥ, സസ്യജന്തുജാലങ്ങൾ എന്നിവയിലൊക്കെ വൈവിധ്യം നിലനിൽക്കുന്നു. വൻകരകളുടെ ഭൂപ്രകൃതി, കാലാവസ്ഥ, സസ്യജന്തുജാലങ്ങൾ എന്നിവയിലൊക്കെ വൈവിധ്യം നിലനിൽക്കുന്നു. ഭൂമിയിൽ നമ്മുടെ നിലനിൽപ്പ് സാധ്യമാക്കുന്നതിൽ വൻകരകളെപ്പോലെ സമുദ്രങ്ങൾക്കും പ്രധാന പങ്കുണ്ട്. ഭൂമിയിലെ വൈവിധ്യവും വിഭവസമ്പത്തും കാത്തു സൂക്ഷിക്കേണ്ടത് നാം ഓരോരുത്തരുടെയും കടമയാണ്. പാഠം 7 ഇരുമ്പൊരുക്കിയ മാറ്റങ്ങൾ എന്ന വാദത്തിലെ പ്രധാനപ്പെട്ട പോയിന്റുകളാണ് നോക്കുന്നത്. ഇതിൽ ആദ്യം കൊടുത്തിരിക്കുന്നത് സിന്ധു നദിയുടെയും അതിൻ്റെ പോഷക നദികളുടെയും ഒരു ചിത്രമാണ്. ബിയാസ്, സത്ലജ്, രവി, ചിനാബ്, ചലം ഇതെല്ലാമാണ് സിന്ധുവിൻ്റെ പോഷക നദികൾ. ചലം, ചിനാബ്, രവി, സത്ലജ്, ബിയാസ് ഇവ ഇന്ത്യയുടെ വടക്ക് പടിഞ്ഞാറ് പ്രദേശത്തുള്ളവയാണ്. സിന്ധുവും അതിൻ്റെ പോഷക നദികളും. ഹാരപ്പൻ സംസ്കാരം വളർന്നു വന്നത് ഈ നദീതടങ്ങളിലായിരുന്നു. ഏകദേശം 3500 വർഷങ്ങൾക്ക് മുമ്പ് ആര്യന്മാർ എന്നറിയപ്പെടുന്ന ഒരു ജനവിഭാഗം ഈ പ്രദേശത്തേക്ക് കുടിയേറി. വേദങ്ങളിൽ നിന്നാണ് ഇവരെക്കുറിച്ച് വിവരം ലഭിക്കുന്നത്. വേദഭാഷ സംസ്കൃതമായിരുന്നു. വേദങ്ങൾ വാമൊഴിയായിട്ടാണ് ആദ്യകാലങ്ങളിൽ പ്രചരിച്ചിരുന്നത്. വേദങ്ങളിൽ പരാമർശിച്ചിരിക്കുന്ന മനുഷ്യജീവിതം നിലനിന്നിരുന്ന കാലം വേദകാലം എന്നറിയപ്പെടുന്നു. വേദകാലത്തെക്കുറിച്ചുള്ള വിവരങ്ങളടങ്ങിയ ഒരു ചാർട്ട് നോക്കാം. വേദകാലം BC 1500 മുതൽ 600 വരെയാണ് വേദകാലഘട്ടം അറിയപ്പെടുന്നത്. BC 1500 മുതൽ 600 വരെയുള്ള കാലഘട്ടമാണ് വേദകാലഘട്ടം. അതിൽ തന്നെ 1500 മുതൽ 1000 BC വരെയുള്ള കാലഘട്ടം ഋഗ്വേദ കാലഘട്ടം എന്നറിയപ്പെടുന്നു. ആ കാലഘട്ടത്തിലാണ് ഋഗ്വേദം രചിച്ചത്. 1500 മുതൽ 1000 വരെയുള്ള കാലഘട്ടം ഋഗ്വേദ കാലഘട്ടം എന്നും 1000 മുതൽ 600 വരെ BC കാലഘട്ടം പിൽക്കാല വേദകാലം എന്നറിയപ്പെടുന്നു. അപ്പോൾ 1000 മുതൽ 600 BC വരെയുള്ള കാലഘട്ടം പിൽക്കാല വേദകാലഘട്ടം എന്നറിയപ്പെടുന്നു. ഈ കാലഘട്ടത്താണ് സാമവേദം, യജുർവേദം, അഥർവവേദം എന്നിവ രചിച്ചത്. പിൽക്കാല വേദകാലഘട്ടത്തിലാണ് സാമവേദം, യജുർവേദം, അഥർവവേദം എന്നിങ്ങനെ രചിച്ചത്. അപ്പോൾ വേദകാലഘട്ടം 1500 മുതൽ 600 വരെ BC ആണ്. BC 1500 മുതൽ 600 വരെയാണ്. അതിൽ തന്നെ ആദ്യത്തെ 1500 മുതൽ 1000 BC വരെയുള്ള കാലഘട്ടമാണ് ഋഗ്വേദ കാലഘട്ടം. ഈ കാലഘട്ടത്തിലാണ് ഋഗ്വേദം രചിക്കപ്പെട്ടത്. പിന്നെ വരുന്ന 1000 മുതൽ 600 വരെ BC പിൽക്കാല വേദകാലം എന്നറിയപ്പെടുന്നു. ആ കാലഘട്ടത്തിലാണ് സാമവേദം, അഥർവവേദം, യജുർവേദം എന്നിവ രചിച്ചത്. BC 1500 മുതൽ BC 600 വരെയുള്ള കാലമാണ് വേദകാലം. ആദ്യം രചിച്ച വേദം ഋഗ്വേദമാണ്. ഋഗ്വേദത്തിൽ പരാമർശിച്ചിരിക്കുന്ന ജീവിതം നിലനിന്നിരുന്ന കാലമാണ് ഋഗ്വേദകാലം. ഋഗ്വേദകാലത്തെ ആര്യന്മാരുടെ ജീവിതത്തെക്കുറിച്ച് ചരിത്രകാരനായ A.L. ഭാഷാം പറയുന്നത് ശ്രദ്ധിക്കൂ. കർഷകൻ പ്രാർത്ഥിച്ചിരുന്നത് കാലികളെ കിട്ടാനായിരുന്നു. യോദ്ധാക്കൾ യുദ്ധം ചെയ്തത് കന്നുകാലികളെ പിടിച്ചെടുക്കാനായിരുന്നു. പുരോഹിതന്മാർ യാഗങ്ങൾ നടത്തിയത് കന്നുകാലികളെ പ്രതിഫലമായി ലഭിക്കാനായിരുന്നു. ഋഗ്വേദകാലത്തെ സമ്പത്ത് കന്നുകാലികളായിരുന്നു. ജനങ്ങളുടെ പ്രധാന തൊഴിൽ കന്നുകാലി വളർത്തലായിരുന്നു. അതോടൊപ്പം കൃഷിയും ചെയ്തിരുന്നു. ബാർലി ആയിരുന്നു പ്രധാന വിള. വേദകാലഘട്ടത്തിലെ പ്രധാന വിള ബാർലി ആയിരുന്നു. കാലികളെ മേய்ച്ചു നടന്ന ആര്യന്മാരുടെ കൂട്ടം ഗോത്രം എന്നറിയപ്പെട്ടു. കാലികളെ മേய்ച്ചു നടന്ന ആര്യന്മാരുടെ കൂട്ടം ഗോത്രം എന്നറിയപ്പെട്ടു. ഇങ്ങനെയുള്ള ഓരോ ഗോത്രത്തിൻ്റെയും തലവന്മാർ രാജൻ എന്നറിയപ്പെട്ടു. ഓരോ ഗോത്രത്തിൻ്റെയും തലവൻ രാജൻ എന്നാണ് അറിയപ്പെട്ടിരുന്നത്. അപ്പോൾ കാലികളെ മേய்ച്ചു നടന്ന ആര്യന്മാരുടെ കൂട്ടം ഗോത്രം എന്നറിയപ്പെട്ടു. ഇങ്ങനെയുള്ള ഓരോ ഗോത്രത്തിൻ്റെയും തലവന്മാർ രാജൻ എന്ന പേരിൽ അറിയപ്പെട്ടു. കന്നുകാലികൾക്ക് വേണ്ടി ഗോത്രങ്ങൾ തമ്മിൽ സംഘർഷത്തിലേർപ്പെട്ടിരുന്നു. ഗോത്രങ്ങൾ തമ്മിലും ഗോത്രങ്ങളും ആര്യന്മാരല്ലാത്തവരും തമ്മിലും യുദ്ധങ്ങൾ നടന്നിരുന്നു. കുതിരകളും ചെമ്പുകൊണ്ടും വെങ്കലം കൊണ്ടുമുള്ള ആയുധങ്ങളും ആര്യന്മാർക്കുണ്ടായിരുന്നു. അവയുടെ സഹായത്താൽ ആര്യന്മാരല്ലാത്തവരെ അവർ കീഴടക്കി. കീഴടക്കപ്പെട്ടവർ ദാസന്മാരെന്നും ദസ്യുക്കളെന്നും അറിയപ്പെട്ടു. അവരുടെ കന്നുകാലികളെ ആര്യന്മാർ കൈക്കലാക്കി. ഋഗ്വേദകാലത്ത് ജനങ്ങൾ ഇന്ദ്രൻ, വരുണൻ, അഗ്നി എന്നീ ദേവന്മാരെയും അതിഥി, ഉഷസ് തുടങ്ങിയ ദേവതമാരെയും ആരാധിച്ചിരുന്നു. അപ്പോൾ ഋഗ്വേദകാലത്ത് ജനങ്ങൾ ആരാധിച്ചിരുന്ന ദേവന്മാർ
ഇന്ദ്രൻ, വരുണൻ, അഗ്നി എന്നിവരാണ്. ദേവതമാർ അതിഥി, ഉഷസ് എന്നിവരാണ്. ഈ കാലഘട്ടത്തിൽ ഉപയോഗിച്ചിരുന്ന മൺപാത്രങ്ങൾക്ക് ചാരനിറമായിരുന്നു. ഈ ചിത്രത്തിൽ കാണുന്ന ഈ ചാരനിറത്തിലുള്ള മൺപാത്രം വേദകാലഘട്ടത്തിൽ ഉപയോഗിച്ചിരുന്ന ഒരു മൺപാത്രമാണ്. ഈ മൺപാത്രങ്ങൾക്ക് ചാരനിറമായിരുന്നു. ഗംഗാ സമതലങ്ങളിലേക്ക്. സാമവേദം, യജുർവേദം, അഥർവവേദം എന്നിവയിൽ പരാമർശിച്ചിരിക്കുന്ന മനുഷ്യജീവിതം നിലനിന്നിരുന്ന കാലം പിൽക്കാല വേദകാലം എന്നറിയപ്പെടുന്നു. BC 1000 മുതൽ BC 600 വരെയുള്ള കാലഘട്ടം. ഋഗ്വേദ കാലഘട്ടത്തിൽ കന്നുകാലികളെ മേയിച്ച് നടന്ന ആര്യന്മാർ പിൽക്കാല വേദകാലഘട്ടമായപ്പോഴേക്കും ഗംഗാ സമതലങ്ങളിൽ എത്തിച്ചേർന്നു. ഗംഗാ നദിയുടെ ചുറ്റുമുള്ള പ്രദേശമാണ് ഗംഗാ സമതലം. ഗോത്രങ്ങൾ തമ്മിലുള്ള കലഹങ്ങളും പുതിയ ഗോത്രങ്ങളുടെ ഉത്ഭവവും ജനസംഖ്യാവർദ്ധനവും ഗംഗാ സമതലങ്ങളിൽ ആര്യന്മാർ എത്തിച്ചേരുന്നതിന് കാരണമായി. സാമവേദം, യജുർവേദം, അഥർവവേദം എന്നിവയിൽ പരാമർശിച്ചിരിക്കുന്ന മനുഷ്യജീവിതം നിലനിന്നിരുന്ന കാലം പിൽക്കാല വേദകാലം എന്നറിയപ്പെടുന്നു. ഗംഗാ സമതലത്തിൻ്റെ പ്രത്യേകതകൾ പരിശോധിക്കാം. വൻമരങ്ങൾ നിറഞ്ഞ കാടുകൾ, ഫലഭൂയിഷ്ടമായ എക്കൽ മണ്ണ്, സമൃദ്ധമായ മഴ. ചെമ്പുകൊണ്ടും വെങ്കലം കൊണ്ടും നിർമ്മിച്ച ആയുധങ്ങൾ ഉപയോഗിച്ച് ഗംഗാ സമതലങ്ങളിൽ മണ്ണിൽ കിളയ്ക്കാനും മരങ്ങൾ മുറിക്കാനും പ്രയാസമായിരുന്നു. അതിനാൽ അവർ കാടിന് തീയിട്ടാണ് മുന്നേറിയത്. പക്ഷേ മരങ്ങളുടെ കുറ്റികൾ അവർക്ക് വീണ്ടും തടസ്സങ്ങൾ ഉണ്ടാക്കി. മണ്ണിൽ കിളയ്ക്കാനും മരങ്ങൾ മുറിക്കാനും കാഠിന്യമേറിയ ലോഹം കൊണ്ട് നിർമ്മിച്ച പണിയായുധങ്ങൾ ആവശ്യമായിരുന്നു. ഇത് ഇരുമ്പിൻ്റെ കണ്ടെത്തലിലേക്ക് നയിച്ചു. ഗംഗാ സമതലം വൻതോതിൽ ഇരുമ്പിൻ്റെ നിക്ഷേപമുള്ള പ്രദേശമായിരുന്നു. ഇരുമ്പ് കണ്ടെത്തിയതോടുകൂടി ഉറപ്പുള്ള ഉപകരണങ്ങളും ആയുധങ്ങളും ഉണ്ടാക്കി. കാടുകൾ വെട്ടിത്തെളിച്ചു. കലപ്പകൾ ഉപയോഗിച്ച് നിലമുഴുതു. കൃഷി മുഖ്യ തൊഴിലായി മാറി. ഇരുമ്പ് ഉപയോഗിച്ച ഈ കാലഘട്ടം ഇരുമ്പ് യുഗം എന്നറിയപ്പെടുന്നു. ഇരുമ്പ് ഉപയോഗിച്ച ഈ യുഗം ഇരുമ്പ് യുഗം എന്ന പേരിൽ അറിയപ്പെടുന്നു. കന്നുകാലി വളർത്തൽ നിന്ന് കൃഷിയിലേക്കുള്ള മാറ്റത്തിൻ്റെ ഫലങ്ങൾ എന്തെല്ലാമായിരുന്നു എന്ന് നോക്കാം. സ്ഥിരവാസം ആരംഭിച്ചു. കാർഷികോൽപാദനം വർദ്ധിച്ചു. മിച്ചം വന്ന ഉൽപ്പന്നങ്ങൾ കൈമാറ്റം ചെയ്തു. കന്നുകാലി വളർത്തൽ നിന്ന് കൃഷിയിലേക്കുള്ള മാറ്റത്തിൻ്റെ ഫലങ്ങൾ ഇതെല്ലാമാണ്. സ്ഥിരവാസം ആരംഭിച്ചു, കാർഷികോൽപാദനം വർദ്ധിച്ചു, മിച്ചം വന്ന ഉൽപ്പന്നങ്ങൾ കൈമാറ്റം ചെയ്തു. പിൽക്കാല വേദകാലത്ത് ജനങ്ങൾ ഉപയോഗിച്ച മൺപാത്രങ്ങൾ ചായം തേച്ച ചാരനിറ പാത്രങ്ങൾ, പെയിൻറ്റഡ് ഗ്രേ വെയർ എന്നാണ് അറിയപ്പെട്ടിരുന്നത്. ഇവയിൽ ചിലതിൻ്റെ ശേഷിപ്പുകളാണ് ഈ ചിത്രത്തിൽ കാണപ്പെടുന്നത്. ചായം തേച്ച ചാരനിറ പാത്രങ്ങൾ, പെയിൻറ്റഡ് ഗ്രേ വെയർ. ജനങ്ങൾ സ്ഥിരവാസം ആരംഭിച്ചതോടെ അവരുടെ ജീവിതക്രമത്തിൽ ചില മാറ്റങ്ങളുണ്ടായി. സമൂഹത്തിൽ നിലനിന്ന തൊഴിലിൻ്റെ അടിസ്ഥാനത്തിൽ ജനങ്ങൾ 4 വിഭാഗങ്ങളായി വിഭജിക്കപ്പെട്ടു. ബ്രാഹ്മണർ, ക്ഷത്രിയർ, വൈശ്യർ, ശൂദ്രർ എന്നിങ്ങനെയുള്ള ഈ വിഭജനം ചാതുർവർണ്ണ്യം എന്നറിയപ്പെട്ടു. ചാതുർവർണ്ണ്യം. ബ്രാഹ്മണർ, ക്ഷത്രിയർ, വൈശ്യർ, ശൂദ്രർ എന്നിങ്ങനെയുള്ള ഈ 4 വിഭാഗങ്ങളാണ് ചാതുർവർണ്ണ്യം എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഈ വിഭജനം അവരുടെ തൊഴിലിൻ്റെ അടിസ്ഥാനത്തിലായിരുന്നു. പിൽക്കാല വേദകാലത്ത് ഈ ആരാധനാ രീതിയുടെ പ്രാധാന്യം കുറഞ്ഞു വന്നു. പകരം യാഗങ്ങൾക്ക് പ്രാധാന്യമുള്ള ആരാധനാ രീതികൾ വ്യാപകമായി. കാലികളെ ബലിയർപ്പിക്കുന്നവയായിരുന്നു മിക്ക യാഗങ്ങളും. കല്ലുകൾ കഥ പറയുന്നു. ചിത്രം നോക്കാം. നാട്ടുകല്ല്, കുടക്കല്ല്. പ്രാചീന തമിഴകത്ത് മൃതശരീരങ്ങൾ അടക്കം ചെയ്തിരുന്നതിന് മുകളിൽ നാട്ടിയിരുന്ന വലിയ കല്ലുകളാണ് ചിത്രത്തിലുള്ളത്. മൃതശരീരങ്ങൾ അടക്കം ചെയ്തതിന് മുകളിൽ നാട്ടിയിരിക്കുന്ന വലിയ കല്ലുകൾ, കുടക്കല്ല്, നാട്ടുകല്ല്. വിവിധ രൂപങ്ങളിലാണിവ കാണപ്പെടുന്നത്. ഇവയെ മഹാശിലകൾ എന്ന് വിളിക്കുന്നു. മഹാശിലകൾ. മൃതശരീരങ്ങൾ അടക്കം ചെയ്ത കുഴിമാടങ്ങളിൽ നിന്നും അന്നത്തെ ജനങ്ങൾ ഉപയോഗിച്ചിരുന്ന ഇരുമ്പായുധങ്ങൾ, വിവിധ ഉപകരണങ്ങൾ, മൺപാത്രങ്ങൾ, ധാന്യാവശിഷ്ടങ്ങൾ തുടങ്ങി ധാരാളം വസ്തുക്കൾ കണ്ടെത്തിയിട്ടുണ്ട്. ഈ മഹാശിലകൾ അക്കാലത്തെക്കുറിച്ചുള്ള വിവരങ്ങൾ തരുന്ന തെളിവുകളാണ്. ഈ കാലം മഹാശില സംസ്കാര കാലം എന്നറിയപ്പെടുന്നു. മഹാശില സംസ്കാര കാലം. മഹാശില സംസ്കാര കാലഘട്ടത്തിൽ മനുഷ്യർ ഉപയോഗിച്ചിരുന്ന ആയുധങ്ങളും ഉപകരണങ്ങളുമാണ് ഈ തന്നിരിക്കുന്ന ചിത്രത്തിലുള്ളത്. ഇവയെല്ലാം ഇരുമ്പ് കൊണ്ട് ഉണ്ടാക്കിയവ ആയിരുന്നു. മഹാശില സംസ്കാര കാലഘട്ടത്തിലെ ഇരുമ്പ് ഉപകരണങ്ങൾ.
പ്രാചീന തമിഴകത്തെ ജനജീവിതത്തെക്കുറിച്ച് മഹാശില സ്മാരകങ്ങളിൽ നിന്നും പഴന്തമിഴ് പാട്ടുകളുടെ സമാഹാരങ്ങളിൽ നിന്നും വിവരം ലഭിക്കുന്നു. പഴന്തമിഴ് പാട്ടുകൾ സംഘം കൃതികൾ എന്നും അറിയപ്പെടുന്നു. പഴന്തമിഴ് പാട്ടുകൾ സംഘം കൃതികൾ എന്നും അറിയപ്പെടുന്നു. മധുര കേന്ദ്രമാക്കി ഭരണം നടത്തിയിരുന്ന പാണ്ഡ്യന്മാരുടെ പ്രോത്സാഹനത്തിൽ സാഹിത്യകാരന്മാരുടെ കൂട്ടായ്മ പ്രാചീന തമിഴകത്ത് നിലനിന്നിരുന്നു. ഇത് സംഘം എന്ന പേരിൽ അറിയപ്പെട്ടു. പത്തുപാട്ട്, പതിറ്റുപാട്ട്, അകനാനൂറ്, പുറനാനൂറ് എന്നിവ സംഘം കൃതികളിൽ പ്രധാനപ്പെട്ടവയാണ്. പത്തുപാട്ട്, പതിറ്റുപാട്ട്, അകനാനൂറ്, പുറനാനൂറ് എന്നിവ സംഘം കൃതികളിൽ പ്രധാനപ്പെട്ടവയാണ്. പ്രാചീന തമിഴകം ഭരിച്ചിരുന്നത് പാണ്ഡ്യന്മാർ, ചേരന്മാർ, ചോളന്മാർ എന്നീ രാജവംശങ്ങളായിരുന്നു. ഇവർ മൂവേന്തന്മാർ എന്നറിയപ്പെട്ടിരുന്നു. മൂവേന്തന്മാർ എന്നറിയപ്പെട്ടത് ചേരന്മാരും ചോളന്മാരും പാണ്ഡ്യന്മാരുമാണ്. ഇവരായിരുന്നു പ്രാചീന തമിഴകം ഭരിച്ചിരുന്നത്. ഇതാണ് പാണ്ഡ്യന്മാരും ചോളന്മാരും ചേരന്മാരും ഭരണം നടത്തിയിരുന്ന സ്ഥലങ്ങൾ. കേരളമൊക്കെ ചേരന്മാരുടെ അധീനതയിലായിരുന്നു. പാണ്ഡ്യന്മാർ, ചോളന്മാർ. പഴന്തമിഴ് പാട്ടിലൂടെ സംഘം കൃതികൾ നൽകുന്ന വിവരങ്ങളനുസരിച്ച് പ്രാചീന തമിഴകം 5 ഭൂവിഭാഗങ്ങളായി അറിയപ്പെട്ടിരുന്നു. ഇവ തിണകൾ എന്ന് വിളിക്കപ്പെട്ടു. തിണകൾക്ക് അതിൻ്റേതായ ഭൂമിശാസ്ത്രപരമായ സവിശേഷതകൾ ഉണ്ടായിരുന്നു. അവ ഏതൊക്കെയാണെന്ന് നോക്കാം. ഇത് വളരെ പ്രധാനപ്പെട്ടതാണ്, ഇടയ്ക്കിടയ്ക്ക് ചോദിക്കാറുണ്ട്. തിണകളും അവയുടെ ഭൂമിശാസ്ത്ര സവിശേഷതകളും. ഒന്ന് കുറിഞ്ചി. മലകൾ, മലയോരങ്ങൾ. മലകളും മലയോരങ്ങളും അടങ്ങിയ പ്രദേശങ്ങൾ അറിയപ്പെട്ടിരുന്നത് കുറിഞ്ചി എന്ന പേരിലായിരുന്നു. മുല്ല എന്നാൽ കാട്, പുൽമേട്. കാടും പുൽമേടുകളും അറിയപ്പെട്ടിരുന്നത് മുല്ല എന്ന പേരിലായിരുന്നു. പാല എന്നാൽ വരണ്ട പ്രദേശമാണ്. വരണ്ട പ്രദേശം അറിയപ്പെട്ടിരുന്നത് പാല എന്ന പേരിലായിരുന്നു. മരുതം എന്നാൽ വയലാണ്. വയൽ പ്രദേശങ്ങൾ അറിയപ്പെട്ടിരുന്നത് മരുതം എന്ന പേരിലായിരുന്നു. നെയ്തൽ. നെയ്തൽ എന്നാൽ തീരപ്രദേശങ്ങളായിരുന്നു. തീരപ്രദേശങ്ങൾ അറിയപ്പെട്ടിരുന്നത് നെയ്തൽ എന്ന പേരിലായിരുന്നു. അപ്പോൾ ഈ പ്രധാനപ്പെട്ട പോയിന്റുകൾ ഓർത്തിരിക്കുക. കുറിഞ്ചി എന്നാൽ മലകളും മലയോരങ്ങളുമായിരുന്നു. മുല്ല എന്നാൽ കാടും പുൽമേടുകളുമായിരുന്നു. പാല എന്നാൽ വരണ്ട പ്രദേശങ്ങളായിരുന്നു. മരുതം എന്നാൽ വയൽ പ്രദേശങ്ങളായിരുന്നു. നെയ്തൽ എന്നാൽ തീരപ്രദേശങ്ങളായിരുന്നു. കേരളത്തിലെ മുല്ലശ്ശേരി, മരുതൂർ, പാലക്കാട് തുടങ്ങിയ സ്ഥലപ്പേരുകൾ കേട്ടിട്ടുണ്ടോ? ഈ പേരുകൾ തിണകളുമായി ബന്ധപ്പെട്ട് രൂപപ്പെട്ടതാണ്. മുല്ലശ്ശേരി എന്നാൽ കാട്, പുൽമേട്. മരുതൂർ വയൽ പ്രദേശത്താണ് മരുതൂർ. പാലക്കാട് വരണ്ട പ്രദേശം. പാല എന്നാൽ വരണ്ട പ്രദേശമാണ്. കുറിഞ്ചി പ്രദേശങ്ങളിൽ അന്ന് കുരുമുളക് ധാരാളമായി കൃഷി ചെയ്തിരുന്നു. കുരുമുളക് തേടി വിദേശികൾ തെക്കേ ഇന്ത്യയിലെ കടൽക്കരയിലുള്ള പട്ടണങ്ങളിൽ എത്തിയിരുന്നു. ഈ കാലഘട്ടത്തിൻ്റെ സവിശേഷതകൾ അന്നത്തെ പ്രധാന കൃതികളിൽ പരാമർശിച്ചിരിക്കുന്നു. സംഘകാല കൃതിയായ പുറനാനൂറിൽ നിന്ന് എടുത്തിട്ടുള്ള വരികൾ നോക്കാം. മീൻ വിറ്റ് പകരം നേടിയ നെൽക്കൂമ്പാരം കൊണ്ട് വീടും ഉയർന്ന തോണികളും തിരിച്ചറിയാൻ പാടില്ലാതായി. അപ്രകാരം കൂട്ടിയിട്ടിരിക്കുന്ന മുളക് ചാക്കുകൾ ശബ്ദായമാനമായ കരയിൽ നിന്നും വേർതിരിച്ചറിയാൻ കഴിയാതെ വിഷമിക്കും കാണുന്ന ആളുകൾ. കപ്പലുകൾ കൊണ്ടുവന്ന സ്വർണം തോണികൾ വഴി കരയിലെത്തുന്നു. മലയിൽ നിന്ന് കിട്ടുന്ന വിഭവങ്ങളും കരയിൽ നിന്ന് കിട്ടുന്ന വിഭവങ്ങളും ചേർത്ത് അതിഥികൾക്ക് കൊടുക്കുന്നു. ഇപ്പോൾ അന്നത്തെ കാലഘട്ടത്തെ സംഭവങ്ങളാണ് ഇവിടെ കവിതയുടെ രൂപത്തിൽ അവതരിപ്പിച്ചിരിക്കുന്നത്. ഈ പാട്ടിൽ നിന്ന് കിട്ടുന്ന വിവരങ്ങൾ എന്തെല്ലാമെന്ന് നോക്കാം. തിണകളിലെ ഉൽപ്പന്നങ്ങൾ കൈമാറ്റം ചെയ്തിരുന്നു. കുരുമുളക് വ്യാപാരം വൻതോതിൽ ഉണ്ടായിരുന്നു. പ്രതിഫലമായി ധാരാളം സ്വർണം ലഭിച്ചിരുന്നു. കടൽ വഴി വരുന്നവരുമായി വ്യാപാര ബന്ധങ്ങൾ ഉണ്ടായിരുന്നു. കുരുമുളകിന് പുറമെ മറ്റു സാധനങ്ങൾ തേടിയും ആവശ്യക്കാർ എത്തിയിരുന്നു. ഇതിൻ്റെ സംഗ്രഹം നോക്കാം. BC 1500 മുതൽ 600 വരെയുള്ള കാലഘട്ടം വേദകാലഘട്ടം എന്നറിയപ്പെടുന്നു. വേദകാലത്തെ ഋഗ്വേദകാലം, പിൽക്കാല വേദകാലം എന്നിങ്ങനെ തരംതിരിച്ചിരുന്നു. 1500 മുതൽ 1000 വരെയുള്ള കാലഘട്ടമാണ് ഋഗ്വേദ കാലഘട്ടം. 1000 മുതൽ 600 വരെയുള്ള കാലഘട്ടം പിൽക്കാല വേദകാലഘട്ടം എന്നും അറിയപ്പെടുന്നു. ഈ കാലഘട്ടത്തിലെ ജനങ്ങളുടെ ജീവിത രീതികൾ തമ്മിൽ നിരവധി വ്യത്യാസങ്ങൾ ഉണ്ടായിരുന്നു. പിൽക്കാല വേദകാലഘട്ടത്തിലാണ് ഇന്ത്യയിൽ ഇരുമ്പിൻ്റെ ഉപയോഗം വ്യാപകമായത്. അതുകൊണ്ട് ഈ കാലം ഇന്ത്യയിലെ ഇരുമ്പ് യുഗം എന്നറിയപ്പെടുന്നു. പ്രാചീന തമിഴകത്തെ ഇരുമ്പ് യുഗം മഹാശില സംസ്കാര കാലം എന്നറിയപ്പെടുന്നു.
വ്യത്യസ്ത ഭൂമിശാസ്ത്ര സവിശേഷതകൾ നിലനിന്ന തിണകൾ പ്രാചീന തമിഴകത്തിൻ്റെ പ്രധാന സവിശേഷതകളായിരുന്നു. ഇത് 8ാമത്തെ പാഠമാണ്. അഹിംസ, അറിവ്, അധികാരം. 7ാമത്തെ വീഡിയോ ആണിത്. 8ാമത്തെ പാഠവും. ഇത് തുടങ്ങുന്നത് തന്നെ ഒരു കവിതയുമായിട്ടാണ്. വൈലോപ്പിള്ളിയുടെ കവിത. കാടും പടലും വെണ്ണീറാക്കി കനകക്കതിരിന് വളമേകി കഠിനം ഇരുമ്പ് കുഴമ്പാക്കിപ്പല കരുനിര വാർത്തു പണിക്കേകി അറിവിൻ തിരികൾ കൊളുത്തിക്കലകൾ കാവേശത്തിൻ ചൂടേകി മാലോടിഴയും മർത്യാത്മാവിനെ മേലോട്ടുയരാൻ ചിറകുതകി. വൈലോപ്പിള്ളിയുടെ ഒരു കവിതയാണ്. ഇന്ത്യയിൽ മനുഷ്യജീവിതം പുരോഗമിച്ചത് എപ്രകാരമായിരുന്നുവെന്ന് ഈ കവിതയിൽ വിവരിക്കുന്നു. ഗംഗാ സമതലങ്ങളിലേക്കുള്ള ആര്യന്മാരുടെ മുന്നേറ്റം നമ്മൾ ചർച്ച ചെയ്തല്ലോ. ആര്യന്മാരുടെ വ്യാപനത്തെ തുടർന്ന് BC 6ാം നൂറ്റാണ്ടോടുകൂടി ഗംഗാ സമതലങ്ങളിൽ കാർഷിക മേഖലകൾ രൂപം കൊണ്ടു. കൈമാറ്റ കേന്ദ്രങ്ങളും പട്ടണങ്ങളും അടങ്ങിയ അവ ജനപദങ്ങൾ എന്നറിയപ്പെട്ടു. BC 6ാം നൂറ്റാണ്ടോടുകൂടി ഗംഗാ സമതലങ്ങളിൽ കാർഷിക മേഖലകൾ രൂപം കൊണ്ടു. കൈമാറ്റ കേന്ദ്രങ്ങളും പട്ടണങ്ങളും അടങ്ങിയ ഇവ ജനപദങ്ങൾ എന്നറിയപ്പെട്ടു. ഇത്തരം ജനപദങ്ങൾ ഗോദാവരി തടം വരെ വ്യാപിച്ചിരുന്നു. അവയിൽ 16 ശക്തിയാർജിച്ചു. അവയെ മഹാജനപദങ്ങൾ എന്ന് വിളിച്ചു. അവയിൽ പ്രധാനപ്പെട്ടവയായിരുന്നു മഗധ. തന്നിട്ടുള്ള ഭൂപടം നിരീക്ഷിച്ച് മഗധയുടെ സ്ഥാനം കണ്ടെത്തും. മഗധ ഇവിടെയാണ്. അപ്പോൾ ഈ വീഡിയോ കാണുന്നതിനോടൊപ്പം പ്രധാനപ്പെട്ട പോയിന്റുകൾ നിങ്ങളൊരു ബുക്കിലെങ്ങാനും എഴുതി വയ്ക്കുന്നത് നല്ലതായിരിക്കും. പിന്നീട് ആ ബുക്കൊന്ന് മറച്ചു നോക്കിയാൽ മതി. അതോടൊപ്പം ഇതിൻ്റെ മുൻപിട്ട ഭാഗങ്ങളും കാണാൻ ശ്രമിക്കുക. മുൻപിട്ട വീഡിയോകളുടെ പ്ലേലിസ്റ്റ് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. മഹാജനപദങ്ങൾ: മഗധ, അംഗം, വജ്ജി, മല്ല, കാശി, വത്സം, കോസലം, ചേതി, പാഞ്ചാലം, അശ്മകം, അവന്തി, ശുരസേന, കുരു, മാത്സ്യം, ഗാന്ധാരം, കമ്പോജം എന്നിവയായിരുന്നു 16 മഹാജനപദങ്ങൾ. മഗധ, അംഗം, വജ്ജി, മല്ല, കാശി, വത്സം, കോസലം, ചേതി, പാഞ്ചാലം, അശ്മകം, അവന്തി, ശുരസേന, കുരു, മാത്സ്യം, ഗാന്ധാരം, കമ്പോജം എന്നിവയായിരുന്നു 16 മഹാജനപദങ്ങൾ. വൻതോതിൽ ഇരുമ്പയിര് നിക്ഷേപമുള്ള പ്രദേശമായിരുന്നു മഗധ. മഗധയുടെ വളർച്ചയിൽ പ്രധാന പങ്ക് വഹിച്ചത് ഇരുമ്പായുധങ്ങളുടെയും ഉപകരണങ്ങളുടെയും ഉപയോഗമായിരുന്നു. ഗംഗാ തടങ്ങളിലെ ഇടതൂർന്ന കാടുകൾ വെട്ടിത്തെളിക്കാൻ ഇരുമ്പ് കൊണ്ടുള്ള മഴ സഹായകമായി. ഇരുമ്പ് കലപ്പ് ഉപയോഗിച്ച് നിലം ഉഴുതുമറിക്കാൻ കഴിഞ്ഞു. ഇതിൻ്റെ ഫലമായി കാർഷികോൽപാദനം വർദ്ധിച്ചു. തുടർന്ന് വാണിജ്യ രംഗത്തുണ്ടായ പുരോഗതി നഗരങ്ങളുടെ വളർച്ചയ്ക്ക് ഇടയാക്കി. കാർഷിക രംഗത്തും വാണിജ്യ രംഗത്തും ഉണ്ടായ മുന്നേറ്റത്തിലൂടെ മഗധ സാമ്പത്തികമായി അഭിവൃദ്ധി പ്രാപിച്ചു. വലിയൊരു സൈന്യത്തെ രൂപീകരിക്കാനും ചുറ്റുമുള്ള പ്രദേശങ്ങൾ കീഴടക്കാനും മഗധയിലെ സമ്പൽ സമൃദ്ധി രാജാക്കന്മാരെ സഹായിച്ചു. വ്യത്യസ്ത കാലങ്ങളിൽ മഗധ ഭരിച്ച ഭരണാധികാരികൾ മറ്റ് ജനപദങ്ങളെ മഗധയോട് കൂട്ടിച്ചേർത്തു. ഇങ്ങനെ മഗധ വിശാലമായ ഒരു രാജ്യമായി മാറി. അഹിംസ: മഗധയിലെ ഭരണാധികാരിയായിരുന്ന ബിംബിസാരന്റെ വിളംബരമാണിത്. ഇത് രാജാജ്ഞയാകുന്നു. യജ്ഞത്തിനായിട്ട് പ്രാണിഹിംസ മേലിൽ പാടില്ല. ജീവരക്തം ചൊരിഞ്ഞിട്ടുള്ള ഒരാചാരവും ഇവിടെ വേണ്ട. മാംസം കൊണ്ടുള്ള പൂജ വേണ്ട. അറിവ് നേടുക, അതാണ് ജീവിതം. ദയുള്ളവനെ ദയ കിട്ടു എന്ന് ധരിപ്പിക്കുകയാണ് ഈ വിളംബരം. ഇത് രാജാജ്ഞ. ഒരു രാജ്യം എന്ന നിലയിലുള്ള മഗധയുടെ വളർച്ചയിൽ കാർഷിക പുരോഗതി വഹിച്ച പങ്ക് നാം മനസ്സിലാക്കിയല്ലോ. കന്നുകാലികളായിരുന്നു കാർഷിക മേഖലയുടെ അടിത്തറ. നിലം ഉഴുതുന്നതിനും വളത്തിനും കാലികൾ ആവശ്യമായിരുന്നു. എന്നാൽ യാഗങ്ങളുടെ ഭാഗമായി വൻതോതിൽ കന്നുകാലികളെ കൊന്നൊടുക്കിയത് കൃഷിയെ പ്രതികൂലമായി ബാധിച്ചു. ഈ പശ്ചാത്തലത്തിലാണ് ബിംബിസാരൻ ഇത്തരമൊരു വിളംബരം പുറപ്പെടുവിച്ചത്. ഇതേ കാലഘട്ടത്തിൽ സമൂഹത്തിൽ നിലനിന്നിരുന്ന അസമത്വങ്ങൾക്കെതിരായി ജൈനമതവും ബുദ്ധമതവും ആവിർഭവിച്ചു. വർദ്ധമാന മഹാവീരൻ പ്രചരിപ്പിച്ച ജൈനമതവും ഗൗതമ ബുദ്ധൻ സ്ഥാപിച്ച ബുദ്ധമതവും അഹിംസയ്ക്ക് പ്രാധാന്യം നൽകി. വ്യാപകമായ മൃഗബലിയാണ് അഹിംസ പ്രചരിപ്പിക്കാൻ മഹാവീരനെയും ബുദ്ധനെയും പ്രേരിപ്പിച്ചത്. അപ്പോൾ വർദ്ധമാന മഹാവീരനാണ് ജൈനമതം പ്രചരിപ്പിച്ചത്. ഗൗതമ ബുദ്ധൻ ബുദ്ധമതവും പ്രചരിപ്പിച്ചു. ഗൗതമ ബുദ്ധൻ ബുദ്ധമതം, വർദ്ധമാന മഹാവീരൻ ജൈനമതവും പ്രചരിപ്പിച്ചു. ഇത് മഹാവീരനും ഇത് ബുദ്ധൻ്റെയും പ്രതിമകളാണ്. സാധാരണക്കാരൻ്റെ ഭാഷയിലായിരുന്നു അവർ ആശയങ്ങൾ പ്രചരിപ്പിച്ചത്. മഹാവീരൻ ഉപയോഗിച്ച ഭാഷ പ്രാകൃത് ആയിരുന്നു. മഹാവീരൻ ഉപയോഗിച്ച ഭാഷ പ്രാകൃതാണ്. അദ്ദേഹത്തിൻ്റെ മതം ജൈനമതമാണ്. ബുദ്ധൻ പാലി ഭാഷ ഉപയോഗിച്ചു. ബുദ്ധൻ പാലി ഭാഷയും മഹാവീരൻ പ്രാകൃത ഭാഷയും ഉപയോഗിച്ചു.
രാജകുടുംബത്തിൽ വളർന്ന ബുദ്ധനും മഹാവീരനും എല്ലാ സുഖ സൗകര്യങ്ങളും ലഭിച്ചിരുന്നു. എന്നാൽ സാധാരണ ജനങ്ങളുടെ കഷ്ടതകൾ അവരെ അസന്തുഷ്ടരും അസ്വസ്ഥരുമാക്കി. ജനങ്ങളുടെ ദുരിതങ്ങൾക്കുള്ള ആശ്വാസ മാർഗങ്ങളാണ് അവർ അന്വേഷിച്ചത്. ജൈനമത തത്വങ്ങളും ബുദ്ധമത തത്വങ്ങളും നോക്കാം. ആദ്യം ജൈനമത തത്വങ്ങൾ. ശരിയായ ജ്ഞാനം, ശരിയായ വിശ്വാസം, ശരിയായ പ്രവൃത്തി. ജൈനമത തത്വങ്ങളാണ് പറഞ്ഞത്. ശരിയായ ജ്ഞാനം, ശരിയായ വിശ്വാസം, ശരിയായ പ്രവൃത്തി. ഇനി ബുദ്ധമത തത്വങ്ങൾ നോക്കാം. ഇഹലോക ജീവിതം ദുഃഖപൂർണമാണ്. ആഗ്രഹങ്ങളാണ് ദുഃഖത്തിന് കാരണം. ആഗ്രഹങ്ങളെ ഇല്ലാതാക്കിയാൽ ദുഃഖങ്ങളെ ഇല്ലാതാക്കാം. അഷ്ടാംഗമാർഗം അനുഷ്ഠിക്കുക വഴി ആഗ്രഹങ്ങളെ ഇല്ലാതാക്കാം. അപ്പോൾ ഇതെല്ലാമാണ് ബുദ്ധമത തത്വങ്ങൾ. ഇഹലോക ജീവിതം ദുഃഖപൂർണമാണ്. ആഗ്രഹങ്ങളാണ് ദുഃഖത്തിന് കാരണം. ആഗ്രഹങ്ങളെ ഇല്ലാതാക്കിയാൽ ദുഃഖങ്ങളെ ഇല്ലാതാക്കാം. അഷ്ടാംഗമാർഗം അനുഷ്ഠിക്കുക വഴി ആഗ്രഹങ്ങളെ ഇല്ലാതാക്കാം. അധികാരം വളരുന്നു. ദേശീയ മുദ്ര. ഈ ചിത്രം നിങ്ങൾക്ക് പരിചയമുള്ളതാണല്ലോ. ഇത് എവിടെയൊക്കെയാണ് നിങ്ങൾ കണ്ടിട്ടുള്ളത്? ഇത് നമ്മുടെ ദേശീയ മുദ്രയാണ്. അശോക ചക്രവർത്തി സാരാനാഥിൽ സ്ഥാപിച്ച സ്തംഭത്തിൽ നിന്നാണ് ഈ മുദ്ര എടുത്തിട്ടുള്ളത്. ഇതിലുള്ള അശോക ചക്രമാണ് നമ്മുടെ ദേശീയ പതാകയുടെ മധ്യത്തിൽ കാണുന്നത്. അശോക ചക്രവർത്തി സാരാനാഥിൽ സ്ഥാപിച്ച സ്തംഭത്തിൽ നിന്നാണ് ഈ മുദ്ര എടുത്തിട്ടുള്ളത്. ഇതിലുള്ള അശോക ചക്രമാണ് നമ്മുടെ ദേശീയ പതാകയുടെ മധ്യത്തിൽ കാണുന്നത്. മഗധ കേന്ദ്രമാക്കി വളർന്നു വന്ന മൗര്യ രാജവംശത്തിലെ പ്രധാന രാജാവായിരുന്നു അശോകൻ. ചന്ദ്രഗുപ്ത മൗര്യനാണ് മൗര്യ രാജവംശം സ്ഥാപിച്ചത്. മൗര്യ രാജവംശത്തിലെ പ്രധാന രാജാവായിരുന്നു അശോകൻ. ചന്ദ്രഗുപ്ത മൗര്യനാണ് മൗര്യ രാജവംശം സ്ഥാപിച്ചത്. ഈ 2 പോയിന്റുകൾ ഓർത്തിരിക്കുക. ചന്ദ്രഗുപ്ത മൗര്യനാണ് മൗര്യ രാജവംശം സ്ഥാപിച്ചത്. മൗര്യ രാജവംശത്തിലെ പ്രധാന രാജാവായിരുന്നു അശോകൻ. മൗര്യ സാമ്രാജ്യ സ്ഥാപകനായിരുന്ന ചന്ദ്രഗുപ്ത മൗര്യൻ്റെ ഭരണ ഉപദേഷ്ടാവായിരുന്നു ചാണക്യൻ. അദ്ദേഹം കൗടില്യൻ എന്ന പേരിലും അറിയപ്പെട്ടിരുന്നു. ചാണക്യൻ്റെ പ്രസിദ്ധമായ ഗ്രന്ഥമാണ് അർത്ഥശാസ്ത്രം. ശക്തവും കാര്യക്ഷമവുമായ ഒരു ഭരണത്തിൻ്റെ സംഘാടനം എങ്ങനെയായിരിക്കണം എന്നുള്ളതാണ് ഈ ഗ്രന്ഥത്തിൻ്റെ പ്രമേയം. ഇതാണ് ചാണക്യൻ. മൗര്യ സാമ്രാജ്യ സ്ഥാപകനായിരുന്ന ചന്ദ്രഗുപ്ത മൗര്യൻ്റെ ഭരണ ഉപദേഷ്ടാവായിരുന്നു ചാണക്യൻ. അദ്ദേഹം കൗടില്യൻ എന്ന പേരിലും അറിയപ്പെട്ടിരുന്നു. ചാണക്യൻ്റെ പ്രസിദ്ധ ഗ്രന്ഥമാണ് അർത്ഥശാസ്ത്രം. ശക്തവും കാര്യക്ഷമമായ ഒരു ഭരണത്തിൻ്റെ സംഘാടനം എങ്ങനെയായിരിക്കണം എന്നുള്ളതാണ് ഈ ഗ്രന്ഥത്തിൻ്റെ പ്രമേയം. രാജാവിൻ്റെ ധർമ്മം. രാജ്യത്തിൻ്റെ വിവിധ വിഭാഗം ജനങ്ങൾ തമ്മിൽ ഐക്യമുണ്ടായാലേ രാജ്യത്ത് സമാധാനം ഉണ്ടാകൂ. ഇതിനായി അശോകൻ സ്വീകരിച്ച നയമാണ് ധമ്മം അഥവാ ധർമ്മം. ധമം അഥവാ ധർമ്മം. ജനങ്ങളിൽ ഐക്യവും സഹിഷ്ണുതയും വളർത്തി രാജ്യത്ത് സമാധാനം നിലനിർത്തുക എന്നായിരുന്നു ഇതിൻ്റെ ലക്ഷ്യം. അവയിൽ ചില ആശയങ്ങൾ ചുവടെ ചേർക്കുന്നു. മാതാപിതാക്കളെ അനുസരിക്കുക, ഗുരുക്കന്മാരെ ആദരിക്കുക, മൃഗബലി ഒഴിവാക്കുക, എല്ലാ മതവിശ്വാസങ്ങളോടും സഹിഷ്ണുത കാണിക്കുക, സഹജീവികളോട് കരുണ കാണിക്കുക. അശോകൻ സ്വീകരിച്ച ധമം അഥവാ ധർമ്മത്തിൻ്റെ ചില ആശയങ്ങളാണ്: മാതാപിതാക്കളെ അനുസരിക്കുക, ഗുരുക്കന്മാരെ ആദരിക്കുക, മൃഗബലി ഒഴിവാക്കുക, എല്ലാ മതവിശ്വാസങ്ങളോടും സഹിഷ്ണുത കാണിക്കുക, സഹജീവികളോട് കരുണ കാണിക്കുക. അശോക ചക്രവർത്തി ധർമ്മവും തീരുമാനങ്ങളും നിർദ്ദേശങ്ങളും പാറകളിൽ കൊത്തിവെച്ചാണ് ജനങ്ങളെ അറിയിച്ചിരുന്നത്. ഇത്തരം ശിലാലിഖിതങ്ങൾ പ്രധാന പാതയോരങ്ങളിലും നഗരകേന്ദ്രങ്ങളിലുമാണ് സ്ഥാപിച്ചിരുന്നത്. ഇത് അദ്ദേഹത്തിൻ്റെ ഒരു ശിലാലിഖിതമാണ്. അശോകൻ്റെ ഒരു ശിലാലിഖിതമാണ് ഈ ചിത്രത്തിൽ കൊടുത്തിട്ടുള്ളത്. ബുദ്ധമതമായിരുന്നു ധർമ്മം പ്രചരിപ്പിക്കാൻ അശോകന് പ്രേരണയായത്. രാജ്യത്തിൻ്റെ വിസ്തൃതി വർദ്ധിപ്പിക്കാനായി അശോകൻ നിരവധി യുദ്ധങ്ങൾ നടത്തി. അതിൽ പ്രധാനപ്പെട്ടവയായിരുന്നു കലിംഗ രാജ്യവുമായിട്ടുള്ള യുദ്ധം. അതിൽ കലിംഗ പരാജയപ്പെട്ടു. അനേകം പേരുടെ മരണത്തിനും ദുരിതങ്ങൾക്കും ഇടയാക്കിയ ഈ യുദ്ധത്തിന് ശേഷമാണ് അശോകൻ ബുദ്ധമതം സ്വീകരിച്ചത്. ബുദ്ധമതം ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലും പ്രചരിപ്പിക്കുന്നതിൽ അദ്ദേഹം പ്രധാന പങ്ക് വഹിച്ചു. ഇപ്പോൾ കലിംഗ യുദ്ധത്തെ തുടർന്നാണ് അദ്ദേഹം ബുദ്ധമതം സ്വീകരിച്ചത്. ഇനിയൊരു യുദ്ധം വേണ്ട. കലിംഗ യുദ്ധം. ചക്രവർത്തിയായതിനു ശേഷം അശോകൻ യുദ്ധത്തിലൂടെ രാജ്യം വികസിപ്പിച്ചുകൊണ്ടിരുന്നു. തനിക്ക് കീഴടങ്ങാൻ ആവശ്യപ്പെട്ട് കലിംഗയിലെ രാജാവിന് അദ്ദേഹം ഒരു സന്ദേശം അയച്ചു. അഭിമാനിയായ കലിംഗ രാജാവിന് കീഴടങ്ങാൻ ഒരുക്കമായിരുന്നില്ല. 261 BC അശോകൻ കലിംഗയെ കീഴ്പ്പെടുത്താനായി പുറപ്പെട്ടു. 261 BC അന്നാണ് അശോകൻ കലിംഗയെ കീഴ്പ്പെടുത്താനായി പുറപ്പെട്ടത്. സ്വാതന്ത്ര്യ സ്നേഹികളായ കലിംഗയിലെ ജനങ്ങൾ ഒറ്റക്കെട്ടായി അശോകന്റെ ആക്രമണത്തെ പ്രതിരോധിച്ചു. അശോകന്റെ പ്രതീക്ഷയ്ക്ക് വിരുദ്ധമായി കലിംഗ പലപ്പോഴും വിജയത്തിന്റെ വക്കിലെത്തി. എന്നാൽ അന്തിമ വിജയം അശോകന് തന്നെയായിരുന്നു.
യുദ്ധക്കളം ഇരുപക്ഷത്തെയും സൈനികന്മാരുടെ മൃതദേഹം കൊണ്ട് നിറഞ്ഞു. വട്ടമിട്ട് പറക്കുന്ന കഴുകന്മാർ, കൈകാലുകൾ നഷ്ടപ്പെട്ട് വേദന കൊണ്ട് പുളയുന്നവർ, ഉറ്റവരെ നഷ്ടപ്പെട്ട അനാഥ കുഞ്ഞുങ്ങളുടെ വിലാപം, വിധവകളുടെ കണ്ണീർ പുഴ. യുദ്ധക്കാഴ്ചകൾ അശോകനെ അസ്വസ്ഥനാക്കി. ഈ രീതിയിലുള്ള വിജയം അർത്ഥശൂന്യമാണെന്ന് അദ്ദേഹം തിരിച്ചറിഞ്ഞു. ഏറെ വൈകാതെ അദ്ദേഹം ബുദ്ധമത അനുയായിയായി മാറുകയും ബുദ്ധമത തത്വങ്ങളിലൂന്നി ഭരണം തുടരുകയും ചെയ്തു. സമൂഹം, സമ്പത്ത്, കല. മൗര്യന്മാരുടെ കാലഘട്ടത്തിലെ സാമൂഹ്യ സാമ്പത്തിക ജീവിതം എങ്ങനെയായിരുന്നെന്ന് നോക്കാം. ചാതുർവർണ്ണത്തിലധിഷ്ഠിതമായ സാമൂഹ്യ വിഭജനം നിലനിന്നിരുന്നു. കാർഷിക പ്രവർത്തികൾ ശൂദ്രരെ കൊണ്ടാണ് ചെയ്യിച്ചിരുന്നത്. ജൈനമതവും ബുദ്ധമതവും ഏറെ പ്രചാരം നേടി. കൃഷിയും വാണിജ്യവും മൗര്യഭരണകാലത്ത് അഭിവൃദ്ധി പ്രാപിച്ചു. കൃഷിയുടെ പുരോഗതിക്കായി രാജാക്കന്മാർ ജലസേചന സൗകര്യങ്ങൾ ഒരുക്കി. തുന്നൽ, നെയ്ത്ത് തുടങ്ങിയ കൈത്തൊഴിലുകൾ നിലനിന്നിരുന്നു. നാണയങ്ങൾ പ്രചാരത്തിലുണ്ടായിരുന്നു. കച്ചവടത്തിൻ്റെ പുരോഗതിക്കായി നിരവധി പാതകൾ നിർമ്മിച്ചു. അശോകൻ സാഞ്ചിയിൽ സ്ഥാപിച്ച സ്തൂപമാണ് ചിത്രത്തിലുള്ളത്. ഇതാണ് സാഞ്ചിയിലെ സ്തൂപം. അപ്പോൾ ക്വസ്റ്റ്യൻ ഇതായിരിക്കാം, സാഞ്ചിയിലെ സ്തൂപം സ്ഥാപിച്ചതാര്? അശോകനാണ് സാഞ്ചിയിലെ സ്തൂപം സ്ഥാപിച്ചത്. ഇതുപോലെ നിരവധി സ്തൂപങ്ങൾ മൗര്യ കാലഘട്ടത്തിൽ നിർമ്മിക്കപ്പെട്ടു. ഇതിനു പുറമെ അനേകം കൊട്ടാരങ്ങളും സാരനാഥിലേതുപോലുള്ള സ്തംഭങ്ങളും മൗര്യ രാജാക്കന്മാർ നിർമ്മിച്ചു. ഈ നിർമ്മിതികൾ മൗര്യ കാലഘട്ടത്തിൽ വാസ്തുവിദ്യയ്ക്കും ശില്പവിദ്യയിലും ഉണ്ടായ പുരോഗതിയെ സൂചിപ്പിക്കുന്നു. കാലം മാറുന്നു. മൗര്യഭരണത്തിൻ്റെ തകർച്ചയ്ക്ക് ശേഷം AD 4-ാം നൂറ്റാണ്ടോടെ ഗംഗാതടത്തിൽ ഉയർന്നു വന്ന മറ്റൊരു രാജവംശമായിരുന്നു ഗുപ്ത രാജവംശം. ചന്ദ്രഗുപ്തൻ ഒന്നാമൻ, സമുദ്രഗുപ്തൻ, ചന്ദ്രഗുപ്തൻ രണ്ടാമൻ എന്നിവർ ഈ രാജവംശത്തിലെ ശ്രദ്ധേയരായ ഭരണാധികളായിരുന്നു. അപ്പോൾ ആദ്യം മൗര്യവംശമായിരുന്നു, അത് കഴിഞ്ഞിട്ട് ഗുപ്ത രാജവംശമായിരുന്നു ഉണ്ടായത്. മൗര്യഭരണത്തിൻ്റെ തകർച്ചയ്ക്ക് ശേഷം AD 4-ാം നൂറ്റാണ്ടോടെ ഗംഗാതടത്തിൽ ഉയർന്നു വന്ന മറ്റൊരു രാജവംശമാണ് ഗുപ്ത രാജവംശം. ചന്ദ്രഗുപ്തൻ ഒന്നാമൻ, സമുദ്രഗുപ്തൻ, ചന്ദ്രഗുപ്തൻ രണ്ടാമൻ ഈ രാജവംശത്തിലെ ശ്രദ്ധേയരായ ഭരണാധികളായിരുന്നു. ഗുപ്ത കാലഘട്ടത്തിൻ്റെ അവസാനമാകുമ്പോഴേക്കും ദൂരദേശങ്ങളുമായുള്ള വ്യാപാരത്തിൽ കുറവ് വന്നു. കൂടുതൽ ജനങ്ങൾ കൃഷിയിൽ വ്യാപൃതരായി. അക്കാലത്ത് രാജാക്കന്മാർ പുരോഹിതന്മാർക്കും ആരാധനാലയങ്ങൾക്കും വൻതോതിൽ ഭൂമി ദാനമായി നൽകി. പുരോഹിതന്മാർ കർഷകരെ കൊണ്ട് ഇവിടങ്ങൾ കൃഷി ചെയ്യിപ്പിച്ചു. സാമൂഹ്യ അസമത്വം വർദ്ധിച്ചു. ബുദ്ധമതത്തിൻ്റെയും ജൈനമതത്തിൻ്റെയും പ്രാധാന്യം കുറഞ്ഞു. അറിവിൻ്റെ വികാസം. ഗുപ്തകാലത്ത് സംസ്കൃത ഭാഷയിൽ നിരവധി കൃതികൾ രചിക്കപ്പെട്ടു. അക്കാലത്തെ സാഹിത്യകാരന്മാരിൽ പ്രധാനിയായിരുന്നു കാളിദാസൻ. അഭിജ്ഞാന ശാകുന്തളം, മേഘസന്ദേശം, കുമാരസംഭവം എന്നിവ അദ്ദേഹത്തിൻ്റെ പ്രധാന കൃതികളാണ്. അപ്പോൾ കാളിദാസൻ്റെ പ്രധാനപ്പെട്ട കൃതികൾ ഓർത്തിരിക്കുക. അഭിജ്ഞാന ശാകുന്തളം, മേഘസന്ദേശം, കുമാരസംഭവം എന്നിവ അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട കൃതികളാണ്. ഇദ്ദേഹം ഗുപ്തകാലത്ത് ജീവിച്ചിരുന്ന കവിയായിരുന്നു. സംസ്കൃത ഭാഷയിലായിരുന്നു കൃതികൾ എഴുതിയിരുന്നത്. നവരത്നങ്ങൾ. ചന്ദ്രഗുപ്തൻ രണ്ടാമൻ്റെ കൊട്ടാരത്തിൽ ജീവിച്ചിരുന്ന 9 പണ്ഡിതന്മാർ നവരത്നങ്ങൾ എന്നറിയപ്പെട്ടു. കാളിദാസൻ, ഗടകർപ്പരൻ, ശബണകൻ, വരരുചി, വരാഹ മിഹിരൻ, വേതാളഭട്ടൻ, ധന്വന്തരി, അമരസിംഹൻ, ശങ്കു എന്നിവരായിരുന്നു അവർ. അപ്പോൾ ആരുടെ കാലത്താണ് നവരത്നങ്ങൾ ഉണ്ടായിരുന്നെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചന്ദ്രഗുപ്തൻ രണ്ടാമൻ്റെ. ഇവരെല്ലാമാണ് കാളിദാസൻ, ഗടകർപ്പരൻ, ശബണകൻ, വരരുചി, വരാഹമിഹിരൻ, വേതാളഭട്ടൻ, ധന്വന്തരി, അമരസിംഹൻ, ശങ്കു. മഹ്റൗളിയിലെ ഇരുമ്പുതൂൺ. ചിത്രത്തിൽ കാണുന്ന ഇരുമ്പുതൂൺ ശ്രദ്ധിക്കുമല്ലോ. ഇന്ന് ഡൽഹിക്ക് സമീപമുള്ള മഹ്റൗളിൽ സ്ഥിതി ചെയ്യുന്ന ഈ തൂൺ പണി കഴിപ്പിച്ചത് ചന്ദ്രഗുപ്തൻ രണ്ടാമൻ്റെ കാലത്താണ്. അപ്പോൾ മഹ്റൗളിയിലെ ഇരുമ്പുതൂൺ സ്ഥാപിച്ചത് ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചന്ദ്രഗുപ്തൻ രണ്ടാമനാണ്. കൊടും ചൂടും മഴയും കനത്ത മഞ്ഞും ഏറ്റിട്ടും ഇന്നും തുരുമ്പ് പിടിക്കാതെ ഇത് നിൽക്കുന്നുവെങ്കിൽ അത്ഭുതം തോന്നില്ലേ? ഗുപ്ത കാലഘട്ടത്തിലെ ഉരുക്ക് സംസ്കരണത്തിൻ്റെ മികവ് തെളിയിക്കുന്നതാണ് ഈ ഇരുമ്പ് തൂൺ. ഗുപ്തകാലഘട്ടത്തിലെ ഉരുക്ക് സംസ്കരണത്തിൻ്റെ മികവ് തെളിയിക്കുന്നതാണ് ഈ ഇരുമ്പ് തൂൺ. ഗുപ്തകാലത്ത് ശാസ്ത്രരംഗത്ത് മികച്ച സംഭാവനകൾ നൽകിയ ചിലരാണ് വരാഹമിഹിരൻ, ബ്രഹ്മഗുപ്തൻ, ഭാസ്കരാചാര്യർ, ആര്യഭട്ടൻ തുടങ്ങിയവർ. ഗുപ്തകാലത്ത് ശാസ്ത്രരംഗത്ത് മികച്ച സംഭാവന നൽകിയ ചിലരാണ് വരാഹമിഹിരൻ, ബ്രഹ്മഗുപ്തൻ, ഭാസ്കരാചാര്യർ, ആര്യഭട്ടൻ തുടങ്ങിയവർ. ഇവരിൽ വരാഹമിഹിരൻ, ബ്രഹ്മഗുപ്തൻ എന്നിവർ ജ്യോതിശാസ്ത്രത്തിലും ഭാസ്കരാചാര്യർ ഗണിതശാസ്ത്രത്തിലും ആര്യഭട്ടൻ ജ്യോതിശാസ്ത്രത്തിലും ഗണിതശാസ്ത്രത്തിലും ശ്രദ്ധേയമായ സംഭാവനകൾ നൽകി. ഇപ്പോൾ ഓർത്തിരിക്കുക, വരാഹമിഹിരൻ, ബ്രഹ്മഗുപ്തൻ
എന്നിവർ ജ്യോതിശാസ്ത്രത്തിലും ഭാസ്കരാചാര്യർ ഗണിതശാസ്ത്രത്തിലും ആര്യഭട്ടൻ ജ്യോതിശാസ്ത്രത്തിലും ഗണിതശാസ്ത്രത്തിലും ശ്രദ്ധേയമായ സംഭാവനകൾ നൽകി. ഇത് ഓർത്തിരിക്കാൻ വേണ്ടി ഇങ്ങനെയൊരു പട്ടിക തയ്യാറാക്കുക. വ്യക്തികൾ, മേഖലകൾ: ആര്യഭട്ടൻ, കാളിദാസൻ, വരാഹമിഹിരൻ, ഭാസ്കരാചാര്യർ, ബ്രഹ്മഗുപ്തൻ. പുരാതന ഇന്ത്യയിലെ പ്രസിദ്ധമായ വിദ്യാഭ്യാസ കേന്ദ്രമായിരുന്നു നളന്ദ സർവകലാശാലയുടെ ശേഷിപ്പാണ് ചിത്രത്തിൽ കാണുന്നത്. ഗുപ്തകാലത്താണ് ഇത് സ്ഥാപിച്ചത്. ഏഷ്യയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഇവിടേക്ക് വിദ്യാർത്ഥികൾ എത്തിയിരുന്നു. 10,000-കണക്കിന് വിദ്യാർത്ഥികളും 100ഓളം അധ്യാപകരും ഇവിടെ ഉണ്ടായിരുന്നു. ഇതാണ് നളന്ദ സർവകലാശാലയുടെ ശേഷിപ്പ്. ഓരോ സ്മാരകങ്ങളും അവയുടെ മേഖലകളും തരംതിരിച്ചെഴുതിയാൽ നമുക്കിത് പെട്ടെന്ന് ഓർത്തിരിക്കാം. മഗധയുടെ വളർച്ച മുതൽ ഗുപ്തകാലം വരെയുള്ള സാമൂഹ്യ മാറ്റങ്ങളാണ് നമ്മൾ ചർച്ച ചെയ്തത്. അവയിൽ പ്രധാനപ്പെട്ടവ ഏതൊക്കെയാണെന്ന് നോക്കാം. കൃഷി വിപുലമായതോടെ കാർഷിക ഉൽപ്പാദനം വർദ്ധിച്ചു. കൃഷിയും അതുമായി ബന്ധപ്പെട്ട തൊഴിലുകളും നിരവധി പുതിയ അറിവുകൾ സൃഷ്ടിച്ചു. സാമൂഹ്യ അസമത്വങ്ങൾക്കെതിരായി ഉയർന്നുവന്ന ആശയങ്ങൾ സമൂഹത്തെയും രാജ്യഭരണത്തെയും സ്വാധീനിച്ചു. ശാസ്ത്രം, കല, സാഹിത്യം എന്നീ മേഖലകളിൽ ഉണ്ടായ മാറ്റങ്ങളെ ഭരണാധികാരികൾ പ്രോത്സാഹിപ്പിച്ചു. സംഗ്രഹം നോക്കാം. സ്ഥിരവാസവും കൃഷിയുടെ വ്യാപനവും മഹാജനപദങ്ങളുടെ ആവിർഭാവത്തിന് വഴിതെളിച്ചു. സ്ഥിരവാസവും കൃഷിയുടെ വ്യാപനവും മഹാജനപദങ്ങളുടെ ആവിർഭാവത്തിന് വഴിതെളിച്ചു. BC 6-ാം നൂറ്റാണ്ടിൽ ജൈനമതം, ബുദ്ധമതം എന്നിവ ആവിർഭവിച്ചു. 16 മഹാജനപദങ്ങളിൽ പ്രധാനപ്പെട്ടതായി മാറിയ മഗധയാണ് മൗര്യഭരണത്തിൻ്റെ കേന്ദ്രമായി വളർന്നത്. 16 മഹാജനപദങ്ങളിൽ പ്രധാനപ്പെട്ടവയായി മാറിയ മഗധയാണ് മൗര്യഭരണത്തിൻ്റെ കേന്ദ്രമായി വളർന്നത്. ഗുപ്ത കാലഘട്ടത്തിൽ സാഹിത്യം, കല, ശാസ്ത്രം, വിദ്യാഭ്യാസം എന്നീ രംഗങ്ങളിൽ പുരോഗതി ഉണ്ടായി. ഗുപ്തകാലഘട്ടത്തിൽ സാഹിത്യം, കല, ശാസ്ത്രം, വിദ്യാഭ്യാസം എന്നീ രംഗങ്ങളിൽ പുരോഗതി ഉണ്ടായി. പ്രാചീന ഇന്ത്യയിലെ പ്രധാന വിദ്യാഭ്യാസ കേന്ദ്രമായിരുന്നു നളന്ദ സർവകലാശാല. പ്രാചീന ഇന്ത്യയിലെ പ്രധാന വിദ്യാഭ്യാസ കേന്ദ്രമായിരുന്നു നളന്ദ സർവകലാശാല. ഇനി 9ാമത്തെ പാഠം, ജനങ്ങൾ, ജനങ്ങൾക്ക് വേണ്ടി. വാർഡ് തലത്തിലുള്ള വികസന പ്രവർത്തനങ്ങൾ തീരുമാനിക്കാനുള്ള വേദിയാണ് ഗ്രാമസഭ. നഗരങ്ങളിൽ ഇതിനെ വാർഡ് സഭ എന്ന് പറയുന്നു. വാർഡിലെ എല്ലാ വോട്ടർമാർക്കും ഗ്രാമസഭയിൽ അല്ലെങ്കിൽ വാർഡ് സഭയിൽ പങ്കെടുക്കാം. ചർച്ചകളിൽ പങ്കെടുത്ത് അഭിപ്രായം പറയാൻ അവർക്കെല്ലാം അവസരമുണ്ട്. വാർഡിൽ നടപ്പിലാക്കേണ്ട വികസന പ്രവർത്തനങ്ങൾ സംബന്ധിച്ച് ജനങ്ങൾക്ക് ഗ്രാമസഭയിൽ കൂട്ടായി ചർച്ച ചെയ്ത് തീരുമാനങ്ങൾ എടുക്കുന്നു. ഇത്തരം പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്നത് ആ വാർഡിൽ നിന്നും ജനങ്ങൾ തിരഞ്ഞെടുക്കുന്ന ജനപ്രതിനിധിയാണ്. ഈ ജനപ്രതിനിധി ഗ്രാമങ്ങളിൽ വാർഡ് മെമ്പർ എന്നും നഗരങ്ങളിൽ കൗൺസിലർ എന്നും അറിയപ്പെടുന്നു. ഗ്രാമസഭയിൽ ജനങ്ങൾക്ക് നേരിട്ട് പങ്കാളികളാവാനും തീരുമാനങ്ങൾ എടുക്കാനും കഴിയുന്നു. എന്നാൽ സംസ്ഥാന തലത്തിലും ദേശീയ തലത്തിലും കൂട്ടായ തീരുമാനങ്ങൾ എടുക്കുന്നത് ജനങ്ങൾ തിരഞ്ഞെടുത്ത പ്രതിനിധികളാണ്. ഇനി ചില പ്രധാനപ്പെട്ട വാചകങ്ങൾ നോക്കാം. മഹാത്മാഗാന്ധി പറഞ്ഞത്, ജനാധിപത്യ ഭരണം ജനങ്ങളുടെ ആഗ്രഹങ്ങൾക്ക് അനുസൃതമായിരിക്കണം. ജനാധിപത്യ ഭരണം ജനങ്ങളുടെ ആഗ്രഹങ്ങൾക്ക് അനുസൃതമായിരിക്കണം എന്ന് പറഞ്ഞത് മഹാത്മാഗാന്ധിയാണ്. ജനങ്ങൾക്ക് വേണ്ടി ജനങ്ങളാൽ നടത്തുന്ന ജനങ്ങളുടെ ഭരണമാണ് ജനാധിപത്യം. എബ്രഹാം ലിങ്കൻ്റെ വാക്കുകളാണ്. ജനങ്ങൾക്ക് വേണ്ടി ജനങ്ങളാൽ നടത്തുന്ന ജനങ്ങളുടെ ഭരണമാണ് ജനാധിപത്യം. എബ്രഹാം ലിങ്കൻ്റെ വാക്കുകൾ. ആഗോള ആദരവ് പിടിച്ചു വരുന്ന ഏകഭരണ സംവിധാനം ജനാധിപത്യമാണ്. അമർത്യ വാക്കുകളാണ്. ആഗോള ആദരവ് പിടിച്ചു വരുന്ന ഏക ഭരണ സംവിധാനം ജനാധിപത്യമാണ്. എന്താണ് ജനാധിപത്യം എന്ന് നോക്കാം. ജനങ്ങൾ നേരിട്ടോ ജനങ്ങളാൽ തിരഞ്ഞെടുക്കപ്പെട്ട പ്രതിനിധികളോ ജനങ്ങൾക്ക് വേണ്ടി നടത്തുന്ന പ്രക്രിയയാണ് ജനാധിപത്യം എന്നറിയപ്പെടുന്നത്. ജനങ്ങൾ നേരിട്ടോ ജനങ്ങളാൽ തിരഞ്ഞെടുക്കപ്പെട്ട പ്രതിനിധികളോ ജനങ്ങൾക്ക് വേണ്ടി ഭരണം നടത്തുന്ന പ്രക്രിയയാണ് ജനാധിപത്യം. ജനാധിപത്യം ജനാധിപത്യം എന്ന അർത്ഥം വരുന്ന ഡെമോക്രസി എന്ന ഇംഗ്ലീഷ് പദം ഡെമോക്രാറ്റിയ എന്ന ഗ്രീക്ക് പദത്തിൽ നിന്നാണ് ഉത്ഭവിച്ചത്. ജനം എന്നർത്ഥമുള്ള ഡെമോസ്, ശക്തി അഥവാ അധികാരം എന്നർത്ഥമുള്ള ക്രാറ്റോസ് എന്നീ ഗ്രീക്ക് പദങ്ങൾ ചേർന്നുണ്ടായതാണിത്. ജനങ്ങളും ശക്തിയും. ജനാധിപത്യം, ഡെമോക്രസി. പ്രത്യക്ഷ ജനാധിപത്യവും പരോക്ഷ ജനാധിപത്യവും. പ്രത്യക്ഷ ജനാധിപത്യത്തിൽ പ്രധാന തീരുമാനങ്ങൾ ജനങ്ങൾ നേരിട്ടെടുക്കുന്നു. സംസ്ഥാന നിയമസഭ, പാർലമെൻറ്റ് എന്നിവിടങ്ങളിൽ തീരുമാനങ്ങൾ എടുക്കുന്നത് ജനങ്ങൾ നേരിട്ടല്ല. അവർ തിരഞ്ഞെടുത്ത പ്രതിനിധികളാണ് ഇവിടെ ജനങ്ങൾക്ക് വേണ്ടി തീരുമാനങ്ങൾ എടുക്കുന്നത്. ഇത്തരം പ്രാതിനിധ്യ ജനാധിപത്യത്തെ പരോക്ഷ ജനാധിപത്യം എന്ന് പറയുന്നു. ജനാധിപത്യവും തിരഞ്ഞെടുപ്പും. പ്രാദേശിക തലം മുതൽ പാർലമെൻറ്റ് വരെ തങ്ങളെ ഭരിക്കേണ്ട പ്രതിനിധികളെ തിരഞ്ഞെടുക്കുന്നത് ജനങ്ങളാണ്.
സാർവത്രിക പ്രായപൂർത്തി വോട്ടവകാശത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. 18 വയസ്സ് പൂർത്തിയായ എല്ലാ ഇന്ത്യൻ പൗരന്മാർക്കും വോട്ടവകാശമുണ്ട്. ഇങ്ങനെ പ്രാദേശിക ഭരണകൂടങ്ങളിലേക്കും നിയമസഭകളിലേക്കും ലോകസഭയിലേക്കുമുള്ള പ്രതിനിധികളെ ജനങ്ങൾ വോട്ട് ചെയ്താണ് തിരഞ്ഞെടുക്കുന്നത്. തെരഞ്ഞെടുപ്പ് ജനാധിപത്യത്തിൻ്റെ അടിസ്ഥാന സവിശേഷതകളിലൊന്നാണ്. തെരഞ്ഞെടുപ്പ് ഘട്ടങ്ങൾ നോക്കാം. തെരഞ്ഞെടുപ്പ് വിജ്ഞാപനം പുറപ്പെടുവിക്കൽ, നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കൽ, നാമനിർദ്ദേശ പത്രികകളുടെ സൂക്ഷ്മ പരിശോധന, നാമനിർദ്ദേശ പത്രിക പിൻവലിക്കൽ, വോട്ടെടുപ്പ്, വോട്ടെണ്ണലും ഫലപ്രഖ്യാപനവും. ഇതാണ് തെരഞ്ഞെടുപ്പിൻ്റെ ഘട്ടങ്ങൾ. ജനാധിപത്യത്തിൻ്റെ നിലനിൽപ്പിന് ആവശ്യമായ ഘടകങ്ങൾ എന്തെല്ലാം നോക്കാം. 1. നിയമവാഴ്ച. എല്ലാവരും നിയമത്തിന് മുന്നിൽ തുല്യരാണ്. നിയമങ്ങൾ അനുസരിക്കാൻ എല്ലാവർക്കും ബാധ്യതയുണ്ട്. ആരും നിയമത്തിന് അതീതരല്ല. 2. അവകാശങ്ങൾ. വ്യക്തിയുടെയും രാജ്യത്തിൻ്റെയും പുരോഗതിക്ക് വേണ്ടി രാജ്യം അനുവദിച്ചു കൊടുത്തിട്ടുള്ള സാഹചര്യങ്ങളാണ് അവകാശങ്ങൾ. വിവിധ അവകാശങ്ങൾ ജനങ്ങൾക്ക് ലഭിക്കുന്നതിന് വേണ്ടി ഗവൺമെൻറ് നടപ്പിലാക്കിയ നിയമങ്ങൾ താഴെ തന്നിരിക്കുന്ന പട്ടികയുടെ എ കോളത്തിൽ നൽകിയിരിക്കുന്നു. വിദ്യാഭ്യാസ അവകാശ നിയമം, മോട്ടോർ വാഹന നിയമം, വിവരാവകാശ നിയമം, വൃദ്ധജന പരിപാലന നിയമം. അടുത്ത് സാമൂഹ്യ സാമ്പത്തിക നീതി. എല്ലാ ജനങ്ങൾക്കും പങ്കാളിത്തം നൽകുന്ന ഭരണ സംവിധാനമാണ് ജനാധിപത്യം. പങ്കാളികൾ എല്ലാവരും തുല്യരാകുമ്പോഴാണ് ജനാധിപത്യം അർത്ഥവത്താകുന്നത്. സാമൂഹികവും സാമ്പത്തികവുമായ അസമത്വം കുറച്ച് എല്ലാവർക്കും തുല്യ പരിഗണന നൽകുക എന്നതാണ് സാമൂഹ്യ സാമ്പത്തിക നീതി എന്ന ആശയത്തിലൂടെ ഉദ്ദേശിക്കുന്നത്. സാമൂഹ്യ സാമ്പത്തിക നീതിക്ക് വിരുദ്ധമായ ചില ആശയങ്ങൾ താഴെ കൊടുത്തിരിക്കുന്നു. അടിമത്തം, സ്ത്രീ വിവേചനം, തൊഴിലില്ലായ്മ, ദാരിദ്ര്യം. അടുത്ത മാധ്യമങ്ങളാണ്. സമൂഹത്തിലെ സംഭവങ്ങൾ ജനങ്ങളിൽ എത്തിക്കുവാൻ സഹായിക്കുന്ന ഒരു പ്രധാന ഉപാധിയാണ് മാധ്യമങ്ങൾ. സ്വതന്ത്രവും നിഷ്പക്ഷവുമായ മാധ്യമങ്ങൾ ജനാധിപത്യത്തിൻ്റെ അടിത്തറയാണ്. ജനങ്ങളുടെ താൽപ്പര്യങ്ങൾ പരസ്പരം അറിയുന്നതിനും പൊതുവായ ആവശ്യങ്ങൾ ഗവൺമെൻറ്റിൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തുന്നതിനും മാധ്യമങ്ങൾ പ്രധാന പങ്ക് വഹിക്കുന്നു. ഗവൺമെൻറ്റിൻ്റെ തീരുമാനങ്ങൾ ജനങ്ങളിൽ എത്തിക്കുന്നതും മാധ്യമങ്ങൾ വഴിയാണ്. അടുത്ത പ്രതിപക്ഷം. ജനാധിപത്യത്തിൽ തിരഞ്ഞെടുപ്പിൻ്റെ പ്രാധാന്യം നമ്മൾ പഠിച്ചുവല്ലോ. തിരഞ്ഞെടുപ്പിലൂടെ ഭരണപക്ഷവും ഒപ്പം പ്രതിപക്ഷവും ഉണ്ടാകുന്നു. ഗവൺമെൻറ്റിൻ്റെ പ്രവർത്തനത്തിലെ പാളിച്ചകൾ തുറന്നുകാട്ടി നല്ല രീതിയിൽ പ്രവർത്തിക്കാൻ ഗവൺമെൻറ്റിനെ പ്രേരിപ്പിക്കുകയാണ് പ്രതിപക്ഷത്തിൻ്റെ ധർമ്മം. ഇങ്ങനെ തിരഞ്ഞെടുപ്പ്, നിയമവാഴ്ച, അവകാശങ്ങൾ, സാമൂഹ്യ സാമ്പത്തിക നീതി, മാധ്യമങ്ങൾ, പ്രതിപക്ഷം തുടങ്ങിയ ഘടകങ്ങളാണ് ജനാധിപത്യത്തെ നിലനിർത്തുന്നത്. ജനാധിപത്യം ഒരു ജീവിത രീതി എന്ന നിലയിൽ ജനാധിപത്യം മാനുഷിക മൂല്യങ്ങൾക്കും വ്യക്തി സ്വാതന്ത്ര്യത്തിനും അംഗീകാരം നൽകുന്നു. മറ്റുള്ളവരുടെ അഭിപ്രായങ്ങൾ മാനിക്കുക എന്നത് ജനാധിപത്യ രീതിയുടെ ഭാഗമാണ്. അഭിപ്രായങ്ങളോട് യോജിക്കുവാനോ വിയോജിക്കുവാനോ വ്യക്തിക്ക് അവകാശമുണ്ട്. കൂട്ടായ തീരുമാനങ്ങൾ എടുക്കുവാൻ കഴിയുമ്പോൾ ജനാധിപത്യം അർത്ഥപൂർണമാകുന്നു. വീട്, സ്കൂൾ, സമൂഹം തുടങ്ങി ജീവിതത്തിലെ എല്ലാ മേഖലകളിലും ജനാധിപത്യത്തെ ഒരു ജീവിത രീതി എന്ന നിലയിൽ ഉൾക്കൊണ്ടുകൊണ്ട് പ്രവർത്തിക്കാൻ കഴിയണം. സംഗ്രഹം നോക്കാം. ഇതിൽ വളരെ കുറച്ച് പോയിന്റുകൾ മാത്രമേ ഉള്ളൂ. ജനങ്ങൾക്ക് വേണ്ടി ജനങ്ങളാൽ നടത്തുന്ന ജനങ്ങളുടെ ഭരണമാണ് ജനാധിപത്യം. ജനാധിപത്യം എന്നത് കേവലം ഒരു ഭരണക്രമം മാത്രമല്ല, ഒരു ജീവിത രീതി കൂടിയാണ്. തെരഞ്ഞെടുപ്പുകൾ, നിയമവാഴ്ച, അവകാശങ്ങൾ, സാമൂഹ്യ സാമ്പത്തിക നീതി, മാധ്യമങ്ങൾ, പ്രതിപക്ഷം തുടങ്ങിയ ഘടകങ്ങളാണ് ജനാധിപത്യത്തെ നിലനിർത്തുന്നത്. ഇത്രയുമാണ് ഈ പാഠത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അടുത്ത 10ാമത്തെ പാഠം കേരളക്കരയിൽ എന്ന ഭാഗമാണ്. കേരളക്കരയിൽ. പ്രകൃതി സൗന്ദര്യത്തിൽ അനുഗ്രഹീതമായ നാടാണ് കേരളം. കുന്നുകളും നദികളും കായലുകളും കടൽ തീരവും വൈവിധ്യമാർന്ന സസ്യ ജന്തുജാലങ്ങളും മിതമായ കാലാവസ്ഥയും കേരളത്തിൻ്റെ സവിശേഷതകളാണ്. പ്രശസ്ത സാഹിത്യകാരനായ ശ്രീ S.K. പൊറ്റക്കാട് കേരളത്തെക്കുറിച്ച് വർണ്ണിച്ചിരിക്കുന്നത് നോക്കാം. കേരളമേ, നിന്റെ യോമന പേർ കേൾക്കെ കോൾമേർ കൊള്ളുന്നെന്നുമെന്നും. നീരാളിപ്പച്ച വിരിച്ച വയലുകൾ, നീളക്കിടക്കുമുൾ നാടുകളും, വാരിളം പുല്ലണിക്കുന്നിൻ പുറങ്ങളും, നീരറ്റ നീരലർ പൊയ്കകളും, പൂത്തിരി കത്തിച്ച പാതിരാവും പിന്നെ പൂത്തിരുവാതിരപ്പൂ നിലാവും. ഇന്ത്യയുടെ തെക്കേ അറ്റത്തായി കിഴക്ക് പശ്ചിമഘട്ടത്തിനും പടിഞ്ഞാറ് അറബിക്കടലിനുമിടയിൽ സ്ഥിതി ചെയ്യുന്ന ഭൂപ്രദേശമാണ് കേരള സംസ്ഥാനം. കിഴക്ക് പശ്ചിമഘട്ടത്തിനും പടിഞ്ഞാറ് അറബിക്കടലിനുമിടയിൽ സ്ഥിതി ചെയ്യുന്ന ഭൂപ്രദേശമാണ് കേരള സംസ്ഥാനം.
ഇവിടെ ഒരു കേരളത്തിൻ്റെ ഭൂപടം കൊടുത്തിട്ടുണ്ട്. ഇവിടെ കർണാടകയും ഇവിടെ തമിഴ്നാടും ആണ് കേരളത്തിൻ്റെ അതിർത്തി സംസ്ഥാനങ്ങൾ. പിന്നീട് നോക്കാനുള്ളത് കാസർഗോഡ്. കാസർഗോഡിൻ്റെ ജില്ലാസ്ഥാനം കാസർഗോഡ് തന്നെയാണ്. അതുപോലെ കണ്ണൂരിൻ്റെ ജില്ലാസ്ഥാനം കണ്ണൂർ തന്നെയാണ്. വയനാടിൻ്റെ ജില്ലാസ്ഥാനം കൽപ്പറ്റയാണ്. കോഴിക്കോടിൻ്റെ ജില്ലാസ്ഥാനം കോഴിക്കോടാണ്. മലപ്പുറത്തിൻ്റെ ജില്ലാസ്ഥാനം മലപ്പുറമാണ്. പാലക്കാടിൻ്റെ ജില്ലാസ്ഥാനം പാലക്കാടാണ്. തൃശ്ശൂരിൻ്റെ ജില്ലാസ്ഥാനം തൃശ്ശൂരാണ്. എറണാകുളത്തിൻ്റേത് എറണാകുളം തന്നെയാണ്. ഇടുക്കിയുടെ ജില്ലാസ്ഥാനം പൈനാവാണ്. വയനാടിൻ്റെ കൽപ്പറ്റയും ഇടുക്കിയുടെ പൈനാവുമാണ്. കോട്ടയത്തിൻ്റേത് കോട്ടയം തന്നെയാണ്. ആലപ്പുഴയുടേത് ആലപ്പുഴ തന്നെയും പത്തനംതിട്ടയുടേത് പത്തനംതിട്ട തന്നെയും കൊല്ലത്തിൻ്റെ കൊല്ലവും തിരുവനന്തപുരത്തിൻ്റെ തിരുവനന്തപുരം തന്നെയാണ്. ആകെ മാറ്റമുള്ളത് ഇടുക്കിയുടെയും വയനാടിൻ്റെതുമാണ്. ഇടുക്കി പൈനാവും വയനാട് കൽപ്പറ്റയുമാണ്. കേരളത്തിൻ്റെ സംസ്ഥാന തലസ്ഥാനം തിരുവനന്തപുരമാണ്. തിരുവനന്തപുരം. ഭൂപ്രകൃതി. പടിഞ്ഞാറ് അറബിക്കടലിനോട് ചേർന്ന് മണൽ നിറഞ്ഞ പ്രദേശങ്ങളിൽ തുടങ്ങി കുന്നുകളും താഴ്വരകളും കടന്ന് കിഴക്കൻ അതിർത്തിയിൽ എത്തുമ്പോഴേക്കും കുതിച്ചു പാഞ്ഞൊഴുകുന്ന കാട്ടാറുകളും ഉയരം കൂടിയ കൊടുമുടികളും ഉൾക്കൊള്ളുന്ന വൈവിധ്യമാർന്ന ഭൂപ്രകൃതിയാണ് നമ്മുടെ കൊച്ചു കേരളത്തിനുള്ളത്. സമുദ്രനിരപ്പിൽ നിന്നുള്ള ഉയരത്തെ അടിസ്ഥാനമാക്കി കേരളത്തിൻ്റെ ഭൂപ്രകൃതിയെ മൂന്നായി തിരിക്കാം. അപ്പോൾ ഇതെല്ലാമാണ് മലനാട്, ഇടനാട്, തീരപ്രദേശം. മലനാട്, ഇടനാട്, തീരപ്രദേശം. ഇവിടെ കാപ്പി കളർ കാണുന്നത് മലനാടാണ്. അതേപോലെ ഈ പച്ച കളറിൽ കാണുന്നത് ഇടനാട്, ഈ മഞ്ഞ കളറിൽ കാണുന്നത് തീരപ്രദേശവുമാണ്. ഇനി നമുക്ക് മലനാട് എന്താണെന്ന് നോക്കാം. മലനാട് സമുദ്രനിരപ്പിൽ നിന്നും ഏകദേശം 75 മീറ്ററിൽ കൂടുതൽ ഉയരമുള്ള പ്രദേശമാണ് മലനാട്. സമുദ്രനിരപ്പിൽ നിന്ന് ഏകദേശം 75 മീറ്റർ കൂടുതൽ ഉയരമുള്ള പ്രദേശമാണ് മലനാട്. ഉയരം കൂടിയ കുന്നുകളും മലകളുമൊക്കെയുള്ള ഈ ഭൂപ്രകൃതി വിഭാഗത്തിൽ നിന്നാണ് നമ്മുടെ നദികളെല്ലാം ഉത്ഭവിക്കുന്നത്. ഈ ഭൂപ്രകൃതി വിഭാഗത്തിൻ്റെ ഭൂരിഭാഗവും വനങ്ങളാണ്. അപ്പോൾ നമ്മുടെ നദികളെല്ലാം ഉത്ഭവിക്കുന്നത് മലനാട്ടിൽ നിന്നാണ്. ഈ ഭൂപ്രകൃതി വിഭാഗത്തിൻ്റെ ഭൂരിഭാഗവും വനങ്ങളാണ്. സഹ്യൻ്റെ മടിയിൽ. തെക്ക് തമിഴ്നാട് മുതൽ വടക്ക് ഗുജറാത്ത് വരെ വ്യാപിച്ചു കിടക്കുന്ന പശ്ചിമഘട്ട മലനിരകളുടെ ഭാഗമാണ് കേരളത്തിൻ്റെ മലനാട് പ്രദേശം. കടുവ, പുലി, വരയാട്, സിംഹവാലൻ കുരങ്ങ് എന്നിവയും രാജവെമ്പാല ഉൾപ്പെടെയുള്ള പലതരം പാമ്പുകൾ, നിരവധിയിനം പക്ഷികൾ, ചിത്രശലഭങ്ങൾ തുടങ്ങിയ അപൂർവമായ ജീവികളും പശ്ചിമഘട്ടത്തിലുണ്ട്. മലമുഴക്കി വേഴാമ്പൽ, വരയാട്, ഈട്ടി, അകിൽ, ചന്ദനം, രക്തചന്ദനം തുടങ്ങിയ മരങ്ങളും പലതരം ഓർക്കിഡുകളും നിറഞ്ഞതാണ് പശ്ചിമഘട്ട മേഖല. ഈ പ്രദേശത്തിന് സഹ്യപർവ്വതനിര എന്നും പേരുണ്ട്. നിശബ്ദതയുടെ താഴ്വരയിൽ. പാലക്കാട് ജില്ലയിലെ മണ്ണാർക്കാട് താലൂക്കിൽ ഉൾപ്പെടുന്ന പശ്ചിമഘട്ട വനപ്രദേശമാണ് സൈലന്റ് വാലി. ചീവീടുകൾ അപൂർവമായതുകൊണ്ടാണ് ഈ പ്രദേശത്തിന് സൈലന്റ് വാലി അഥവാ നിശബ്ദ താഴ്വര എന്ന പേര് വരാൻ കാരണം. വംശനാശ ഭീഷണി നേരിടുന്ന സിംഹവാലൻ കുരങ്ങൾ ഉൾപ്പെടെ നിരവധി സസ്യജന്തുജാലങ്ങളുടെ ആവാസ കേന്ദ്രം കൂടിയാണ് ഈ വനപ്രദേശം. ചീവീടുകൾ അപൂർവമായതുകൊണ്ടാണ് നിശബ്ദ താഴ്വര അഥവാ സൈലന്റ് വാലി എന്ന പേര് വരാൻ കാരണം. അടുത്ത് ഇടനാടാണ്. ഇടനാട് സമുദ്രനിരപ്പിൽ നിന്നും 7.5 മീറ്റർ മുതൽ 75 മീറ്റർ വരെ ഉയരമുള്ള ഭൂപ്രദേശങ്ങൾ ഉൾപ്പെടുന്നതാണ് ഇടനാട്. ചെറിയ കുന്നുകളും താഴ്വരകളും നദീതടങ്ങളുമെല്ലാം ചേർന്നതാണ് ഇടനാട്. ഇടനാട് മേഖല. അടുത്ത തീരപ്രദേശമാണ്. സമുദ്രനിരപ്പിൽ നിന്നും 7.5 മീറ്റർ വരെ ഉയരമുള്ള ഭാഗമാണ് തീരപ്രദേശം. പൊതുവെ മണൽ നിറഞ്ഞ ഭൂപ്രദേശമാണിത്. അടുത്തത് കാലാവസ്ഥയാണ്. കാലാവസ്ഥ മിതമായ കാലാവസ്ഥയാണ് കേരളത്തിൽ നിലനിൽക്കുന്നത്. അതികഠിനമായ ചൂടോ തണുപ്പോ കേരളത്തിൽ അനുഭവപ്പെടാതിരിക്കാൻ പ്രധാന കാരണം കടലിൻ്റെ സാമീപ്യമാണ്. തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ കാലത്ത് കേരളത്തിൽ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്നു. ജൂൺ മാസത്തിൽ തുടങ്ങുന്ന ഈ മഴക്കാലം ഇടവപ്പാതി, കാലവർഷം എന്നിങ്ങനെ അറിയപ്പെടുന്നു. തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ കാലത്ത് കേരളത്തിൽ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്നു. ജൂൺ മാസത്തിൽ തുടങ്ങുന്ന ഈ മഴക്കാലം ഇടവപ്പാതി, കാലവർഷം എന്നിങ്ങനെ അറിയപ്പെടുന്നു. വടക്കുകിഴക്കൻ മൺസൂൺ മഴക്കാലം തുലാവർഷം എന്നാണ് അറിയപ്പെടുന്നത്. വൈകുന്നേരങ്ങളിലെ ഇടിയോടുകൂടിയ മഴയാണ് തുലാവർഷത്തിൻ്റെ പ്രത്യേകത. വടക്ക് കിഴക്കൻ മൺസൂൺ മഴക്കാലം തുലാവർഷം എന്നാണ് അറിയപ്പെടുന്നത്. വൈകുന്നേരങ്ങളിലെ ഇടിയോടുകൂടിയ മഴയാണ് തുലാവർഷത്തിൻ്റെ പ്രത്യേകത. ഡിസംബർ മാസത്തോടെ കേരളത്തിൽ നേരിയ തണുപ്പ് അനുഭവപ്പെടാൻ തുടങ്ങുന്നു.
ഫെബ്രുവരി മധ്യത്തോടെ വേനൽക്കാലം ആരംഭിക്കുകയായി. അടുത്ത് നദികൾ. പശ്ചിമഘട്ടത്തിൽ നിന്നുത്ഭവിച്ച് കേരളത്തിലൂടെ ഒഴുകുന്ന 44 നദികളുണ്ട്. 44 നദികളുണ്ട്. ഇവയിൽ കബനി, ഭവാനി, പാമ്പാർ എന്നീ നദികൾ കിഴക്കോട്ട് ഒഴുകുന്നവയാണ്. പെരിയാറാണ് കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ നദി. ഇത് ഓർത്തിരിക്കുക. പശ്ചിമഘട്ടത്തിൽ നിന്ന് ഉത്ഭവിച്ച് കേരളത്തിലൂടെ ഒഴുകുന്ന 44 നദികളുണ്ട്. ഇവയിൽ കബനി, ഭവാനി, പാമ്പാർ എന്നീ നദികൾ കിഴക്കോട്ടാണ് ഒഴുകുന്നത്. അത് പ്രത്യേകം ഓർത്തിരിക്കുക. കബനി, ഭവാനി, പാമ്പാർ ഇവ മൂന്നും കിഴക്കോട്ടാണ് ഒഴുകുന്നത്. പെരിയാറാണ് കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ നദി. പുനർജനി. 1/4 നൂറ്റാണ്ട് മുമ്പ് വറ്റിവരണ്ടുപോയ അട്ടപ്പാടിയിലെ കൊടുങ്ങരപ്പള്ളം പുഴ അതിൻ്റെ ഒഴുക്ക് വീണ്ടെടുത്തുകൊണ്ടിരിക്കുന്നു. തമിഴ്നാട് അതിർത്തിയിലെ പെരുമാൾമുടിയിൽ നിന്ന് ഉത്ഭവിച്ച് ഭവാനിപ്പുഴയിൽ എത്തിച്ചേരുന്ന പുഴയാണ് കൊടുങ്ങരപ്പള്ളം പുഴ. വനനശീകരണമാണ് പുഴയുടെ നാശത്തിന് വഴിതെളിച്ചത്. മഴക്കുഴികൾ, തടയണകൾ എന്നിവയുടെ നിർമ്മാണം, കാട് വെച്ചുപിടിപ്പിക്കൽ തുടങ്ങിയ പ്രവർത്തനങ്ങൾ മൂലം പുഴ നീരൊഴുക്ക് വീണ്ടെടുത്ത് അട്ടപ്പാടി പ്രദേശത്തുകൂടി വീണ്ടും ഒഴുകിക്കൊണ്ടിരിക്കുന്നു. അടുത്തത് കായലുകൾ. കടലിനോട് ചേർന്ന് കാണപ്പെടുന്ന വലിയ ജലാശയങ്ങളാണ് കായലുകൾ. ആലപ്പുഴ, കോട്ടയം, എറണാകുളം ജില്ലകളിൽ വ്യാപിച്ചു കിടക്കുന്ന വേമ്പനാട്ട് കായൽ കേരളത്തിലെ ഏറ്റവും വലിയ കായലാണ്. കേരളത്തിലെ ഏറ്റവും വലിയ കായൽ വേമ്പനാട്ട് കായലാണ്. വേമ്പനാട്ട് കായലാണ് കേരളത്തിലെ ഏറ്റവും വലിയ കായൽ. മത്സ്യബന്ധനം, കക്കവാരൽ, കയർ വ്യവസായം, വിനോദസഞ്ചാരം എന്നിവയ്ക്ക് വേണ്ടി കായലുകൾ പ്രയോജനപ്പെടുത്തുന്നു. മത്സ്യബന്ധനം, കക്കവാരൽ, കയർ വ്യവസായം, വിനോദസഞ്ചാരം. അടുത്ത് തടാകങ്ങൾ. കരയാൽ ചുറ്റപ്പെട്ട വലിയ ജലാശയങ്ങളാണ് തടാകങ്ങൾ. കൊല്ലം ജില്ലയിലെ ശാസ്താംകോട്ട തടാകമാണ് സംസ്ഥാനത്തെ ഏറ്റവും വലിയ ശുദ്ധജല തടാകം. അപ്പോൾ കേരളത്തിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകം കൊല്ലം ജില്ലയിലെ ശാസ്താംകോട്ട തടാകമാണ്. ശാസ്താംകോട്ട ഒരു തടാകമാണ്. കരയാൽ ചുറ്റപ്പെട്ട വലിയ ജലാശയങ്ങളാണ് തടാകങ്ങൾ. കൃഷിയും ജനജീവിതവും. കേരളം ഒരു കാർഷിക പ്രാധാന്യമുള്ള സംസ്ഥാനമാണ്. വളക്കൂറുള്ള മണ്ണും ധാരാളമായി ലഭിക്കുന്ന മഴയും കേരളത്തിൽ കൃഷിക്ക് അനുകൂലമായ സാഹചര്യമൊരുക്കുന്നു. തീരപ്രദേശങ്ങളിൽ തെങ്ങ്, നെല്ല് തുടങ്ങിയ വിളകളാണ് മുഖ്യമായും കൃഷി ചെയ്യുന്നത്. ഇവിടുത്തെ കായലുകൾ മത്സ്യകൃഷിക്ക് വ്യാപകമായി ഉപയോഗപ്പെടുത്തുന്നു. എന്നാൽ ഇടനാട്ടിലെത്തുമ്പോഴേക്കും വൈവിധ്യമാർന്ന വിളകൾ കൃഷി ചെയ്യുന്നതായി കാണാം. നെല്ല്, തെങ്ങ്, വാഴ, ചേന, ചേമ്പ് എന്നിവ കൂടാതെ കമുക്, റബ്ബർ, മരച്ചീനി, കാപ്പി, കുരുമുളക് തുടങ്ങിയ വിളകളും ഈ മേഖലകളിലുണ്ട്. ഇടനാട്ടിലെ പ്രധാനപ്പെട്ട കൃഷികൾ നെല്ല്, തെങ്ങ്, വാഴ, ചേന, ചേമ്പ്, കമുക്, റബ്ബർ, മരച്ചീനി, കാപ്പി, കുരുമുളക്. തീരപ്രദേശങ്ങളിൽ പ്രധാനമായും നെല്ലും തെങ്ങുമാണ് വിളകൾ. മത്സ്യകൃഷിയും ഉണ്ട്. മലനാട്ടിൽ പൊതുവെ അനുഭവപ്പെടുന്ന തണുപ്പുള്ള കാലാവസ്ഥ തേയില, ഏലം, കുരുമുളക് എന്നീ വിളകൾക്ക് ഏറെ അനുയോജ്യമാണ്. തേയില, ഏലം, കുരുമുളക്. കേരളത്തിൻ്റെ ദേശീയോത്സവമായ ഓണം ചിങ്ങമാസത്തിലെ വിളവെടുപ്പുമായി ബന്ധപ്പെട്ടതാണെന്ന് നിങ്ങൾക്കറിയാമോ? വിഷുവിന് കാർഷിക ഫലങ്ങൾ കൊണ്ട് കണിയൊരുക്കുന്നതും 10-ാം ഉദയത്തിന് വിളയിറക്കുന്നതും ഒക്കെ കേരളീയ സംസ്കാരത്തിൽ കൃഷിയുടെ സ്ഥാനം വ്യക്തമാക്കുന്നു. ഗതാഗതം. കേരളത്തിൽ ഓരോ ഭൂപ്രകൃതി വിഭാഗത്തിനും അനുയോജ്യമായ ഗതാഗത മാർഗങ്ങളാണ് രൂപപ്പെടുത്തിയിട്ടുള്ളത്. കായലുകൾ, തടാകങ്ങൾ, നദീമുഖങ്ങൾ എന്നിവ നിറഞ്ഞ തീരപ്രദേശത്ത് ജലഗതാഗത മാർഗത്തിന് ഏറെ പ്രാധാന്യമുണ്ട്. തിരുവനന്തപുരം മുതൽ ഹോസ്ദുർഗ് വരെ നീളുന്ന ജലപാത നമുക്കുണ്ട്. മത്സ്യബന്ധനം, ഗതാഗതം, രാജ്യരക്ഷ തുടങ്ങിയവയ്ക്ക് പ്രയോജനപ്പെടുത്തുന്ന തുറമുഖങ്ങളും വികസിപ്പിച്ചിട്ടുണ്ട്. കേരളത്തിൽ റെയിൽവേ പാതകൾ ഇല്ലാത്ത ജില്ലകൾ ഏതൊക്കെ? വയനാടും ഇടുക്കിയും. ദൈവത്തിൻ്റെ സ്വന്തം നാട്. ഹരിതാപമായ പർവ്വതങ്ങളും മലകളും നിറഞ്ഞ ഭൂപ്രകൃതി, ധാരാളമായി ലഭിക്കുന്ന മഴ, അനേകം നദികൾ, സുഖകരമായ കാലാവസ്ഥ, ഉയർന്ന സാക്ഷരതയും സംസ്കാരവുമുള്ള ജനത. ഇത്രയേറെ സമ്പന്നമായ നമ്മുടെ കേരളത്തിൻ്റെ വൈവിധ്യവും വിഭവസമ്പത്തും വരും തലമുറയ്ക്കായി കാത്തു സൂക്ഷിക്കേണ്ടത് നാം ഓരോരുത്തരുടെയും കടമയാണ്. അതിനുവേണ്ടിയുള്ള പ്രവർത്തനങ്ങളിൽ നമുക്കും പങ്കാളികളാവാം. ഇനി ഇതിൻ്റെ സംഗ്രഹം നോക്കാം. ഇന്ത്യയുടെ തെക്ക് ഭാഗത്ത് അറബിക്കടലിൻ്റെ തീരത്ത് സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനമാണ് കേരളം. മലനാട്, ഇടനാട്, തീരപ്രദേശം എന്നിങ്ങനെ വ്യത്യസ്തമായ ഭൂപ്രകൃതിയാണ് കേരളത്തിനുള്ളത്. കേരളത്തിൽ ഇടവിട്ട് അനുഭവപ്പെടുന്ന മഴക്കാലവും വേനൽക്കാലവും വ്യത്യസ്ത കാർഷിക വിളകൾ അനുകൂല സാഹചര്യമൊരുക്കുന്നു. കൃഷിയിൽ അധിഷ്ഠിതമായ ഒരു സംസ്കാരമാണ് കേരളത്തിനുള്ളത്.
ഇത് 11ാമത്തെ പാഠമാണ്, നമ്മുടെ ഇന്ത്യ. നമ്മുടെ ഇന്ത്യ. സ്കൂൾ പഠനമൊക്കെ കഴിഞ്ഞ് കുറേ ആളുകൾക്ക് നൊസ്റ്റാൾജി ഉയർത്തിക്കൊണ്ടാണ് ഈ പാഠം തുടങ്ങുന്നത്. നമ്മുടെ പ്രതിജ്ഞ: ഇന്ത്യ എൻ്റെ രാജ്യമാണ്. എല്ലാ ഇന്ത്യക്കാരും എൻ്റെ സഹോദരി സഹോദരന്മാരാണ്. ഞാൻ എൻ്റെ രാജ്യത്തെ സ്നേഹിക്കുന്നു. സമ്പൂർണവും വൈവിധ്യപൂർണവുമായ അതിൻ്റെ പാരമ്പര്യത്തിൽ ഞാൻ അഭിമാനം കൊള്ളുന്നു. എല്ലാവർക്കും ഓർമ്മയുണ്ടെന്ന് വിചാരിക്കുന്നു. ഇന്ത്യ സ്ഥാനവും അയൽ രാജ്യങ്ങളും. ഇന്ത്യ ഏഷ്യ വൻകരയിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഇന്ത്യയുടെ തെക്ക് ഭാഗത്തുള്ള സമുദ്രം ഇന്ത്യൻ മഹാസമുദ്രമാണ്. ഈ സമുദ്രത്തിൻ്റെ കിഴക്ക് ഭാഗം ബംഗാൾ ഉൾക്കടലെന്നും പടിഞ്ഞാറ് ഭാഗം അറബിക്കടലെന്നും അറിയപ്പെടുന്നു. ഇന്ത്യയുടെ തെക്ക് ഭാഗത്തുള്ള സമുദ്രം ഇന്ത്യൻ മഹാസമുദ്രമാണ്. അതിൻ്റെ കിഴക്ക് ഭാഗം, സമുദ്രത്തിൻ്റെ കിഴക്ക് ഭാഗം ബംഗാൾ ഉൾക്കടലെന്നും പടിഞ്ഞാറ് ഭാഗം അറബിക്കടലെന്നും അറിയപ്പെടുന്നു. ഇന്ത്യ സംസ്ഥാനങ്ങൾ. ഭരണ സൗകര്യത്തിനായി ഇന്ത്യയെ 29 സംസ്ഥാനങ്ങളായി തിരിച്ചിരിക്കുന്നു. 2014 ജൂൺ മാസത്തിൽ ആന്ധ്രാപ്രദേശ് സംസ്ഥാനം, സീമാന്ധ്ര, തെലങ്കാന എന്നിങ്ങനെ 2 സംസ്ഥാനങ്ങളായി വിഭജിക്കപ്പെട്ടു. ഓരോ സംസ്ഥാനത്തിൻ്റെയും ഭരണകേന്ദ്രങ്ങൾ തലസ്ഥാനം എന്ന പേരിൽ അറിയപ്പെടുന്നു. രാജ്യത്തിൻ്റെ മൊത്തമായ ഭരണം കൈകാര്യം ചെയ്യുന്ന ദേശീയ തലസ്ഥാന നഗരമാണ് ഡൽഹി. ഇവിടെ ഇന്ത്യയുടെ ഒരു ഭൂപടം കൊടുത്തിട്ടുണ്ട്. ആ ഭൂപടത്തിൽ ഇന്ത്യൻ സംസ്ഥാനങ്ങളും അവിടെ തലസ്ഥാനങ്ങളും കൊടുത്തിട്ടുണ്ട്. അത് നമുക്ക് നോക്കാം. വളരെ പ്രധാനപ്പെട്ട ഒരു പോയിൻ്റാണ് ഇത്. ഇന്ത്യയുടെ താഴെ ഇവിടെ ഇന്ത്യൻ മഹാസമുദ്രമുണ്ട്. ഇന്ത്യയുടെ തെക്ക് ഭാഗത്ത് ഇന്ത്യൻ മഹാസമുദ്രമാണ്. അവിടെ തന്നെ ശ്രീലങ്ക എന്ന രാജ്യമുണ്ട്. പിന്നെ ഇപ്പുറത്തെ അറബിക്കടൽ. ഈ അറബിക്കടലിൻ്റെ വിഭാഗത്താണ് ലക്ഷദ്വീപ് സ്ഥിതി ചെയ്യുന്നത്. പിന്നെ കിഴക്ക് ഭാഗത്തേക്കായിട്ട് ബംഗാൾ ഉൾക്കടലുണ്ട്. ആ ഭാഗത്താണ് ആൻഡമാൻ നിക്കോബാർ ദ്വീപ് സമൂഹം. ആൻഡമാൻ നിക്കോബാർ ദ്വീപ് സമൂഹം ബംഗാൾ ഉൾക്കടലിലും ലക്ഷദ്വീപ് അറബിക്കടലിലുമാണ് സ്ഥിതി ചെയ്യുന്നത്. രണ്ടും പടിഞ്ഞാറും കിഴക്കുമാണ്. പടിഞ്ഞാറ് ലക്ഷദ്വീപും കിഴക്ക് ആൻഡമാൻ നിക്കോബാർ ദ്വീപ് സമൂഹവും. ഇനി നമുക്ക് ഇന്ത്യൻ സംസ്ഥാനങ്ങളും അവിടെ തലസ്ഥാനവും നോക്കാം. ജമ്മു കാശ്മീർ, ശ്രീനഗറാണ് തലസ്ഥാനം. ഹിമാചൽ പ്രദേശിൻ്റെ തലസ്ഥാനം സിംലയാണ്. ഹിമാചൽ പ്രദേശ് സിംല. പഞ്ചാബിൻ്റെ തലസ്ഥാനം ചണ്ഡീഗഡാണ്. ചണ്ഡീഗഡാണ് പഞ്ചാബിൻ്റെ തലസ്ഥാനം. ഉത്തരാഖണ്ഡിൻ്റെ തലസ്ഥാനം ഡെറാഡൂണാണ്. ഡെറാഡൂണാണ് ഉത്തരാഖണ്ഡിൻ്റെ തലസ്ഥാനം. ഹരിയാനയുടെ തലസ്ഥാനം ചണ്ഡീഗഡ് തന്നെയാണ്. പഞ്ചാബിൻ്റെയും ഹരിയാനയുടെയും ചണ്ഡീഗഡ് തന്നെയാണ്. ഇവിടെ ന്യൂഡൽഹി ഉണ്ട്. ന്യൂഡൽഹിയുടെ തലസ്ഥാനം ന്യൂഡൽഹി തന്നെയാണ്. രാജസ്ഥാൻ്റെ തലസ്ഥാനം ജയ്പൂരാണ്. രാജസ്ഥാൻ ജയ്പൂർ. ഗുജറാത്ത് ഗാന്ധിനഗർ. ഗുജറാത്തിൻ്റെ തലസ്ഥാനം ഗാന്ധിനഗറാണ്. ഉത്തർപ്രദേശിൻ്റെ തലസ്ഥാനം ലക്നൗ ആണ് ഉത്തർപ്രദേശിൻ്റെ തലസ്ഥാനം. മധ്യപ്രദേശിൻ്റെ തലസ്ഥാനം ഭോപ്പാൽ. പിന്നെ ബീഹാറിൻ്റെ പാറ്റ്നയാണ്. ബീഹാറിൻ്റെ തലസ്ഥാനം പാറ്റ്ന. ജാർഖണ്ഡിൻ്റെ തലസ്ഥാനം റാഞ്ചി. പശ്ചിമ ബംഗാളിൻ്റെ തലസ്ഥാനം കൊൽക്കത്തയാണ് പശ്ചിമ ബംഗാളിൻ്റെ തലസ്ഥാനം. ഇവിടെ സിക്കിമുണ്ട്. സിക്കിമിൻ്റെ തലസ്ഥാനം ഗാങ്ടോക്കാണ് സിക്കിമിൻ്റെ തലസ്ഥാനം. പിന്നെ ഇങ്ങോട്ട് പോകുമ്പോൾ ആസാം ഉണ്ട്. ആസാമിൻ്റെ തലസ്ഥാനം ദിസ്പൂർ. മേഘാലയയുടെ തലസ്ഥാനം ഷില്ലോങ്. അരുണാചൽ പ്രദേശിൻ്റെ തലസ്ഥാനം ഈറ്റാനഗർ അരുണാചൽ പ്രദേശിൻ്റെ തലസ്ഥാനമാണ്. ഏറ്റവും കിഴക്കുള്ള സംസ്ഥാനമാണ് അരുണാചൽ പ്രദേശ്. സൂര്യകിരണങ്ങൾ ആദ്യം പതിക്കുന്ന സംസ്ഥാനം എന്നറിയപ്പെടുന്ന അരുണാചൽ പ്രദേശ്, അതിൻ്റെ തലസ്ഥാനം ഈറ്റാനഗറാണ്. ഇപ്പുറത്ത് നാഗാലാൻഡ് ഉണ്ട്. നാഗാലാൻഡിൻ്റെ തലസ്ഥാനം കൊഹിമയാണ്. കൊഹിമ നാഗാലാൻഡിൻ്റെ തലസ്ഥാനമാണ്. ഇപ്പുറത്ത് മണിപ്പൂരുണ്ട്. മണിപ്പൂരിൻ്റെ തലസ്ഥാനം ഇംഫാൽ. പിന്നെ മിസോറാമിലേക്ക് പോകുമ്പോൾ മിസോറാമിൻ്റെ തലസ്ഥാനം ഐസ്വാൾ മിസോറാമിൻ്റെ തലസ്ഥാനമാണ്. പിന്നെ ത്രിപുരയുണ്ട്. ത്രിപുരയുടെ തലസ്ഥാനം ത്രിപുരയുടെ തലസ്ഥാനം അഗർത്തല. ഇവിടെ 7 സംസ്ഥാനമാണുള്ളത്. അരുണാചൽ പ്രദേശ്, ആസാം, മേഘാലയ, ത്രിപുര, മിസോറാം, മണിപ്പൂർ, നാഗാലാൻഡ്. സപ്ത സഹോദരിമാർ എന്നറിയപ്പെടുന്ന 7 സംസ്ഥാനങ്ങൾ. പിന്നെ ഒഡീഷയിലേക്ക് വരുമ്പോൾ ഭുവനേശ്വറാണ് തലസ്ഥാനം. ഒഡീഷയുടെ തലസ്ഥാനം ഭുവനേശ്വറാണ്. ഛത്തീസ്ഗഡിൻ്റെ തലസ്ഥാനം റായ്പൂർ ഛത്തീസ്ഗഡിൻ്റെ തലസ്ഥാനമാണ്. ജാർഖണ്ഡിൻ്റെ റാഞ്ചിയാണ്. മഹാരാഷ്ട്രയുടെ തലസ്ഥാനം
മുംബൈ മഹാരാഷ്ട്രയുടെ തലസ്ഥാനമാണ്. ഇവിടെ ആന്ധ്രാപ്രദേശ് ഉണ്ട്. ആന്ധ്രാപ്രദേശിൻ്റെ തലസ്ഥാനം ഹൈദരാബാദാണ്, ഹൈദരാബാദ്. ഗോവയുടെ തലസ്ഥാനം പനാജിയാണ്. ഗോവയുടെ തലസ്ഥാനം പനാജി. കർണാടകയുടെ തലസ്ഥാനം ബംഗളൂരു ആണ്, ബംഗളൂരു. തമിഴ്നാടിൻ്റെ തലസ്ഥാനം ചെന്നൈയാണ്, ചെന്നൈ. കേരളത്തിൻ്റെ തലസ്ഥാനം നമുക്കറിയാം തിരുവനന്തപുരമാണ്. ഇവിടെ തെലങ്കാനയുണ്ട്. തെലങ്കാന ഈ ഭൂപടത്തിൽ രേഖപ്പെടുത്തിയിട്ടില്ല. സംസ്ഥാനങ്ങളെ കൂടാതെ പോണ്ടിച്ചേരി, ദാമൻ ദിയു, ദാദ്ര നഗർ ഹവേലി, ചണ്ഡീഗഡ്, ലക്ഷദ്വീപ്, ആൻഡമാൻ നിക്കോബാർ ദ്വീപ് സമൂഹം എന്നീ 6 കേന്ദ്രഭരണ പ്രദേശങ്ങളും ഇന്ത്യയിലുണ്ട്. പോണ്ടിച്ചേരി, ദാമൻ ദിയു, ദാദ്ര നഗർ ഹവേലി, ചണ്ഡീഗഡ്, ലക്ഷദ്വീപ്, ആൻഡമാൻ നിക്കോബാർ ദ്വീപ് സമൂഹം, ഇങ്ങനെ 6 കേന്ദ്രഭരണ പ്രദേശങ്ങൾ ഇന്ത്യക്കുണ്ട്. ഇന്ത്യ ഭൂപ്രകൃതി. പർവ്വതങ്ങൾ, പീഠഭൂമികൾ, സമതലങ്ങൾ, ദ്വീപുകൾ എന്നിങ്ങനെ വിവിധ ഭൂരൂപങ്ങൾ ഭൂമിയിലുണ്ട്. ഒരു ഭൂപ്രദേശത്തിൽ കാണപ്പെടുന്ന ഇത്തരം സവിശേഷതകളാണ് അവിടുത്തെ ഭൂപ്രകൃതി. ചെറുതും വലുതുമായ പർവ്വത നിരകളും സമതല പ്രദേശങ്ങളും വിശാലമായ പീഠഭൂമി പ്രദേശങ്ങളും മരുഭൂമിയും തീരപ്രദേശങ്ങളും ദ്വീപുകളും ഉൾപ്പെട്ട വൈവിധ്യമാർന്ന ഭൂപ്രകൃതിയാണ് ഇന്ത്യക്കുള്ളത്. ഇന്ത്യയിലെ പർവ്വതങ്ങൾ. ഹിമാലയ പർവ്വതം, പശ്ചിമഘട്ട നിരകൾ. ലോകത്തിലെ തന്നെ ഉയരമേറിയ പർവ്വതനിരകളായ ഹിമാലയത്തിൻ്റെ ഒരു ഭാഗം ഇന്ത്യയിലാണ് ഉൾപ്പെടുന്നത്. ഹിമാലയത്തേക്കാൾ ഉയരം കുറഞ്ഞ നിരകളായ ആരവല്ലി, പശ്ചിമഘട്ടം, പൂർവ്വഘട്ടം, വിന്ധ്യ നിരകൾ, സത്പുര നിരകൾ എന്നിവയാണ് ഇന്ത്യയിലെ മറ്റു പ്രധാന പർവ്വതനിരകൾ. ഈ പർവ്വത നിരകളിൽ നിന്നെല്ലാം അനേകം നദികൾ ഉത്ഭവിക്കുന്നുണ്ട്. അപ്പോൾ ആരവല്ലി, പശ്ചിമഘട്ടം, പൂർവ്വഘട്ടം, വിന്ധ്യ നിരകൾ, സത്പുര നിരകൾ എന്നിവയാണ് ഇന്ത്യയിലെ മറ്റു പ്രധാന പർവ്വതനിരകൾ. ഇന്ത്യയിലെ സമതലങ്ങൾ. അതിവിശാലമായതും നിരപ്പായതുമായ ഭൂപ്രദേശങ്ങളാണ് സമതലങ്ങൾ. ഹിമാലയ പർവ്വതനിരകൾക്ക് തെക്ക് ഭാഗത്ത് വിശാലമായൊരു സമതലമുണ്ട്. ഹിമാലയത്തിൽ നിന്നും നദികൾ ഒഴുക്കിക്കൊണ്ടുവരുന്ന എക്കൽ നിക്ഷേപിച്ചാണ് ഈ സമതലങ്ങൾ രൂപപ്പെട്ടത്. സിന്ധു, ഗംഗ, ബ്രഹ്മപുത്ര സമതലങ്ങൾ എന്നാണ് ഈ സമതല പ്രദേശം അറിയപ്പെടുന്നത്. സിന്ധു, ഗംഗ, ബ്രഹ്മപുത്ര സമതലങ്ങൾ. ഈ ഫലഭൂഷ്ടമായ സമതലങ്ങളിൽ ഗോതമ്പ്, നെല്ല്, ചോളം, കരിമ്പ് മുതലായ അനേകം വിളകൾ കൃഷി ചെയ്യുന്നു. അതിനാൽ ഇന്ത്യയുടെ ഭക്ഷ്യക്കലവറ എന്ന് ഈ പ്രദേശത്തെ വിളിക്കാറുണ്ട്. അപ്പോൾ ഇന്ത്യയുടെ ഭക്ഷ്യക്കലവറ എന്നറിയപ്പെടുന്നത് സിന്ധു, ഗംഗ, ബ്രഹ്മപുത്ര സമതലങ്ങളാണ്. ഇതൊരു ഗംഗാ സമതലമാണ്. അപ്പോൾ ഇന്ത്യയുടെ ഭക്ഷ്യക്കലവറ സിന്ധു, ഗംഗ, ബ്രഹ്മപുത്ര സമതലങ്ങളാണ്. ഇന്ത്യയിലെ മരുഭൂമി. വീശിയടിക്കുന്ന കാറ്റും കൊടുംചൂടും കണ്ണെത്താ ദൂരത്തോളം വ്യാപിച്ചു കിടക്കുന്ന മണൽക്കൂനകളും മരുഭൂമികളുടെ സവിശേഷതകളാണ്. ഇന്ത്യയുടെ വടക്കു പടിഞ്ഞാറ് സ്ഥിതി ചെയ്യുന്ന രാജസ്ഥാൻ സംസ്ഥാനത്തിൻ്റെ കൂടുതൽ ഭാഗവും മരുഭൂമിയാണ്. താർ മരുഭൂമി എന്നറിയപ്പെടുന്ന ഈ പ്രദേശത്ത് മഴ വളരെ കുറവായതിനാൽ ജനവാസവും കൃഷിയും കുറവാണ്. താർ മരുഭൂമി രാജസ്ഥാനിലാണ്. താർ മരുഭൂമി ഇന്ത്യയിലെ ഏറ്റവും വലിയ മരുഭൂമിയാണ് താർ മരുഭൂമി. ഇന്ത്യയുടെ വടക്കു പടിഞ്ഞാറ് സ്ഥിതി ചെയ്യുന്ന രാജസ്ഥാൻ സംസ്ഥാനത്തിൻ്റെ കൂടുതൽ ഭാഗവും മരുഭൂമിയാണ്. ഇന്ത്യയിലെ പീഠഭൂമികൾ. ചുറ്റുമുള്ള പ്രദേശങ്ങളെ അപേക്ഷിച്ച് ഉയർന്നതും മുകൾ ഭാഗം ഏറെക്കുറെ നിരപ്പായതുമായ ഭൂപ്രദേശങ്ങളാണ് പീഠഭൂമികൾ. ഇന്ത്യയിലെ ഏറ്റവും വലിയ പീഠഭൂമിയാണ് ഡക്കാൻ പീഠഭൂമി. മാൾവ, ഛോട്ടാ നാഗ്പൂർ എന്നിവയാണ് മറ്റ് പ്രധാന പീഠഭൂമികൾ. ഇത് ഡക്കാൻ പീഠഭൂമിയുടെ ഒരു ചിത്രമാണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ പീഠഭൂമി ഡക്കാൻ പീഠഭൂമിയാണ്. മാൾവ, ഛോട്ടാ നാഗ്പൂർ എന്നിവയാണ് മറ്റ് പ്രധാന പീഠഭൂമികൾ. ഇന്ത്യയിലെ തീരപ്രദേശങ്ങൾ. സമുദ്രത്തോട് ചേർന്ന് സ്ഥിതി ചെയ്യുന്ന നിരപ്പായ ഭൂപ്രദേശങ്ങളാണ് തീരപ്രദേശങ്ങൾ. നീളമേറിയ തീരപ്രദേശമാണ് ഇന്ത്യക്കുള്ളത്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ തീരപ്രദേശമുള്ളത് ഗുജറാത്തിന്. ഇന്ത്യയിലെ ദ്വീപുകൾ. സമുദ്രത്താൽ ചുറ്റപ്പെട്ട കരഭാഗങ്ങളെയാണ് ദ്വീപുകൾ എന്ന് പറയുന്നത്. ഇന്ത്യയുടെ ഭാഗമായ അനേകം ദ്വീപുകൾ ഇന്ത്യൻ മഹാസമുദ്രത്തിൽ സ്ഥിതി ചെയ്യുന്നു. ഇന്ത്യയിലെ ദ്വീപ് സമൂഹങ്ങളാണ് അറബിക്കടലിലെ ലക്ഷദ്വീപും ബംഗാൾ ഉൾക്കടലിലെ ആൻഡമാൻ നിക്കോബാർ ദ്വീപ് സമൂഹങ്ങളും. ഒരു ചിത്രം നോക്കാം. ലക്ഷദ്വീപ് ഇതാണ്. ആൻഡമാൻ നിക്കോബാർ ദ്വീപുകൾ ഇതാണ്. ആൻഡമാൻ നിക്കോബാർ ദ്വീപുകൾ ബംഗാൾ ഉൾക്കടലിലും ലക്ഷദ്വീപ് അറബിക്കടലിലുമാണ് സ്ഥിതി ചെയ്യുന്നത്. ഇന്ത്യ നദികൾ. ഇന്ത്യയിലെ പ്രധാന പർവ്വതനിരകളെക്കുറിച്ച് നമ്മൾ ചർച്ച ചെയ്തുവല്ലോ. ഇതിൽ മിക്ക പർവ്വതനിരകളും അനേകം നദികളുടെ ഉത്ഭവസ്ഥാനങ്ങളാണ്. ഹിമാലയ പർവ്വതനിരകളിൽ നിന്ന് ഉത്ഭവിക്കുന്ന സിന്ധു, ഗംഗ, ബ്രഹ്മപുത്ര എന്നിവയും ഉപദ്വീപിലെ ഉയർന്ന പ്രദേശങ്ങളിൽ നിന്ന് ഉത്ഭവിക്കുന്ന മഹാനദി, ഗോദാവരി, കൃഷ്ണ, കാവേരി, നർമ്മദ, താപ്തി എന്നീ നദികളുമാണ് ഇന്ത്യയിലെ പ്രധാന നദികൾ.
ഇത് ഗംഗാ നദിയാണ്. അപ്പോൾ ഹിമാലയ പർവ്വതനിരകളിൽ നിന്ന് ഉത്ഭവിക്കുന്ന ഹിമാലയ നദികൾ സിന്ധു, ഗംഗ, ബ്രഹ്മപുത്ര എന്നിവയാണ്. സിന്ധു, ഗംഗ, ബ്രഹ്മപുത്ര എന്നിവ ഹിമാലയ നദികളാണ്. പിന്നെ ഉപദ്വീപിലെ ഉയർന്ന പ്രദേശങ്ങളിൽ നിന്ന് ഉത്ഭവിക്കുന്ന ഉപദ്വീപീയ നദികൾ മഹാനദി, ഗോദാവരി, കൃഷ്ണ, കാവേരി, നർമ്മദ, താപ്തി. മഹാനദി, ഗോദാവരി, കൃഷ്ണ, കാവേരി, നർമ്മദ, താപ്തി. ഇന്ത്യ കാലാവസ്ഥ. വളരെയധികം വൈവിധ്യമുള്ള കാലാവസ്ഥയാണ് ഇന്ത്യയിൽ നിലനിൽക്കുന്നത്. ഇന്ത്യയിൽ മഴക്കാലം, ശൈത്യകാലം, വേനൽക്കാലം എന്നിങ്ങനെയുള്ള ഋതുക്കളാണ് അനുഭവപ്പെടുന്നത്. മഴക്കാലം, ശൈത്യകാലം, വേനൽക്കാലം. ജൂൺ മുതൽ സെപ്റ്റംബർ വരെയും ഒക്ടോബർ മുതൽ നവംബർ വരെയുമുള്ള 2 മഴക്കാലമാണ് ഇന്ത്യയിലുള്ളത്. ജൂൺ മുതൽ സെപ്റ്റംബർ വരെയും ഒക്ടോബർ മുതൽ നവംബർ വരെയും. അറബിക്കടലിനോട് ചേർന്ന പടിഞ്ഞാറൻ തീരപ്രദേശങ്ങളിലും വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളിലും ഈ കാലയളവിൽ ധാരാളം മഴ ലഭിക്കുന്നു. ഇന്ത്യയിൽ ഏറ്റവും അധികം മഴ ലഭിക്കുന്ന പ്രദേശമാണ് മേഘാലയയിലെ ചിറാപുഞ്ചി. ഇന്ത്യയിലെ കാർഷിക മേഖല ഈ മഴക്കാലങ്ങളെ ആശ്രയിച്ചാണ് നിലനിൽക്കുന്നത്. ഡിസംബർ മുതൽ ഫെബ്രുവരി വരെയുള്ള മാസങ്ങളിലാണ് ഇന്ത്യയിൽ ശൈത്യകാലം അനുഭവപ്പെടുന്നത്. ഡിസംബർ മുതൽ ഫെബ്രുവരി വരെയുള്ള മാസങ്ങളിൽ, ഇപ്പോഴത്തെ ഈ കാലഘട്ടം. ശൈത്യകാലത്തെ തുടർന്ന് മാർച്ച്, ഏപ്രിൽ, മെയ് മാസങ്ങളിൽ ഇന്ത്യയിൽ ഉഷ്ണകാലം അനുഭവപ്പെടുന്നു, വേനൽക്കാലം. മാർച്ച്, ഏപ്രിൽ, മെയ് മാസങ്ങളിൽ ഉഷ്ണകാലമാണ്, വേനൽക്കാലമാണ്. ഇന്ത്യ നൈസർഗിക സസ്യജാലങ്ങളും ജന്തുക്കളും. നൈസർഗിക സസ്യജാലങ്ങളും ജന്തുക്കളും. ഇന്ത്യയുടെ ഭൂപ്രകൃതിയിലും കാലാവസ്ഥയിലും ഏറെ വൈവിധ്യങ്ങളുണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കിയല്ലോ. ഈ വൈവിധ്യങ്ങൾക്കനുസൃതമായി സസ്യജാലങ്ങളിലും ജന്തുക്കളിലും ഒട്ടനവധി വൈവിധ്യങ്ങൾ നമുക്ക് കാണാം. മഴക്കാടുകൾ, ഇലപൊഴിയും കാടുകൾ, മുൾക്കാടുകളും കുറ്റിക്കാടുകളും പുൽപ്രദേശങ്ങൾ മുതലായ നൈസർഗിക സസ്യജാലങ്ങളും ഇന്ത്യയിലുണ്ട്. മഴക്കാട്, ഇലപൊഴിയും കാട്. ആന, സിംഹം, കടുവ, പുലി, കാട്ടുപോത്ത്, മാൻ, മയിൽ, വേഴാമ്പൽ മുതലായ അനേക പക്ഷിമൃഗാദികളുടെ ആവാസ കേന്ദ്രങ്ങളായ ഈ പ്രദേശങ്ങൾ ഇന്ത്യയുടെ വിലമതിക്കാനാവാത്ത സമ്പത്താണ്. പുൽപ്രദേശം, മുൾക്കാട്. നമ്മൾ ഇന്ത്യക്കാർ. ഭൂപ്രകൃതി, കാലാവസ്ഥ, സസ്യജന്തുജാലങ്ങൾ ഇവയിലൊക്കെ ഇന്ത്യയിൽ ഒരുപാട് വൈവിധ്യങ്ങളുണ്ടെന്ന് മനസ്സിലായില്ലേ? ഈ വൈവിധ്യങ്ങൾക്കനുസൃതമായി ജനജീവിതത്തിലും വൈവിധ്യങ്ങളുണ്ട്. ദക്ഷിണേന്ത്യക്കാർക്ക് അരിയാണ് പ്രധാന ഭക്ഷ്യധാന്യമെങ്കിൽ ഉത്തരേന്ത്യക്കാർക്ക് ഗോതമ്പാണ് പ്രധാന ഭക്ഷ്യധാന്യം. ദക്ഷിണേന്ത്യക്കാർ പൊതുവെ പരുത്തി വസ്ത്രങ്ങളാണ് പ്രധാനമായി ഉപയോഗിക്കുന്നത്. എന്നാൽ പർവ്വത പ്രദേശങ്ങളിൽ കമ്പിളി വസ്ത്രങ്ങൾക്കാണ് പ്രാമുഖ്യം. കേരളീയരുടെ ദേശീയ ഉത്സവമാണ് ഓണം. തമിഴ്നാട്ടിൽ പൊങ്കലാണ് പ്രധാന ആഘോഷം. ആസാമിലെ ബിഹു, ഉത്തരേന്ത്യയിൽ ഹോളി എന്നിങ്ങനെ ആഘോഷങ്ങളിലും ആചാരങ്ങളിലും വൈവിധ്യം പ്രകടമാണ്. കേരളീയരുടെ ദേശീയോത്സവം ഓണം, തമിഴ്നാട്ടിൽ പൊങ്കൽ, ആസാമിൽ ബിഹു, ഉത്തരേന്ത്യയിൽ ഹോളി. സംഗ്രഹം. ഏഷ്യ വൻകരയുടെ തെക്ക് ഭാഗത്താണ് ഇന്ത്യ സ്ഥിതി ചെയ്യുന്നത്. ഏഷ്യ വൻകരയുടെ തെക്ക് ഭാഗത്ത്. ഇന്ത്യയിൽ 28 സംസ്ഥാനങ്ങളും ഇപ്പോൾ 29 ഉണ്ട്. ഇന്ത്യയിൽ 29 സംസ്ഥാനങ്ങളും 6 കേന്ദ്രഭരണ പ്രദേശങ്ങളും ഉണ്ട്. പർവ്വതങ്ങൾ, പീഠഭൂമികൾ, സമതലങ്ങൾ, തീരപ്രദേശങ്ങൾ, ദ്വീപുകൾ എന്നിവ ഉൾപ്പെട്ട ഭൂപ്രകൃതിയാണ് ഇന്ത്യക്കുള്ളത്. പർവ്വതങ്ങൾ, പീഠഭൂമികൾ, സമതലങ്ങൾ, തീരപ്രദേശങ്ങൾ, ദ്വീപുകൾ. ഇന്ത്യയിലെ പ്രധാന നദികളാണ് സിന്ധു, ഗംഗ, ബ്രഹ്മപുത്ര, മഹാനദി, ഗോദാവരി, കൃഷ്ണ, കാവേരി, നർമ്മദ, താപ്തി എന്നിവ. ഇന്ത്യയിലെ പ്രധാന നദികൾ സിന്ധു, ഗംഗ, ബ്രഹ്മപുത്ര, മഹാനദി, ഗോദാവരി, കൃഷ്ണ, കാവേരി, നർമ്മദ, താപ്തി. ഇന്ത്യയിലെ കാലങ്ങളെ മഴക്കാലം, ശൈത്യകാലം, വേനൽക്കാലം എന്നിങ്ങനെ തരംതിരിച്ചിരിക്കുന്നു. ഇന്ത്യയിലെ കാലങ്ങളെ മഴക്കാലം, ശൈത്യകാലം, വേനൽക്കാലം എന്നിങ്ങനെ തരംതിരിച്ചിരിക്കുന്നു. മഴക്കാട്, ഇലപൊഴിയങ്കാട്, മുൾച്ചെടികളും കുറ്റിക്കാടുകളും പുൽപ്രദേശങ്ങൾ മുതലായവയാണ് ഇന്ത്യയിലെ പ്രധാന സസ്യജാലങ്ങൾ. മഴക്കാട്, ഇലപൊഴിയങ്കാട്, മുൾച്ചെടികളും കുറ്റിക്കാടുകളും പുൽപ്രദേശങ്ങൾ മുതലായവയാണ് ഇന്ത്യയിലെ പ്രധാന സസ്യജാലങ്ങൾ. ഭൂപ്രകൃതി, കാലാവസ്ഥ, സസ്യജാലങ്ങൾ, ഭാഷ, വേഷം, ഭക്ഷണരീതി, ആചാരങ്ങൾ, ആഘോഷങ്ങൾ എന്നിവയിലെല്ലാം വളരെയധികം വൈവിധ്യങ്ങൾ ഉണ്ടെങ്കിലും ഇതിനെയെല്ലാം അതീതമായി ഇന്ത്യ ഒരൊറ്റ രാജ്യമായി നിലനിൽക്കുന്നു. അപ്പോൾ ഇത്രയുമാണ് 5ാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസിലെ ടെക്സ്റ്റ് ബുക്ക്. 5ാം ക്ലാസ് നമ്മൾ പഠിച്ചു പൂർത്തിയായി കഴിഞ്ഞു. ഇനി നമുക്ക് 6ാം ക്ലാസ്സിലേക്ക് എടുക്കാം. അത് അടുത്തൊരു ക്ലാസ്സിലാവാം.